അപ്പം നമ്മളുടെ മത്തായിയുടെ സുവിശേഷത്തെ കുറിച്ചാണ് ജനറലി പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം നമുക്കറിയാം, നമ്മുടെ ബൈബിൾ നമ്മൾ എടുത്തു നോക്കിയാൽ, പുതിയ നിയമം എടുത്തു നോക്കിയാൽ ആദ്യം കാണുന്ന ബുക്കാണ് മത്തായിയുടെ സുവിശേഷം. മത്തായിയുടെ സുവിശേഷത്തിന് ശേഷമാണ് മറ്റുള്ള സുവിശേഷങ്ങൾ കാണുന്നത്. എന്തുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷം ഏറ്റവും ആദ്യം വരുന്നത് എന്ന് ചോദിച്ചാൽ, ഏറ്റവും ആദ്യം എഴുതിയ പുസ്തകം അതായതുകൊണ്ടല്ല. പുതിയ നിയമം അങ്ങനെയല്ല അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ വലിപ്പം അനുസരിച്ചാണ്. പൗലോസ് അപ്പോസ്തലന്റെ ലേഖനങ്ങളൊക്കെ എഴുതി നമ്മൾ നോക്കുമ്പം വലിപ്പങ്ങൾ അനുസരിച്ചാണ്. എന്നാൽ മത്തായിയുടെ സുവിശേഷം ഏറ്റവും ആദ്യം വരുന്നതിന്റെ കാരണം എന്ന് പറയുന്നത് തന്നെ, അത് ഏറ്റവും അധികം പ്രചരിച്ചിരുന്ന ബുക്ക്, ആദിമ ക്രൈസ്തവരുടെ ഇടയിൽ ഏറ്റവും അധികം പ്രചരിച്ചിരുന്ന ബുക്ക് സുവിശേഷം എന്ന് പറയുന്ന മത്തായിയുടെ സുവിശേഷം ആയിരുന്നു. അതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷത്തെ നമ്മൾ ആദ്യമായിട്ട് ഏറ്റവും ആദ്യം തന്നെ സുവിശേഷങ്ങൾ കാണുന്നത്. നമ്മൾ 4 സുവിശേഷങ്ങളാണ് ഉള്ളത്: മത്തായി, മാർക്കോസ്, ലൂക്ക, യോഹന്നാൻ. ഇതിനെ 3നെ നമ്മൾ സമാന്തര സുവിശേഷം എന്ന് പറയുന്നു, സിനോപ്റ്റിക് ഗോസ്പൽസ്. 4ാമത്തത് യോഹന്നാന്റെ സുവിശേഷമാണ്. ഇതിൽ മത്തായി ആണ് ഈ സുവിശേഷം എഴുതിയത് എന്ന് പഴയ കാലം മുതലേ ആളുകൾ വിശ്വസിച്ചു വരുന്നു. അത് ഹിയറോപോളിസിലെ തുർക്കിയിലെ പാപ്പിയാസിന്റെ ഒരു പ്രസ്താവനയാണ്. ഉസേബിയൂസ് പിന്നീട് എഴുതി വെക്കുന്നതാണ്. അത് മത്തായി ആണ്, അല്ലെങ്കിൽ ലേവി എന്ന് വിളിക്കപ്പെടുന്ന ഈശോയുടെ അപ്പസ്തോലനായിരുന്ന മത്തായി ആണ് ഈ പുസ്തകം എഴുതിയത് എന്നാണ് നമ്മൾ പുരാതന കാലം മുതലേ നമ്മൾ പറഞ്ഞു വരുന്നത്. എന്നാൽ സഭാ ചരിത്രത്തിലൊക്കെ എഴുതുന്നത് ചുങ്കക്കാരനായ ലേവി സുവിശേഷം എഴുതിയിരുന്നതാണ്. അതിന് കാരണങ്ങളായിട്ട് നമുക്ക് അലക്സാണ്ട്രിയയിലെ ക്ലെമന്റും പിന്നീട് വന്ന 1ാം നൂറ്റാണ്ടിൽ വന്ന സഭാപിതാക്കന്മാര് ഇതിനെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ഇരണയൂസ്, അലക്സാണ്ട്രിയയിലെ ക്ലെമന്റ്, ഒറിജിൻ, ഇങ്ങനെയുള്ള എഴുത്തുകാരൊക്കെ പറയുന്നത് ഇത് മത്തായി എഴുതിയ സുവിശേഷമാണെന്നാണ്. അപ്പോൾ കാരണം മത്തായി യേശുവിന്റെ സംഭവങ്ങൾക്ക് സാക്ഷിയാണ്. ഈശോയുടെ അപ്പോസ്തലനായതുകൊണ്ട് തന്നെ ഈശോ ചെയ്ത എല്ലാ പ്രവർത്തികളുടെയും ലേവി എന്നാണ് വിളിക്കപ്പെടുന്നത്. നോക്കിക്കണ്ട ഒരു സാക്ഷി കൂടിയായിരുന്നു മത്തായി. എന്നാൽ ഇതിന് വേറൊരു വശവും കൂടിയുണ്ട്. കാരണം മത്തായിയുടെ സുവിശേഷം നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഏറ്റവും ആദ്യം എഴുതപ്പെട്ട സുവിശേഷം മാർക്കോസിന്റെ സുവിശേഷമാണ്. അപ്പൊ മാർക്കോസ് എഴുതിയതിനു ശേഷമാണ് മത്തായിയും ലൂക്കായും സുവിശേഷങ്ങൾ എഴുതുന്നത്. എന്നാൽ ഇവര് രണ്ടുപേരും മാർക്കോസിന്റെ സുവിശേഷത്തിനെ അടിസ്ഥാനമാക്കി അതിൽ നിന്നും കുറെ ഭാഗങ്ങൾ എടുത്തിട്ടാണ് അവരുടെ സുവിശേഷങ്ങൾ എഴുതുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ട് നമുക്കൊരു ചോദ്യം ചോദിക്കാം: എന്തിന് ഈശോയുടെ ശിഷ്യനായ മത്തായി ശിഷ്യനല്ലാത്ത മാർക്കോസ് എഴുതിയത് അവന്റെ ഒരു സ്രോതസ്സായി എടുത്ത് എഴുതി? അതുകൊണ്ട് തന്നെ കുറച്ച് ആളുകള്, സഭയിലെ കുറച്ച് പണ്ഡിതന്മാര് ഇപ്പോഴും അതിൽ ഒരു സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്, ഇത് മത്തായി തന്നെയാണ് എഴുതിയത്. കാരണം മാർക്കോസിന്റെ സുവിശേഷത്തിലെ ഏകദേശം ഒരു 80 മുതൽ 90% വരെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ മത്തായിയുടെ സുവിശേഷത്തിലും കാണുന്നുണ്ട്. അപ്പം മത്തായി എടുത്തിരിക്കുന്നത് പകുതിയിലേറെ കാര്യങ്ങൾ മത്തായിയുടെ ഭാവനയിലും ഭാഷയിലുമാണ് എഴുതിയതെങ്കിലും, എഴുതിയത് വേറൊരു ഗ്രൂപ്പിനാണെങ്കിലും അതിൽ എഴുതിയിരിക്കുന്ന സംഭവങ്ങളിൽ ഒരു 90% എടുത്തിരിക്കുന്നത് മാർക്കോസിന്റെ സുവിശേഷത്തിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് ഒരു സംശയം വരാം: ഈശോയുടെ ശിഷ്യനായ മത്തായി എന്തിനു വേണ്ടി ശിഷ്യനല്ലാതിരുന്ന മാർക്കോസ് പിന്നീട് എഴുതിയ ഭാഗത്തിനെ ആശ്രയിച്ച് എഴുതി എന്നൊരു ചോദ്യം ആരെങ്കിലും ഒരു സംശയം ചോദിച്ചാണോ? അല്ല അല്ലെ? അപ്പം അങ്ങനെ ഒരു സംശയമുണ്ട്. അപ്പോൾ ഈ തലക്കെട്ട് തന്നെ നമ്മളോട് പറയുന്നതാണ്, ചുങ്കക്കാരനായ ലേവി 2:14 നമ്മൾ കാണുന്നു, 1ാം സുവിശേഷത്തിന്റെ മത്തായി എന്ന പേരിൽ പ്രത്യക്ഷപ്പെടുന്നു എന്ന് നമുക്ക് പറയാം. അല്ലെങ്കിൽ ഒരു പക്ഷേ അന്നത്തെ കാലത്ത് ജീവിച്ചിരുന്ന ഏതൊരു അധ്യാപകനോ ഒരു പ്രബോധകനോ ആയിരിക്കാം, മതഗ്രന്ഥങ്ങളിൽ പ്രാവീണ്യം നേടിയ ഏതെങ്കിലും ഒരു വ്യക്തി ആയിരിക്കാം ഇത് എഴുതിയത് എന്ന് പറയുന്നത്. കാരണം നമുക്ക് കൃത്യമായി ആര് എഴുതി എന്ന് നമുക്കിപ്പോഴും ഉറപ്പിച്ചു പറയാൻ പറ്റില്ല. എന്നാൽ ഈ ചരിത്രകാരന്മാർ, ഞാൻ പറഞ്ഞതുപോലെ ഇരണയോസ്, ഉസേബിയോസ്, ഒറിജിനെ പോലെയുള്ള ആളുകള്, ജോസെഫോസ് പോലെയുള്ള ആളുകള് 1ാം നൂറ്റാണ്ടിലും 2ാം നൂറ്റാണ്ടിന്റെ ആദ്യ പകുതിയിലും അവര്, അതായത് ക്രിസ്തുവിന് ശേഷം ഒരു 50-60 വർഷങ്ങൾക്ക് ശേഷം ജീവിച്ചിരുന്നവര് പറയുന്നത് ഇത് മത്തായി എഴുതിയതാണ് എന്ന് പറയപ്പെടുന്നു. നമുക്ക് ആകെ ഈ ഒരു സംശയവും അതിനിടയിലുണ്ട്. എന്നാൽ ഈ സുവിശേഷകൻ ഒരു യഹൂദ ക്രൈസ്തവനായിരുന്നു എന്ന് വാദിക്കുന്ന ഒത്തിരിയേറെ പണ്ഡിതന്മാരുണ്ട്. അതിന്റെ കാരണങ്ങൾ, നമുക്ക് പല കാരണങ്ങൾ നമ്മൾ പറയുന്നുണ്ട്. എന്തുകൊണ്ട് ഇതൊരു യഹൂദ ക്രൈസ്തവനായിരിക്കാം ഇത് എഴുതിയത് എന്നതിന്റെ ഒരു കാരണം. ഒന്നാമത് നിയമത്തിനോടുള്ള ഭയങ്കരമായ ആഭിമുഖ്യം. മത്തായിയുടെ സുവിശേഷം തുടക്കം മുതൽ അവസാനം വരെ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നിയമത്തിൽ അധിഷ്ഠിതമായ, നിയമത്തിന് ഒത്തിരിയേറെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു സുവിശേഷമാണ്
മത്തായിയുടെ സുവിശേഷം. അത് ഒന്നാമത്തെ കാരണം നമ്മൾ കാണുന്നുണ്ട്. മത്തായി 5, 17, 20, 23 ഒക്കെ നമ്മൾക്ക് നിയമത്തിന്റെ പൂർത്തീകരണത്തിനാണ് ക്രിസ്തു വന്നത് എന്നാണ് മത്തായി ഇവിടങ്ങളിലൊക്കെ പറഞ്ഞു വെക്കുക. രണ്ടാമത് നമ്മൾ കാണുന്ന വേറൊരു പ്രത്യേകതയാണ് പഴയ നിയമ സൂചനകളുടെയും പൂർത്തീകരണത്തിന്റെയും ബാഹുല്യം. ഭയങ്കരമായിട്ട് പഴയ നിയമത്തിനെ ആസ്പദമാക്കി അല്ലെങ്കിൽ പഴയ നിയമത്തിലെ പഴയ ഏടുകൾ എടുത്ത് അതിന്റെ ഒരു പൂർത്തീകരണമായിട്ട് മത്തായി തന്റെ സുവിശേഷങ്ങളെ എഴുതുന്നുണ്ട്. അതായത് ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൽ മത്തായിയുടെ 1, 22, 23 എടുത്തു നോക്കുകയാണെങ്കിൽ കന്യക ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. ഇത് നമ്മൾ യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ കാണുന്നതാണ്. അപ്പോൾ പഴയ നിയമവുമായിട്ട് അഭേദ്യമായ ബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ പറയും ഇതൊരു യഹൂദ ക്രൈസ്തവൻ. യഹൂദരുടെ പഴയ നിയമത്തിൽ ഒത്തിരിയേറെ വിശ്വസിച്ചിരുന്നു, അവരുടെ കൃതിയായിരുന്നു, അല്ലെങ്കിൽ അവർ ഒത്തിരിയേറെ വിശ്വസിച്ചിരുന്ന ഹോളി സ്ക്രിപ്ചർ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ ഈ രണ്ട് കാരണങ്ങൾ, ഇനിയും കാരണങ്ങൾ പലതും ഉണ്ട് കേട്ടോ. ഈശോയുടെ പ്രേക്ഷിത പ്രവർത്തനം ഇസ്രായേലിൽ മാത്രമാക്കി അല്ലെങ്കിൽ ഇസ്രായേലിലേക്ക് മാറ്റിയിരിക്കുന്ന അവസ്ഥ, അത് തന്നെ യഹൂദരുടെ ഇടയിലാണ് ഈ സുവിശേഷം ഈശോ പ്രസംഗിക്കുന്ന മത്തായിയുടെ സുവിശേഷത്തിൽ 10 നമ്മൾ കാണുന്നതാണ്. പിന്നെ നാലാമതായിട്ട് സാബത്ത് പാലിക്കുന്ന സമൂഹമായിട്ടാണ് മത്തായിയുടെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നത്. നിയമത്തിന് എതിരായി ഒന്നും ചെയ്യാതെ, എന്നാൽ നിയമത്തിനു വേണ്ടി മാത്രം നിങ്ങളുടെ പാലായനം സാബത്ത് ദിനത്തിലാവരുത് എന്ന പഴയ നിയമത്തിലെ അതേ എഴുത്ത് മത്തായിയുടെ 24, 20 നമ്മൾ കാണുന്നുണ്ട്. അതായത് പഴയ നിയമത്തിന്റെ ജീവിതചര്യകളുമായി വളരെയേറെ ഒത്തുപോകുന്ന രചനയാണ് ഈ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് നിസ്സംശയം പറയാൻ പറ്റും ഈ സുവിശേഷം എഴുതിയ ആള് ഒരു പക്ഷേ ഒരു യഹൂദ ക്രൈസ്തവൻ ആയിരുന്നു എന്നും. ഈശോയെ പിന്നെ നമ്മൾ കാണുന്ന വേറൊരു പ്രത്യേകതയാണ് ഈശോയെയും മോശയുമായിട്ട് ഭയങ്കരമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് 5 നീണ്ട പ്രസംഗങ്ങൾ നമ്മൾ ഈ സുവിശേഷത്തിൽ കാണുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം എന്തുകൊണ്ട് നമ്മളൊരു പഴയ അല്ലെങ്കിൽ ഒരു യഹൂദ ക്രൈസ്തവനാണ് ഇത് എഴുതിയത് എന്ന് പറയുന്നതിന്റെ കാരണങ്ങളാണ് നമ്മളിപ്പോ പറഞ്ഞത്. ഇനി ഇതുപോലെ തന്നെ നമുക്ക് ഇത് എഴുതിയ ആള് ഒരു വിജാതീയ ക്രൈസ്തവനാണ് എന്നും പറയാം. കാരണം രണ്ട് സംശയങ്ങളാണ്. ഇപ്പം ഒരു യഹൂദ ക്രൈസ്തവനാണെന്ന് പറയുന്നതിന്റെ കാരണങ്ങളാണ് നമ്മൾ പറഞ്ഞത്. അതേപോലെ തന്നെ നമുക്ക് പറയാൻ പറ്റും എന്താ, മത്തായി ഇത് എഴുതിയ ഈ സുവിശേഷകൻ എന്ന് പറയുന്നത് ഒരു വിജാതീയനായിരുന്നു. ക്രൈസ്തവൻ വിജാതീയനായ ഒരു ക്രൈസ്തവനായിരുന്നു. അതിന് കാരണങ്ങളും നമ്മൾ സുവിശേഷത്തിൽ സൂക്ഷിച്ചു നോക്കി നമുക്ക് കാണാൻ പറ്റും. ഒന്നാമതായിട്ട് ഈ സുവിശേഷം പ്രദാനം ചെയ്യുന്ന സാർവത്രിക രക്ഷയെ പറ്റിയുള്ള പ്രസ്താവനകൾ ഈ സുവിശേഷത്തിൽ ഉടനീളം നമ്മൾ കാണുന്നുണ്ട്. തുടക്കത്തില് യഹൂദർക്ക് വേണ്ടിയാണ് വന്നത് എന്ന് പറയുന്നുണ്ട്. ഈ സുവിശേഷത്തിന്റെ അവസാനം ആവുമ്പോഴേക്ക് അതിന്റെ സ്വഭാവം തന്നെ മാറിപ്പോകുന്നുണ്ട്. അതെന്തിനെ കുറിച്ച് കൂടുതൽ പറയുന്നത് അതിന്റെ സാർവത്രിക രക്ഷയെ പറ്റി. രക്ഷ എന്ന് പറയുന്നത് ഒരു തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനതയ്ക്ക് വേണ്ടി മാത്രമായി റിസർവ് ചെയ്തിട്ടുള്ളതല്ല, മറിച്ച് എല്ലാ ജനതകൾക്കും വേണ്ടിയാണ് എന്ന് ഈ സുവിശേഷത്തിൽ ഭയങ്കരമായിട്ട് നമുക്ക് കാണാൻ കഴിയും. പിന്നെ രണ്ടാമതായിട്ട് നമ്മൾ കാണുന്ന വേറൊരു പ്രത്യേകതയാണ് ആചാരങ്ങൾ ഒഴിവാക്കാനുള്ള മനോഭാവം. അതായത് പഴയ കാലത്തുള്ള പല ആചാരങ്ങളും അതിനെക്കുറിച്ച് ഈ സുവിശേഷങ്ങളിൽ തന്നെ നമ്മൾ കാണുന്നതാണ്. 15, 11, 20, 23, 25, 26 ഒക്കെ വായിക്കുകയാണെങ്കിൽ അത് പറയുന്നതാണ് ആന്തരികവും ബാഹ്യവുമായ ശുദ്ധിയെക്കുറിച്ച് പറയുമ്പോൾ അവൻ കൂടുതൽ പറയുന്ന കാര്യം എന്താണ്, കഴുകാത്ത കൈകൊണ്ട് ഭക്ഷിക്കുന്നത് ഒരിക്കലും ഒരാളെ അശുദ്ധനാക്കുന്നില്ല എന്ന് ഈ സുവിശേഷം പറഞ്ഞു വെക്കുകയാണ്. അന്നത്തെ കാലത്ത് യഹൂദരുടെ ഇടയിൽ കൈ കഴുകാതെ ക്ഷാളനം ചെയ്യാതെ ഭക്ഷണം കഴിക്കാൻ പാടില്ല എന്ന നിയമമുള്ളപ്പോഴാണ് ഈ സുവിശേഷകൻ എഴുതി വെക്കുന്നത് കൈ കഴുകി നീ ഭക്ഷണം കഴിക്കുന്നത് കൊണ്ട് നീ ഒരിക്കലും ശുദ്ധനാവുന്നില്ല എന്ന് തന്നെ ഈ സുവിശേഷം പറഞ്ഞു വെക്കുന്നത്. അതായത് ആചാരങ്ങളോട് വലിയ പ്രാധാന്യങ്ങൾ അല്ലെങ്കിൽ യഹൂദ ആചാരക്രമങ്ങൾക്ക് വലിയ പ്രാധാന്യങ്ങളൊന്നും ഈ സുവിശേഷത്തിൽ കൊടുക്കുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ഇത് വിജാതീയനായ ഒരു ക്രൈസ്തവനായിരിക്കാം എഴുതിയത് എന്ന് പറയാൻ ഒരു കാരണമാവാം. പിന്നെ സുവിശേഷത്തിലുള്ള നിയമ വിമർശനം, നിയമങ്ങളെ ഭയങ്കരമായിട്ട് വിമർശിക്കുന്നത് നമുക്ക് കാണാം. അവൻ ഇങ്ങനെ പറയുന്നത്, ഞാൻ കൽപ്പിച്ചവയെല്ലാം പഠിപ്പിക്കാൻ അവരെ പഠിപ്പിക്കണമേ എന്ന് നമ്മൾ 5:20 നമ്മൾ കാണുന്നുണ്ട്. പിന്നെ നമ്മൾ ഫരിസേയരുടെ നീതി ചിന്തയെ ഭയങ്കരമായിട്ട് വിമർശിക്കുന്നുണ്ട്. അരമായ സ്വാധീനത്തിന്റെ അഭാവം, അരമായിക് ഭാഷയും അതിന്റെ സ്വാധീനവും ഒക്കെ നമ്മൾ ഈ സുവിശേഷത്തിൽ അധികമായി കാണില്ല മാർക്കോസിന്റെ സുവിശേഷത്തെ അപേക്ഷിച്ച്. പിന്നെ സുവിശേഷകന്റെ സമൂഹം സിനഗോഗിനോട് അകൽച്ച പുലർത്തുകയും നമ്മൾ മാർക്കോസിന്റെ സുവിശേഷവും ലൂക്കായുടെ സുവിശേഷം എടുത്തു നോക്കി കഴിഞ്ഞാൽ ഈശോയുടെ കൂടുതൽ സമയം ഈശോയുടെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിന് ലൂക്കായുടെ സുവിശേഷം 4-16 നമ്മൾ തുടങ്ങുന്നത് അവനൊരു സിനഗോഗിലേക്ക് കടന്നു ചെന്ന് അവിടെ വെച്ചാണ് അവൻ തുടങ്ങുന്നത്. മാർക്കോസിന്റെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നുണ്ട് ഈശോയുടെ ആദ്യത്തെ അത്ഭുതങ്ങൾ അവൻ പ്രവർത്തിക്കുന്നത് സിനഗോഗുകളിലാണ്. എന്നാൽ മത്തായിയുടെ സുവിശേഷങ്ങളിൽ ഒത്തിരിയേറെ സിനഗോഗുകളിൽ നിന്നും കുറച്ച് അകന്നു നിൽക്കുന്ന ഒരു ക്രിസ്തുവിനെയാണ് നമ്മൾ
ഈ സുവിശേഷം വരച്ചു വെക്കുക. അതുപോലെ തന്നെ ഏഴാമതായിട്ട് നമ്മൾ കാണുന്നതാണ് സാബത്ത് നിയമങ്ങൾക്ക് വളരെ വലിയ പ്രാധാന്യമൊന്നും കൊടുക്കുന്നില്ല എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പം ഇങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ സുവിശേഷം എഴുതിയ ആൾ ആരാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ ഇതൊരു യഹൂദ ക്രൈസ്തവനാവാം. എന്നാൽ ഒരു പക്ഷേ അതിന്റെ കാരണങ്ങൾ നമുക്ക് പറയാനുണ്ട്. അതേപോലെ തന്നെ അതൊരു ഒരു ക്രൈസ്തവനായ അല്ലെങ്കിൽ വിജാതീയനായ ഒരു ക്രൈസ്തവൻ, യഹൂദനല്ലാതിരുന്ന ഒരു ക്രൈസ്തവനും ആവാൻ സാധ്യതയുണ്ട് എന്ന് നമുക്ക് പറയാം. ഈ രണ്ട് നിലപാടുകളിൽ അനുകൂലിക്കുന്നവർ ഒത്തിരിയേറെയുണ്ട്. പലസ്തീനയ്ക്ക് വെളിയിൽ ജനിച്ചു വളർന്ന യവന സംസ്കാരവുമായി അടുപ്പമുണ്ടായിരുന്ന ഒരു യഹൂദ ക്രൈസ്തവനായിരിക്കാം ഇത് എഴുതിയത് എന്ന് ഒരു കൂട്ടം പണ്ഡിതന്മാര് പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പൊ ഈ രചയിതാവ് ഇത് ആരാണെന്ന് കൃത്യമായി നിർണയിക്കാൻ നമുക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പഴയ നിയമ പരിജ്ഞാനമുള്ള ഒരു ക്രൈസ്തവൻ എന്നതിൽ കൂടുതലായി ഒന്നും പറയുവാനില്ല ആവില്ല എന്നതാണ് വാസ്തവം. അതായത് ഈ പുസ്തകം നമ്മൾ കൃത്യമായിട്ട് ആരെഴുതി എന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ചരിത്രകാരൻ പറയുന്നതനുസരിച്ച് മത്തായി എന്ന് പറയാം. എന്നാൽ മത്തായി ആണെങ്കിൽ മത്തായി എന്തിന് മാർക്കോസിനെ ആശ്രയിച്ചു എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് അതിനൊരു ഉത്തരവില്ല. അതുപോലെ തന്നെ ഇതിൽ നമ്മൾ വിജാതീയനായ ഒരു ക്രൈസ്തവൻ എഴുതിയ ഒരു ഭാഷയും കാണാം. എന്നാൽ അതേപോലെ തന്നെ യഹൂദ ക്രൈസ്തവനായ ഒരാൾ എഴുതിയതിന്റെ പ്രാധാന്യം നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. എന്നാൽ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനെ ഒന്ന് ചുരുക്കി പറയുകയാണെങ്കിൽ പഴയ നിയമത്തിനെ കുറിച്ച് നല്ല പരിജ്ഞാനം ഉണ്ടായിരുന്ന ഒരു ക്രൈസ്തവൻ എന്നേ നമുക്ക് കൃത്യമായിട്ടും പറയാൻ പറ്റുള്ളൂ. ഇനി ഇത് എഴുതിയ സ്ഥലവും അല്ലെങ്കിൽ ഈ രചന ചെയ്ത സമയവും ഏതാണെന്ന് നോക്കുകയാണെങ്കിൽ ഇത് ഏകദേശം ഒരു പക്ഷേ ഒരുവിധം പണ്ഡിതന്മാരെല്ലാം, ദൈവശാസ്ത്ര പണ്ഡിതന്മാരെല്ലാം പറയുന്നത് സിറിയയിൽ വെച്ചായിരിക്കാം ഇത് എഴുതപ്പെട്ടിരിക്കുന്നതെന്നാണ്. അന്നത്തെ സിറിയയിൽ വെച്ച് സുവിശേഷത്തിലെ യഹൂദ ക്രൈസ്തവ സൂചനകളും ഡിഡാക്കെ അന്നുണ്ടായിരുന്ന പഴയ പിതാക്കന്മാരുടെ സഭാപിതാക്കന്മാരെഴുതിയ അന്നത്തെ വേദപാഠമായിരുന്ന ഡിഡാക്കെ, അന്ത്യോക്യയിലെ ഇഗ്നേഷ്യസും ഒക്കെ പറയുന്നതനുസരിച്ച് ഇതിൽ സിറിയ എന്ന് നമ്മൾ പറയുമ്പോൾ ഓർക്കണം, അതൊരു പക്ഷെ അന്ത്യോക്യ ആയിരിക്കാം, ഡമാസ്കസ് ആയിരിക്കാം, സെദോൻ ആയിരിക്കാം, ടൈർ ആയിരിക്കാം. ഇങ്ങനെയുള്ള സിറിയയുടെ ഏതെങ്കിലും ഒരു ഭാഗത്ത് വെച്ച് എഴുതപ്പെട്ടിരിക്കുന്നതായിരിക്കാം എന്ന് നമുക്ക് പറയാം. അതുപോലെ തന്നെ ഇത് ഗ്രീക്ക് ഭാഷയിലാണ് എഴുതപ്പെട്ടിരിക്കുന്നത് നമുക്ക് പറയാൻ പറ്റും. ഇനി ഭൂരിപക്ഷം പണ്ഡിതന്മാരും പറയുന്നത് ഇത് ഏകദേശം AD 70കളിൽ, അതായത് ക്രിസ്തു മരിച്ചതിന് ഒരു 40 വർഷങ്ങൾക്ക് ശേഷം, ഏകദേശം ഒരു 40 വർഷത്തിന് ശേഷമാണ് മത്തായിയുടെ സുവിശേഷം രചിക്കപ്പെട്ടിട്ടുണ്ടാവുക. 70 മുതൽ 85 വരെയുള്ള വർഷങ്ങൾക്കിടയിലായിരിക്കാം ഈ സുവിശേഷം എഴുതപ്പെട്ടിരിക്കുന്നത് എന്നാണ് പറയുന്നത്. കാരണം ഇഗ്നേഷ്യസ് 110-ാം ആണ്ടിൽ ജീവിച്ചിരുന്ന സെന്റ് ഇഗ്നേഷ്യസ് ഇതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. അപ്പൊ നമുക്കറിയാം അത് ഇതിനു മുമ്പ് എഴുതിയതായിരിക്കാം. പിന്നെ അതിൽ തന്നെ നമ്മൾ ദേവാലയത്തിന്റെ നാശത്തെക്കുറിച്ച് നമ്മൾ ഈ സുവിശേഷങ്ങളിൽ കേൾക്കുന്നുണ്ട്. ഈശോ പറയുന്നതിനെ നമ്മൾ കേൾക്കുന്നുണ്ട്. ഈ ദേവാലയത്തിന്റെ നാശം സംഭവിക്കുന്നത്, ജെറുസലേം ദേവാലയം നശിപ്പിക്കപ്പെടുന്നത് AD 70-ലാണ്. അപ്പൊ മത്തായി അറിഞ്ഞിരുന്നു എന്നതാണ് നമുക്ക് മനസ്സിലായത്. AD 70-ൽ ഇത് നശിപ്പിച്ചു എന്ന് പറയുമ്പോൾ AD 70-ന് ശേഷമായിരിക്കാം. കാരണം ഇതിനെക്കുറിച്ച് മത്തായിയുടെ സുവിശേഷത്തിൽ പ്രതിപാദിക്കുന്നു എന്നതുകൊണ്ട് തന്നെ നമുക്കറിയാം ഇത് എഴുതിയിരിക്കുന്നത് ഏകദേശം 70-നും 85-നും ഇടയിലുള്ള സമയമായിരിക്കും. കാരണം AD 70-ലാണ് ഈ ദേവാലയം അല്ലെങ്കിൽ ഈ ജെറുസലേം ദേവാലയം നശിപ്പിക്കപ്പെട്ടത്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഇതിനെ AD 70-ല് സിറിയയിൽ വെച്ച് ഗ്രീക്കിൽ എഴുതപ്പെട്ട ഒരു പുസ്തകമാണ് എന്ന് നമുക്ക് വേണമെങ്കിൽ ചുരുക്കി പറയാം. ഇനി ഇത് ആർക്കു വേണ്ടി എഴുതപ്പെട്ടു? ഇനിയിപ്പോ നമ്മൾ പറഞ്ഞു ഈ സുവിശേഷം ആരെഴുതി, എപ്പോഴെഴുതി, എങ്ങനെ എഴുതി നമ്മൾ പറഞ്ഞു. ഇനി ഇത് ആർക്കു വേണ്ടിയാണ് മത്തായിയുടെ സുവിശേഷം മത്തായി എഴുതിയത് എന്നും കൂടി അറിയുന്നത് നല്ലതാണ്. അപ്പൊ നമ്മൾ പറയുന്നു പ്രത്യേകമായിട്ട് മത്തായിയുടെ സുവിശേഷം നമ്മൾ പറഞ്ഞു യഹൂദ മതവുമായിട്ട് വളരെയേറെ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു സുവിശേഷമാണിത്. അതുകൊണ്ട് തന്നെ യഹൂദ മതവുമായി വേർപിരിഞ്ഞു തുടങ്ങിയ ഒരു ക്രൈസ്തവ സമൂഹത്തിലാണ് സുവിശേഷത്തിന്റെ ഉത്ഭവം. അതായത് പതുക്കെ പതുക്കെ യഹൂദ മതവുമായി ക്രിസ്തീയ മതത്തിന് ആദ്യം നമുക്കറിയാം, ആദ്യത്തെ 1-2 നൂറ്റാണ്ടുകളിൽ യഹൂദര് ഭയങ്കരമായിട്ടും എതിർത്തിരുന്ന ഒരു സമൂഹമായിരുന്നു ക്രിസ്തീയ സമൂഹം. അതുകൊണ്ട് തന്നെ ഇവർ തമ്മിലുണ്ടായിരുന്ന ഈ എതിർപ്പിന്റെ സമയത്താണ് ഈ ഒരു സുവിശേഷത്തിന്റെ ഉത്ഭവം. അപ്പം ഈ സുവിശേഷത്തിന്റെ സ്വീകർത്താക്കൾ ക്രൈസ്തവർ ഒരുപക്ഷെ പീഡിക്കപ്പെട്ടിരിക്കാനും സാധ്യതയുണ്ട്. അപ്പൊ യഹൂദരാൽ പീഡിപ്പിക്കപ്പെട്ട ഒരു ക്രൈസ്തവർക്ക് അല്ലെങ്കിൽ റോമാക്കാരാൽ പീഡിപ്പിക്കപ്പെട്ട ഒരു ക്രൈസ്തവ സമൂഹത്തിന് വേണ്ടി ആയിരിക്കാം ഇത് എഴുതിയിരിക്കുന്നത് എന്ന് നമുക്ക് കുറേയേറെ ബൈബിൾ വചനങ്ങള്, നിങ്ങളുടെ സിനഗോഗുകൾ എന്നൊക്കെ അവൻ പറയുമ്പോൾ കൃത്യമായിട്ട് നമുക്കറിയാം ഇത് ഉദ്ദേശിക്കുന്നത് എന്തായിരുന്നു മത്തായി എടുത്ത് കാണിക്കുന്നുണ്ട്. അപ്പം ഒരു പക്ഷേ നമുക്ക് പറയാം ഒരു സമൂഹത്തിനായല്ല മത്തായി ഇത് എഴുതിയത്,
വിവിധ സമൂഹങ്ങൾക്കാണ് എന്ന ആശയത്തിന് ഇപ്പോൾ പ്രാമുഖ്യം കിട്ടുന്നുണ്ട്. അപ്പൊ അന്നത്തെ കാലത്തും വിശ്വസിച്ചിരുന്നു ഇത് യഹൂദരുടെ ഇടയിൽ നിന്നും പീഡിപ്പിക്കപ്പെട്ട അല്ലെങ്കിൽ റോമക്കാരുടെ ഇടയിൽ നിന്നും പീഡിപ്പിക്കപ്പെട്ട ക്രിസ്ത്യാനികൾക്ക് വേണ്ടി എഴുതപ്പെട്ട അല്ലെങ്കിൽ യഹൂദരായ ക്രിസ്തീയർക്ക് വേണ്ടി എഴുതപ്പെട്ടത് എന്ന് നമ്മൾ പറയുന്നു. എന്നാൽ ഇന്ന് നമ്മൾ നോക്കുമ്പോൾ അതിന്റെ സാർവദേശികമായ മൂല്യങ്ങളും അല്ലെങ്കിൽ അത് കൊടുക്കുന്ന രക്ഷാകര പദ്ധതിയുടെ ഒരു സന്ദേശവും നോക്കുകയാണെങ്കിൽ അത് എഴുതപ്പെട്ടിരിക്കുന്ന ഒരു പ്രത്യേക സമൂഹത്തിന് വേണ്ടി മാത്രമല്ല, മറിച്ച് വിവിധ സമൂഹങ്ങൾക്ക് വേണ്ടിയാണ് മത്തായി സുവിശേഷം എഴുതിയത് എന്ന് നമുക്ക് വേണമെങ്കിൽ ഇന്ന് പറയാം. നമ്മൾ ഇതിന്റെ സ്രോതസ് എങ്ങനെയാണ് ഞാൻ നേരത്തെ ഈ സ്രോതസ്സിനെ കുറിച്ച് ഒന്ന് സൂചിപ്പിച്ചിരുന്നു. സുവിശേഷങ്ങളുടെ എല്ലാം സ്രോതസ് എന്ന് നമ്മൾ യഥാർത്ഥത്തിൽ പറയുകയാണെങ്കിൽ ഏകദേശം 4 തരത്തിലുള്ള സ്രോതസ്സുകളെ കുറിച്ച് നമുക്ക് പറയാം. ഒന്ന്, അന്ന് സംഭവിച്ച കാര്യങ്ങൾ. ഇപ്പം ലേവി എന്ന് പറയുന്ന അപ്പസ്തോലൻ കണ്ട് അനുഭവിച്ച് വളർന്ന സാക്ഷ്യപ്പെടുത്തിയ കാര്യങ്ങൾ, ഈ അനുഭവങ്ങൾ ക്രിസ്തു അനുഭവങ്ങൾ, നേരിട്ട് അനുഭവിച്ച കാര്യങ്ങൾ അല്ലെങ്കിൽ സംഭവങ്ങൾ, ഇവന്റ്സ്, ഇത് ഒരു സോഴ്സ് ആയിരിക്കും. രണ്ടാമത് അതിനുശേഷം ഉണ്ടാകുന്ന ഓറൽ ട്രഡീഷൻസ്, വായ്മൊഴിയായിട്ട് ക്രിസ്തു നമുക്കറിയാം 33 മരിച്ചെങ്കിലും AD 33 കൊല്ലപ്പെടുന്നത്. എന്നാൽ അതിനുശേഷം ഉണ്ടായിരുന്ന 40 വർഷങ്ങൾ അപ്പസ്തോലന്മാരാലും പിന്നീട് ക്രിസ്തു ശിഷ്യന്മാരും വാമൊഴിയായിട്ടാണ് ഇത് പലരും പറഞ്ഞു വന്നത്. അന്ന് ക്രിസ്തു പറഞ്ഞപ്പോഴോ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചപ്പോഴോ ആരും ഒരു റിപ്പോർട്ട് ഇന്നത്തെ പോലെ എഴുതിയുണ്ടാക്കുകയല്ല ചെയ്തത്. എന്നാൽ അതിന് കുറെ കാലങ്ങൾക്ക് ശേഷം എഴുതപ്പെട്ടതാണ്. ഇതൊരു 30-40 വർഷങ്ങൾക്ക് ശേഷം. അപ്പോൾ അത്രയും കാലം ഒരു തലമുറ വായ്മൊഴിയായി പറഞ്ഞു വന്ന കാര്യങ്ങൾ, അപ്പം സംഭവങ്ങള് വായ്മൊഴിയായി വന്നത്, പിന്നെ ഈ വായ്മൊഴിയായി വന്നതിനെ എഴുതി വെച്ചത്, അതോടൊപ്പം തന്നെ സുവിശേഷങ്ങൾ. അതായത് നമ്മൾ പറഞ്ഞതുപോലെ മാർക്കോസിന്റെ സുവിശേഷം, ഏറ്റവും ആദ്യം എഴുതപ്പെട്ട മാർക്കോസിന്റെ സുവിശേഷം. ഇങ്ങനെ 4 തരത്തിലുള്ള സ്രോതസ്സുകളെയാണ് യഥാർത്ഥത്തിൽ നമ്മൾ കാണുക. സമവീക്ഷണ സുവിശേഷങ്ങളുടെ പരസ്പര ബന്ധത്തെക്കുറിച്ച് നമ്മൾ കാണുമ്പോൾ മാർത്തായി, മാർക്കോസും ലൂക്കായിലും നമ്മൾ പൊതുവായി ഈ സ്രോതസ്സുകളെ നമുക്ക് കാണാൻ കഴിയും. അതിനെ നമ്മൾ യഥാർത്ഥത്തിൽ ഇതിൽ രണ്ടിലും ഇല്ലാത്തത് നമ്മൾ ക്യൂ സോഴ്സ് എന്നാ പറയുക. ക്യൂ സോഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഏകദേശം ഒരു 80% വരെ മാർക്കോസിന്റെ സുവിശേഷത്തിൽ നിന്നാണ് മത്തായിയുടെ സുവിശേഷം എഴുതപ്പെട്ട. എല്ലാ സുവിശേഷങ്ങളിലും നമ്മൾ കാണാം. എന്നാൽ ബാക്കി സുവിശേഷങ്ങളിൽ കാണാത്തതും എന്നാൽ മത്തായിയിൽ മാത്രമായും കാണപ്പെടുന്ന ചില ഭാഗങ്ങളുണ്ട്. അപ്പോൾ ഈ ഭാഗങ്ങളെയാണ് നമ്മൾ എന്ത് പറയുക, അതൊരു അൺനോൺ സോഴ്സ് തന്നെ, നമുക്കറിയത്തില്ല അത് എവിടെ നിന്നാണ് മത്തായിക്ക് ഇത് കിട്ടിയതെന്ന് നമുക്കറിയത്തില്ല. അതുപോലെ തന്നെ മാർക്കോസിന് എവിടെ നിന്ന് കിട്ടിയെന്ന് നമുക്കറിയത്തില്ല, ലൂക്കായ്ക്ക് എവിടെ നിന്ന് കിട്ടിയെന്ന് അറിയത്തില്ല. ആ ഫാക്ടറിനെയാണ് നമ്മൾ ക്യൂ എന്ന് പറയുന്നത്. അതായത് അൺനോൺ സോഴ്സസ്, നമുക്ക് അറിയാത്ത കുറച്ച് സ്രോതസ്സുകൾ. അപ്പം ഇതായിരിക്കാം യഥാർത്ഥത്തില് ഈ സുവിശേഷം എഴുതുന്നതിന്റെ യഥാർത്ഥ സ്രോതസ്, എവിടുന്ന് ഇത് എഴുതി പൂർത്തിയാക്കി എന്ന്. ഇത് വിശുദ്ധ പൗലോസ് അപ്പോസ്തലനെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ ദൈവശാസ്ത്രവുമായി മത്തായിയുടെ സുവിശേഷത്തിന്റെ ബന്ധം പല ഗവേഷകരും ചൂണ്ടിക്കാണിക്കുന്നുണ്ട് കേട്ടോ. ന്യായവിധി, നിയമം, സാർവത്രിക രക്ഷ, ഇതുപോലെയുള്ള പ്രത്യേക കാര്യങ്ങളെല്ലാം നമ്മൾ പൗലോസ് അപ്പോസ്തലനിലും മത്തായിലും ഒരുപോലെ കാണുന്ന 2-3 പ്രധാനപ്പെട്ട വിഷയങ്ങളാണിത്. ഡിഡാക്കെ, ഇഗ്നേഷ്യത്തിന്റെ ലേഖനങ്ങൾ, ഇവയുടെ രചയിതാക്കൾ മത്തായിയുടെ സുവിശേഷത്തെ ആശ്രയിച്ചിട്ടുണ്ടെന്ന് ചില പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നു. അപ്പോൾ മത്തായിൽ മാത്രം കണ്ടുവരുന്ന ചില നമ്മൾ പറഞ്ഞ ക്യൂ സോഴ്സുകളുള്ള മത്തായിൽ മാത്രം കാണുന്ന ചില ഭാഗങ്ങളുണ്ട്. അപ്പം അത് ചില ഉപമകളുണ്ട്, അതിനകത്ത് അത്ഭുതങ്ങളുണ്ട്, ഉദ്ധിതന്റെ പ്രത്യക്ഷീകരണ വിവരണങ്ങൾ, അതായത് ഈശോയുടെ ഉത്ഥാനത്തിന് ശേഷം ഉണ്ടാകുന്ന വിവരണങ്ങൾ, യേശുവിന്റെ ചില വചനങ്ങൾ, ഇങ്ങനെ 5 തരത്തില് മത്തായിൽ മാത്രം കാണുന്ന ചില സുവിശേഷ വിവരണങ്ങളുണ്ട്. അതായത് അത് അത്ഭുതങ്ങളാവാം, ഉപമകളുണ്ട്, ഉദ്ധിതന്റെ പ്രത്യക്ഷീകരണ അനുഭവങ്ങള്, വിവരണങ്ങള്, യേശുവിന്റെ വചനങ്ങള്, ഇങ്ങനെ നമുക്ക് ഇതിനെ 5 ആയിട്ട് തിരിക്കാൻ പറ്റും. ഇനി ഈശോയുടെ ഈ ഭാഷണങ്ങളെ നമുക്ക് തിരിക്കുമ്പോൾ നമുക്ക് വിവരണങ്ങളാക്കി തിരിക്കാം. ഉപമകള്, അത്ഭുതങ്ങൾ, ഉദ്ധിതന്റെ പ്രത്യക്ഷീകരണങ്ങള്, യേശു വചനങ്ങള്, ഇങ്ങനെ നമുക്ക് 5 ആയിട്ട് ഇതിനെ തിരിക്കാൻ പറ്റും. അതിന് ഓരോന്നിനെ നോക്കുകയാണെങ്കിൽ വിവരണങ്ങളുടെ തുടക്കത്തിൽ നമ്മൾ 1 മുതൽ 28 വരെ പല ഭാഗങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ഈ വിവരണങ്ങൾ കാണിക്കുന്നുണ്ട്. ഈശോയുടെ ജനന സംബന്ധമായ വിവരണങ്ങൾ കൊടുക്കുന്നുണ്ട്, യോഹന്നാന്റെ വിവരണം കൊടുക്കുന്നുണ്ട്, യൂദാസിന്റെ മരണത്തെക്കുറിച്ച് പറയുന്നുണ്ട്, പിലാത്തോസിന്റെ ഭാര്യയുടെ സ്വപ്നത്തെക്കുറിച്ച് വിവരിക്കുന്നുണ്ട്, പിലാത്തോസിന്റെ കൈ കഴുകല്, ഇതൊക്കെ നമ്മൾ മത്തായിയിൽ മാത്രം കാണുന്ന പ്രത്യേകതകളാണ് കേട്ടോ. മരിച്ചവരുടെ ഉത്ഥാനത്തെക്കുറിച്ചുള്ള ഈശോയുടെ പ്രഭാഷണം,
പിന്നെ കല്ലറയുടെ കാവൽക്കാരെ കുറിച്ച് പറയുന്നത് അത് മാത്രം നമ്മൾ മത്തായിയിൽ മാത്രം കാണുന്നതാണ്. കല്ലറ കാവൽക്കാരുടെ അസത്യ പ്രചരണം, അവർക്ക് പൈസ കൊടുത്തിട്ട് അവരെ കൊണ്ട് പറയിപ്പിക്കുകയാണ് ഈ ബോഡി ഇവിടുന്ന് ആരോ എടുത്തുകൊണ്ടുപോയി എന്ന് പറയിപ്പിക്കും. നമ്മൾ ലൂക്കായിലും മാർക്കോസിലും ഒന്നും നമ്മൾ ഈ സുവിശേഷത്തിന്റെ വിവരങ്ങൾ നമ്മൾ കാണുന്നില്ല. ഇത് മാർക്കോസിൽ മത്തായിയിൽ മാത്രമേ കാണുന്നുള്ളൂ. അതുപോലെ തന്നെ ഉപമകൾ, ചില ഉപമകൾ മത്തായിയിൽ മാത്രം കാണുന്ന ചില ഉപമകളുണ്ട്. ഗോതമ്പ് വയലിൽ ഉണ്ടാവുന്ന കളകളെ കുറിച്ചുള്ള ഉപമകള്, വയലിലെ നിധി, രത്നം, വല, ചെറിയ ഉപമകളാണ്. എന്നാൽ ഈ ഉപമകളെല്ലാം തന്നെ മത്തായിയിൽ മാത്രം നമ്മൾ കാണുന്ന ചില ഉപമകളാണ്. പിന്നെ ജ്ഞാനിയായ വീട്ടുടമസ്ഥന്റെ ഉപമ, നിർദ്ദയനായ ഭൃത്യന്റെ ഉപമ, മുന്തിരിത്തോട്ടത്തിലെ ജോലിക്കാരുടെ ഉപമ, 2 പുത്രന്മാര്, 10 കന്യകകള്, അന്ത്യവിധി. ഇങ്ങനെ ഇതുപോലെ തന്നെ നമുക്ക് ലൂക്കായുടെ സുവിശേഷം നോക്കിയാലും കാണാം കേട്ടോ. ലൂക്കായുടെ മാത്രമായിട്ട് നമ്മൾ കാണുന്ന ചില ഇതുണ്ട്. ലൂക്കായുടെ മുടി ധൂർത്തപുത്രന്റെ കഥയൊക്കെ, നമ്മുടെ സമരിയക്കാരിയുടെ കഥയൊക്കെ നമ്മൾ വേറെ ഒരു സുവിശേഷങ്ങളിലും കാണുന്നില്ല. അപ്പൊ ഇത് അവർക്ക് മാത്രമായിട്ട് കിട്ടിയ ചില സോഴ്സുകളാണ്. അപ്പോൾ നമ്മൾ മത്തായി സുവിശേഷത്തിലും ഇതുപോലെ നമ്മൾ പ്രത്യേകത കാണുന്നുണ്ട്. പിന്നെ അത്ഭുതങ്ങൾ കാണിക്കുന്ന, ഈശോയുടെ നടത്തുന്ന ചില അത്ഭുതങ്ങൾ വേറെ ഒരു സുവിശേഷം നമ്മൾ കാണുന്നില്ല. പ്രത്യേകമായിട്ടും അന്ധർക്ക് മൂമനം കൊടുക്കുന്ന സൗഖ്യം, കടലിൽ താഴ്ന്നു പോകുന്ന പത്രോസിനെ കുറിച്ച് നമ്മൾ കാണുന്നുണ്ട്. മത്സ്യത്തിന്റെ വായിലെ നാണയം എടുത്ത് നികുതി കൊടുക്കാൻ പറയുന്നത്, ദേവാലയത്തിൽ വെച്ച് നൽകുന്ന രോഗശാന്തി. ഇതും നമ്മൾ ഈ അത്ഭുതങ്ങൾ, ഈ പ്രത്യേക അത്ഭുതങ്ങൾ നമ്മൾ മത്തായിയിൽ മാത്രമേ കാണുന്നുള്ളൂ. പിന്നെ പ്രത്യക്ഷീകരണത്തെ കുറിച്ച്, ഈശോയുടെ ഉത്ഥാനത്തിന് ശേഷം അവൻ മറ്റുള്ളവർക്കോട് പ്രത്യക്ഷപ്പെടുന്നത്, ഈശോ സ്ത്രീകൾക്ക് പ്രത്യക്ഷനാവുന്നതിനെ കുറിച്ച് ലൂക്കായും പറയുന്നുണ്ട്. ഇതിനെക്കുറിച്ച് ഗലീലിയയിലെ ഒരു മലയിൽ വെച്ചുള്ള പ്രത്യക്ഷീകരണം, ഇത് നമ്മൾ മത്തായിയിൽ മാത്രം കാണുന്ന ഒരു സുവിശേഷമാണ്, പ്രത്യേകതയാണ്. പിന്നെ യേശുവിന്റെ ചില വചനങ്ങൾ, സുവിശേഷ ഭാഗ്യങ്ങൾ, മലയിലെ പ്രസംഗങ്ങൾ. ഇപ്പൊ ഇതിനോടനുബന്ധിച്ച് തന്നെ നമ്മൾ ലൂക്കായിൽ ഇത് കാണുന്നുണ്ട്. നിയമത്തിന്റെ പൂർത്തീകരണത്തെ കുറിച്ച് പറയുന്ന, കൊലപാതകത്തെ പറ്റി, വ്യഭിചാരം, വിവാഹമോചനം, ആണയിടൽ, ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ നമ്മൾ മത്തായിയിൽ മാത്രം കാണുന്ന 5 തരത്തിലുള്ള പ്രത്യേക നമ്മൾ കാണുന്ന വിവരണങ്ങൾ, ഉപമകള്, അത്ഭുതങ്ങൾ, ഉദ്ധിതന്റെ പ്രത്യക്ഷീകരണങ്ങൾ, അല്ലെങ്കിൽ യേശുവിന്റെ വചനങ്ങൾ. അപ്പോൾ ഇതാണ്. ഇനി ഇതിന്റെ ഈ ഭാഷയും സാഹിത്യ ശൈലിയും ഇനി നമ്മൾ നോക്കുവാണെങ്കിൽ, ഈ യഹൂദ സ്വഭാവം നമ്മൾ നേരത്തെ പറഞ്ഞു, ഏറ്റവും കൂടുതൽ യഹൂദരുടെ സ്വഭാവത്തെ വരച്ചു കാണിക്കുന്ന ഒരു സുവിശേഷമാണ് മത്തായിയുടെ സുവിശേഷം. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. ഇനി ഈ പഴയ നിയമത്തിൽ ഏകദേശം 130 ഉദ്ധരണികൾ നമ്മൾ മത്തായിയുടെ സുവിശേഷത്തിൽ കാണുന്നു. അതിലും 43 പൂർണ്ണമായി തന്നെ, അതാ ഞാൻ നേരത്തെ ആദ്യം പറഞ്ഞത്, ഇത് എഴുതിയ ഒരു പക്ഷേ ഒരു യഹൂദ ക്രൈസ്തവനാണ് എന്ന് നമ്മൾ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു പഴയ നിയമവുമായി ഒത്തിരിയേറെ കാര്യങ്ങൾ ഇഴപിഴഞ്ഞ് കിടക്കുന്നു. മാത്രമല്ല പഴയ നിയമത്തിലെ ഒത്തിരിയേറെ വചനങ്ങൾ അതേപോലെ തന്നെ നമ്മൾ മത്തായിയുടെ സുവിശേഷത്തിലും കാണുന്നുണ്ട്. അതിനൊരു കാരണം നമ്മൾ പറയുന്നത്, ഈ ഭാഷയെ ഇവർ ഒരു പക്ഷേ യഹൂദനായിരിക്കാം ഇത് എഴുതിയത് എന്ന് പറയുന്നു. എന്നാൽ 130 പഴയ നിയമ ഉദ്ധരണികൾ നമ്മൾ മത്തായിയുടെ സുവിശേഷത്തിൽ കാണുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ 130 എണ്ണത്തില് 43 നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. 43 അതേപടി പൂർണ്ണമായും അതേപടി കട്ട് ആൻഡ് പേസ്റ്റ് നമ്മൾ പറയുമല്ലോ, അതുപോലെ തന്നെ എഴുതി വെച്ചിരിക്കുകയാണ്. അതിന്റെ വിവരണമാണ് പിന്നെ കൊടുത്തിരിക്കുന്നത്. കാരണം എന്ത് വേണ്ടിയിട്ടാണ്? കർത്താവ് പ്രവാചകൻ വഴി അരുളി ചെയ്തത് പൂർത്തിയാകാൻ വേണ്ടിയാണ് ഇതെല്ലാം സംഭവിച്ചത് എന്ന് ഒരു 12 പ്രാവശ്യം നമ്മൾ മത്തായിയുടെ സുവിശേഷത്തിൽ കാണുന്നത്. അതായത് പഴയ നിയമത്തിന്റെ പൂർത്തീകരണത്തിന് വേണ്ടിയാണ്, പ്രവാചകന്മാരിലൂടെ പഴയ നിയമത്തിൽ പറഞ്ഞു വെച്ച കാര്യങ്ങളുടെ പൂർത്തീകരണമാണ് പുതിയ നിയമത്തിലൂടെ ക്രിസ്തുവിലൂടെ സംഭവിച്ചത് എന്ന് മത്തായി അടിവരയിട്ട് 12 പ്രാവശ്യം പറയുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇനി പഴയ നിയമത്തിൽ നിന്ന് വാക്യങ്ങൾ എടുത്ത് അവയെ ഈശോയോട് ബന്ധപ്പെടുത്തി വ്യാഖ്യാനിക്കുകയാണ് മത്തായി പ്രത്യേകിച്ച് ചെയ്യുന്നത്. സമകാലീന യഹൂദ വ്യാഖ്യാന സമ്പ്രദായത്തോടും കുംബ്രാനിലെ വിഖ്യാത രീതികളോടും മത്തായി സാധർമ്മ്യം പുലർത്തുന്നുണ്ട്. ചില പണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ ഹെബ്രായ ഭാഷയിൽ മത്തായി എഴുതി എന്ന് പറഞ്ഞപ്പോൾ ഉദ്ദേശിച്ചത് ഇത് തന്നെയാണ്. ഹെബ്രായ ഭാഷ കൊണ്ട് അദ്ദേഹം സൂചിപ്പിക്കുന്നത് ഹെബ്രായ ഭാഷയിൽ അല്ല അത് എഴുതപ്പെട്ടതെങ്കിൽ ഹെബ്രായക്കാരുടെ ആശയപ്രകാശന രീതി അതേപടി അദ്ദേഹം ഉപയോഗിച്ചു എന്നതേ അതിനർത്ഥമുള്ളൂ. അതായത് ഹീബ്രുവിലല്ല അത് എഴുതിയത്, സാഹിത്യ ശൈലി, സങ്കേതങ്ങൾ മുതലായവയൊക്കെ മത്തായി ഉപയോഗിച്ചു എന്നർത്ഥം. ഇനി മാർക്കോസിന്റെ ഭാഷ പരിഷ്കരിക്കാൻ മത്തായി ഉദ്യമിക്കുന്നത് ക്ലാസിക്കൽ ഗ്രീക്ക് ശൈലിയെ, നമ്മൾ ആ ഗ്രീക്കിനെ നമ്മൾ പറയുന്ന പേരാണ് കൊയിനോ ഗ്രീക്ക് എന്ന്. അതായത് സാധാരണ അന്ന് നിലവിലുണ്ടായിരുന്ന കൊയിനോ ഗ്രീക്ക് എന്ന് പറയുന്ന ഒരു ഭാഷയിലാണ്, ഒരു ഡയലക്റ്റ് ആണ്, അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്ന ഒരു ഗ്രീക്കിന്റെ ഒരു ഡയലക്റ്റിലാണ് ഇത് എഴുതപ്പെട്ടിരിക്കുന്നത്. ഹീബ്രുവിലല്ല, ഗ്രീക്കിലാണ് ഇതിനെ നമ്മൾ ഹെലനിസ്റ്റിക് എന്നും പറയാറുണ്ട്, ഹെലനിസ്റ്റിക് ലാംഗ്വേജ് എന്നും പറയാറുണ്ട്, അല്ലെങ്കിൽ കൊയിനോ ഗ്രീക്ക്. ഈ 2 ഭാഷയിലായിരിക്കുക, ഈ ഒരു ഭാഷയിലാണ്
മത്തായി ഈ സുവിശേഷം എഴുതിയത്. അതിന്റെ സാഹിത്യ ശൈലി എന്ന് പറയുന്നത് പഴയ നിയമത്തിലെ ഹെബ്രായ ലേഖനങ്ങൾ എഴുതിയ ഹെബ്രായ ഭാഷയിൽ എഴുതപ്പെട്ട പഴയ നിയമത്തിന്റെ പാത പിന്തുടർന്ന് അതേ ശൈലിയാണ്, എങ്കിലും അത് എഴുതിയത് കൊയിനോ ഗ്രീക്കിലാണ് എന്ന്. ഇനി ഈ പാഠത്തെ നമുക്ക് പലതരത്തില് പണ്ഡിതന്മാര്, ദൈവശാസ്ത്ര പണ്ഡിതന്മാർ ഇതിനെ പലതരത്തിൽ ഡിവൈഡ് ചെയ്യുന്ന പലതരത്തിലുള്ള ഡിവിഷൻ നമ്മൾ കാണാം. അല്ലെങ്കിൽ 28 അധ്യായങ്ങളെ നമ്മൾ ഇങ്ങനെ പലതായിട്ട് ഡിവൈഡ് ചെയ്യുന്ന പല രീതികൾ കാണാം പഠനത്തിന് വേണ്ടിയിട്ട്. അതിൽ 3 പ്രധാനപ്പെട്ട പഠന രീതികളാണ് നമ്മൾ ഇപ്പോൾ ശ്രദ്ധിക്കാൻ പോകുന്നത്. അതായത് മത്തായിയുടെ സുവിശേഷത്തിലെ 1 മുതൽ 28 വരെയുള്ള അധ്യായങ്ങളെ ചിലര് 5 ആയിട്ട് വിഭജിച്ചിരിക്കുന്നു. മറ്റു ചിലർ അതിനെ വെറുതെ 2 ആയിട്ട് വിഭജിച്ചു. പിന്നെ ഒരു ഇൻട്രഡക്ഷനും ഒരു അവസാനം കൊടുത്തു. എന്നാൽ അവസാനത്തെ 3 തരത്തിലുള്ള വിഭജനമാണ് കേട്ടോ. ഒന്ന് 5 ആയിട്ട് വിഭജിക്കുന്നു, പ്രഭാഷണങ്ങളെ ആധാരമാക്കി 5 ഭാഗങ്ങളായിട്ട് വിഭജിക്കുന്നു. രണ്ടാമതൊരു രീതി നമ്മൾ കാണുന്നത് പ്രധാനമായും 2 ആയിട്ട് വിഭജിക്കുന്നു, പിന്നെ അതിനൊരു ആമുഖവും അതിനൊരു കൺക്ലൂഷനും കൊടുക്കുന്നു. ഇനി മൂന്നാമത്തെ ഒരു വിഭജനം നമ്മൾ കാണുന്നത് പണ്ഡിതന്മാർ വിഭജിക്കുന്ന വിവരണവും പ്രഭാഷണവും ഇടകലർന്ന ഒരു വിഭജന രീതി നമ്മൾ കാണുന്നുണ്ട്. വിവരണം കൊടുക്കുന്നു, അതിന്റെ പ്രഭാഷണം കൊടുക്കുന്നു. 1 മുതൽ 4 വരെ വിവരണം കാണിക്കുന്നു, എന്നാൽ അതിന്റെ പ്രഭാഷണം നമ്മൾ 5 മുതൽ 7 വരെ കാണുന്നു. അങ്ങനെ ഡിവൈഡ് ചെയ്യുന്ന 2 രീതികൾ നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ നമ്മൾ ഇതിൽ ഉപയോഗിക്കുന്ന പ്രത്യേകമായിട്ട് 7 വിഭജനത്തെ കുറിച്ചാണ് നമ്മൾ യഥാർത്ഥത്തിൽ ഇതിൽ പ്രതിപാദിക്കുന്നത്, നമ്മുടെ പഠനത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നത്. ഇതിനെ 1, 2, 3, 4, 5, 6, 7 ആയിട്ട് വിഭജിക്കുന്നു കേട്ടോ. അതിന്റെ ആദ്യത്തെ ഭാഗം നമ്മൾ പ്രാക്ചരിത്രം അല്ലെങ്കിൽ ഈശോയുടെ അല്ലെങ്കിൽ യോഹന്നാന്റെ ഇൻഫാൻസി നറേറ്റീവ്സ് അല്ലെങ്കിൽ ശൈശവ വിവരണങ്ങളാണ്. ഈശോയുടെയും യോഹന്നാന്റെയും ശൈശവ വിവരണത്തിൽ തുടങ്ങുന്നു. ആ വിവരണം നമുക്കറിയാം. മത്തായിയുടെ മാത്രം പ്രത്യേകതയാണ് വംശാവലി 14 ആയിട്ട് തരം തിരിച്ച് വംശാവലിയെ കുറിച്ച് എഴുതുന്നു. പിന്നെ പരസ്യ ജീവിതത്തിനുള്ള ഒരുക്കം, പഴയ നിയമത്തെ അതിശയിക്കുന്ന പുതിയ നീതി, ഈശോയുടെ പ്രവർത്തികൾ, 1-ാം പ്രഭാഷണം, മലയിൽ ഈശോ കയറിയിട്ട് ഈശോയുടെ നമുക്ക് ഗിരിപ്രഭാഷണം നമ്മൾ വിളിക്കുന്നു, അല്ലെങ്കിൽ ദ ബെയാറ്റിറ്റ്യൂഡ്സ്. അത് ഈശോ മലമുകളിലേക്ക് കയറി അവിടുന്ന് പ്രസംഗിക്കുന്നു. പിന്നെ ഈശോ മിശിഹായുടെ മഹത്തായ പ്രവർത്തികൾ, അതിനുശേഷം കടന്ന് അത്ഭുത പ്രവർത്തികളും യഹൂദന്മാരുടെ തർക്കവും, ഒരു 10 അത്ഭുതങ്ങൾ നമ്മൾ അതിനുശേഷം കാണുന്നുണ്ട്. പിന്നെ ഈശോയുടെ രണ്ടാമത്തെ പ്രഭാഷണങ്ങൾ നമ്മൾ കാണുന്നുണ്ട് 10-ാം അധ്യായത്തില്. 11-ാം അധ്യായത്തിലേക്ക് വരുമ്പോഴേക്ക് വഴിയൊരുക്കുന്നവനും മിശിഹായും ഈശോയെ കുറിച്ച് പറയുന്നു. പിന്നെ നമ്മൾ ഈശോ തിരസ്കൃതനാകുന്ന മിശിഹ, അത്ഭുതവും തർക്കവും, ഇങ്ങനെ ആണ് നമ്മൾ യഥാർത്ഥത്തിനെ വിഭജിച്ചു പോകുന്നത്. നമ്മൾ പ്രാഗ്ചരിത്രം എന്ന് നമ്മൾ പറയുമ്പോൾ അതിന് 1 മുതൽ 4 22 വരെയുള്ള ഒരു ഡിവിഷനാണ്. പിന്നെ പഴയ നിയമത്തെ അതിശയിപ്പിക്കുന്ന ഒരു പുതിയ നിയമം, അത് രണ്ടാമത്തെ വിഭജനം. മൂന്നാമതായിട്ട് നമ്മൾ മിശിഹായുടെ മഹത്തായ പ്രവർത്തികൾ 8:1 മുതൽ 11:30 വരെയുള്ള ഭാഗങ്ങളാണ്. പ്രത്യേകമായും ഈശോ കാണിക്കുന്ന അടയാളങ്ങൾ ഈ ഭാഗത്ത് നമ്മൾ കാണുന്നുണ്ട്. ശിഷ്യത്വം, മത്തായി തിരഞ്ഞെടുക്കുന്നതിന്റെ വിവരണ, ശിഷ്യന്മാരെ എങ്ങനെയാണ് തിരഞ്ഞെടുക്കുന്നത്, ഈ ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്നതിന്റെ പദ്ധതി എന്ത്, ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ അതിൽ ഈശോ അല്ലെങ്കിൽ മത്തായി സുവിശേഷകൻ പറഞ്ഞു വെക്കുന്നു. ഇനി നാലാമതായിട്ട് ഈശോ തിരസ്കൃതനാകുന്ന മിശിഹായായിട്ട് നമ്മൾ കാണുന്നുണ്ട്. 12:1 മുതൽ 16 12 നമ്മൾ കാണുന്നതാണ് ഈശോയെ തിരസ്കരിക്കുന്ന ഒരു ഭാഗം. പിന്നെ ഈ പീഡാസഹനത്തിലേക്കുള്ള മാർഗത്തിൽ ഈശോയുടെ യാത്ര, പീഡാസഹനത്തിലേക്കുള്ള പോക്ക്, ജെറുസലേമിലുള്ള ഈശോയുടെ അന്ത്യദിനങ്ങള്, അതിനുശേഷം പീഡാസഹനവും ഉത്ഥാനവും, ഇങ്ങനെയാണ് നമ്മൾ 7 ആയിട്ട് ഈ സുവിശേഷത്തിനെ ബൈബിൾ പണ്ഡിതന്മാര് പഠനത്തിന് ആവശ്യത്തിനും അല്ലെങ്കിൽ തീമാറ്റിക്കലായിട്ട് അതിനെ ഡിവൈഡ് ചെയ്യുന്നത്. ഇനി ഈ സുവിശേഷത്തിലൂടെ നമ്മൾ പഠിക്കുന്ന പ്രധാനപ്പെട്ട ഭാഗം എന്തായിരിക്കാം? മത്തായിയുടെ സുവിശേഷത്തില് അല്ലെങ്കിൽ നമ്മൾ ഇതിനകത്ത് കൂടുതൽ കാണുന്നത് ഈ സുവിശേഷത്തിന്റെ സാഹിത്യ രീതിയെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ, രൂപം നമ്മൾ പറയുകയാണെങ്കിൽ, ഈശോയുടെ അത്ഭുതങ്ങൾ, ഉപമകൾ, പ്രവൃത്തികൾ, വാക്കുകൾ എന്നിങ്ങനെ 5 വിഭാഗങ്ങളായിട്ട് നമുക്കിതിനെ തരംതിരിക്കാൻ പറ്റും. വ്യക്തമായ ഒരു രൂപകം മത്തായിയുടെ സുവിശേഷത്തിൽ നമുക്ക് അതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടുന്നില്ല. കാരണം ഇത് പല ബ്ലോക്കുകളായിട്ട് പല സ്ഥലങ്ങളിലായിട്ടാണ് ഇതിനെ നമ്മൾ കാണുക. എന്നാൽ ലൂക്കായുടെ സുവിശേഷം നമ്മൾ എടുക്കുകയാണെങ്കിൽ, ലൂക്കായുടെ സുവിശേഷം 9-ാം അധ്യായം മുതൽ നമ്മൾ നോക്കുകയാണെങ്കിൽ 17-ാം അധ്യായം വരെ അതൊരു നീണ്ട ഒരു യാത്രയാണ്. ഒറ്റ യാത്രക്കിടയിൽ നടക്കുന്ന സംഭവങ്ങൾ. ലൂക്കാ പ്രവാചകൻ 9:51 ഇങ്ങനെ പറയുന്ന ഇൻഫൻസി നറേറ്റീവിന് ശേഷവും അല്ലെങ്കിൽ സമതലത്തിലെ പ്രസംഗത്തിന് ശേഷവും ഒരു ഒറ്റ യാത്രയാണ്. ഈശോ തന്റെ യാത്ര പ്രേക്ഷിത പ്രവർത്തനങ്ങൾ തുടങ്ങിയതിന് ശേഷം അത് അവസാനിക്കുന്നത് ജെറുസലേമിലെ യോശാനയിലൂടെ ഈശോയുടെ കുരിശുമരണവും ഉത്ഥാനം വരെ ഉള്ള ഒറ്റ യാത്രയായിട്ടാണ്.
എന്നാൽ നമ്മൾ മത്തായിയുടെ സുവിശേഷത്തിന് വേറൊരു രീതിയാണ് നമ്മൾ കാണുന്നത്. പല ബ്ലോക്കുകളായിട്ട് നമ്മൾ ഇതിനകത്ത് കാണുക. മത്തായിയുടെ വിഷയങ്ങൾ പല രീതിയിലാണ് നമ്മൾ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ആഖ്യാന ഭാഗം ക്രിസ്തുവിന്റെ ജീവിതത്തെ വളരെ തന്മയത്വത്തോടെ നമുക്ക് അവതരിപ്പിച്ച് തരുന്നുണ്ട് അതിന്റെ കൂട്ടത്തിൽ തന്നെ. അതോടൊപ്പം ഈശോ തന്നെ താൻ ആരാണെന്ന് വെളിപ്പെടുത്തുന്നതോടൊപ്പം തന്നെ വേറൊരു ഭാഗത്ത് ഈശോയ്ക്കെതിരായി ഒരു സമൂഹവും കൂടെ വളർന്നു വരുന്നുണ്ട്. അന്നത്തെ യഹൂദ പ്രമാണിമാരും ഫരിസേയരും ചുങ്കക്കാരും ഒക്കെ ഈശോയ്ക്ക് എതിരായി മാറുന്ന ഒരു ഇത് രണ്ടും കൂടെ ഒരേപോലെ പാരലായിട്ട് മുന്നോട്ട് പോകുന്നതാണ് നമ്മൾ ഇത് കാണുന്നത്. പഴയ നിയമത്തിൽ നിന്ന് പുതിയ നിയമത്തിലേക്കുള്ള ഒരു പ്രയാണം ഇവിടെ നിന്ന് മുൻകൂട്ടി അറിയിക്കുന്നു. വിശുദ്ധ കുർബാന സ്ഥാപനത്തിന് ശേഷം അവിടുന്ന് മരണത്തെ സ്വാഗതം ചെയ്യുന്നു, വീണ്ടും ഉയർത്തെഴുന്നേൽക്കുന്ന ഒരു ഭാഗം. ഈ ചട്ടക്കൂടിനുള്ളിൽ മത്തായിയുടെ സംഭവകഥകളെ ക്രമപ്പെടുത്തിയിരിക്കുന്നു. അത് സമയക്രമം അനുസരിച്ചല്ല, പിന്നെയോ വിഷയക്രമം അനുസരിച്ചാണ്. അതായത് ഇതാണ് ഇതിന്റെ പ്രത്യേകത. അതായത് മത്തായിയുടെ സുവിശേഷം മത്തായി എഴുതുന്നത് സമയത്തിന്റെ ഒരു ലൂക്കായുടെ സുവിശേഷം നമ്മൾ ഒരു സമയത്തിനനുസരിച്ച് ഇങ്ങനെ ക്രമപ്പെടുത്തിയിരിക്കുന്നു. ഈശോ തന്റെ യാത്ര തുടങ്ങുന്നു. അവൻ ആദ്യം സമരിയ പട്ടണത്തിലേക്ക് ഇറങ്ങുന്നു, സമരിയക്കാരുടെ നിന്ന് തിരസ്കരിക്കുന്നു. അതിനുശേഷമുള്ള അവന്റെ യാത്ര ഇങ്ങനെ തുടർച്ചയായിട്ട് സമയക്രമം അനുസരിച്ച് എഴുതുന്നു. എന്നാൽ മത്തായിയുടെ സുവിശേഷത്തിന്റെ പ്രത്യേകത സമയക്രമമായിട്ടല്ല അത് അലങ്കരിച്ചിരിക്കുന്നത്, മറിച്ച് അത് വിഷയക്രമം അനുസരിച്ചാണ്. ഈശോ ഉപയോഗിക്കുന്ന വിഷയങ്ങൾ അല്ലെങ്കിൽ അവൻ പ്രതിപാദിക്കുന്ന വിഷയങ്ങൾക്കനുസരിച്ചാണ് അത് പറയുന്നത്. അതിനെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടുതൽ നമ്മൾ കാണുന്ന ആ ദിവസങ്ങളില് അന്നേ ദിവസം എങ്ങനെയുള്ള അതൊക്കെ നമ്മൾ കാണുന്നുണ്ടെങ്കിലും ഈ സുവിശേഷം നമ്മൾ കാണുന്നതാണ്. ഈശോയുടെ വിവരണങ്ങൾ മത്തായി ഉപയോഗിക്കുന്ന ആ ദിവസം അവൻ ആ വീട്ടിലായിരുന്നപ്പോൾ എന്ന് പറയുമ്പോൾ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരിക്കലും സമയത്തെ സൂചിപ്പിക്കാനല്ല, മറിച്ച് ആ സംഭവ വികാസങ്ങളെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഈ സമയത്തെ കുറിച്ച് ഉദ്ധരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി ഇതിന്റെ ഒത്തിരിയേറെ സംജ്ഞാനാമങ്ങളും വർണ്ണാകര വിശദീകരണങ്ങളും ഒക്കെ നമ്മൾ അതിനകത്ത് കാണുന്നുണ്ട് കേട്ടോ. ഇനി നമ്മൾ കുറച്ചുകൂടെ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ വിവരണങ്ങളെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ മാർക്കോസിന്റെ സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഈശോയുടെ ഉഗ്രമായ വൈകാരിക വിക്ഷോഭങ്ങളെ മത്തായി വളരെ ലഘുവായിട്ടാണ് നമ്മൾ കാണുന്നത്. ഈശോ ഫോർ എക്സാമ്പിൾ ഈശോയുടെ അടുത്ത് വരുന്ന മാർക്കോസിന്റെ സുവിശേഷത്തിൽ 3-ാമത്തെ അധ്യായത്തിൽ 5-ാമത്തെ വചനം നമ്മളൊന്ന് കോട്ട് ചെയ്യുകയാണെങ്കിൽ അവരുടെ ഹൃദയ കാഠിന്യത്തെ കുറിച്ചോർത്ത് ദുഃഖിച്ച് കോപത്തോടുകൂടി അവൻ നോക്കി എന്നാ പറയുക. അതായത് തന്റെ കൂടെ ഉണ്ടായിരുന്ന ഇത്രയും നാളും താൻ അത്ഭുതങ്ങളിലൂടെ അവരെ വിശ്വാസങ്ങളിലൂടെ വളർത്തിയ ആ ജനതയുടെ അല്ലെങ്കിൽ തീക്ഷ്ണതയില്ലായ്മയെ കാണുമ്പോൾ അവൻ കോപപ്പെട്ടു അല്ലെങ്കിൽ അവൻ ദുഃഖിച്ചു എന്ന് മാർക്കോസ് പറയുമ്പോൾ, എന്നാൽ മത്തായിയുടെ സുവിശേഷങ്ങൾ ഇങ്ങനെ തരത്തിലുള്ള യാതൊരു വൈകാരികമായ ഈശോയുടെ ഒരു തരത്തിലുള്ള ഇടപെടലുകൾ നമ്മൾ കാണുന്നില്ല. വളരെ ശാന്തമായിട്ട് ഈശോ പഴയ നിയമത്തിലെ പ്രവചനങ്ങൾ പൂർത്തിയാക്കി എന്ന് കാണിക്കാൻ മാത്രമാണ് മത്തായി സുവിശേഷകൻ ശ്രദ്ധിക്കുന്നത്. അപ്പം അതുപോലെ തന്നെ ഈ വിവരണ ഭാഗവും മത്തായിയുടെ വിവരണ ഭാഗവും കുറച്ചുകൂടി ചെറുതാണ്. ഇപ്പം മാർക്കോസിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ മാർക്കോസ് കുറച്ചുകൂടി എലാബറേറ്റ് ചെയ്ത് പറയുന്ന കാര്യം മാർക്കോസ് വളരെ ചുരുക്കത്തിൽ പറയേണ്ട കാര്യങ്ങൾ മാത്രമായി പറഞ്ഞ് അവസാനിപ്പിക്കുന്നതാണ്. അപ്പൊ നമ്മൾ പറഞ്ഞു 5 പ്രധാനപ്പെട്ട ബ്ലോക്കുകളായിട്ടുള്ള മത്തായിയുടെ സുവിശേഷത്തിലെ സംഭാഷണ രംഗങ്ങൾ ചിതറിക്കിടക്കുന്നത്. വിവരണ ഭാഗങ്ങളെ നമ്മൾ അതിനിടയിലാണ് നമ്മൾ കണ്ടുപിടിക്കുക. കാരണം നമ്മൾ പറഞ്ഞു അതിന്റെ കാരണം ഇതാണ്. ഈ മത്തായിയുടെ സുവിശേഷം അറേഞ്ച് ചെയ്തിരിക്കുന്ന സമയക്രമം അനുസരിച്ചല്ല, മറിച്ച് അവരുടെ വിഷയത്തിന്റെ പ്രാധാന്യത്തിന്റെ ക്രമം അനുസരിച്ചാണ് ഇതിനെ നമ്മൾ ഈ ഘടന ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി മത്തായിയുടെ സുവിശേഷത്തിന്റെ 3 പ്രധാന ഘടകങ്ങളായിട്ട് നമുക്കിനെ ഈ സുവിശേഷത്തിന് 3 ഘടകങ്ങൾ നമുക്ക് തിരിക്കാൻ പറ്റും. ഒന്ന്, ഈശോയുടെ വംശാവലിയും ബാല്യകാല വിവരണങ്ങളും, ചാപ്റ്റർ 1, 2. പിന്നെ സുവിശേഷത്തിന്റെ പ്രധാനപ്പെട്ട കാതല്, ദ മെയിൻ കണ്ടന്റ് ഓഫ് ദ ഗോസ്പൽ, അത് നമ്മൾ കാണുന്നത് 3 മുതൽ 25 വരെയുള്ള അധ്യായങ്ങളാണ്. അപ്പം 1 മുതൽ 2 വരെയുള്ള അധ്യായങ്ങൾ നമ്മൾ കാണുന്നു ബാല്യകാലവും വംശാവലിയും ബാല്യകാലവും. എന്ന 2-ാമത്തെ ഡിവിഷന് ഈ സുവിശേഷത്തിന്റെ കാതിൽ 25, അതായത് ലോങ് 23 അധ്യായങ്ങളിലൂടെ നീണ്ടു നിൽക്കുന്ന സുവിശേഷത്തിന്റെ കാതലും. പിന്നെ നമ്മൾ കാണുന്നത് 25 മുതൽ ഉത്ഥാന വിവരണങ്ങൾ നമ്മൾ 26 മുതൽ 28 വരെ കാണുന്നു. അപ്പൊ ഇങ്ങനെ 3 ആയിട്ടാണ് നമുക്കിതിനെ ഇതിനെ 3 പ്രധാന ഭാഗങ്ങളായിട്ട് നമുക്ക് തിരിക്കാൻ പറ്റും. ഇനി ഈശോ ഇതിൽ നമ്മൾ ഇതിനെ റഫായിട്ട് ഓടിച്ചു നോക്കുകയാണെങ്കിൽ ആദ്യത്തെ ഡിവിഷൻ ഈശോയുടെ വംശാവലി 1 മുതൽ 17 വരെയുള്ളതാണ് നമ്മുടെ ഈശോയുടെ വംശാവലി. നമ്മൾ നേരത്തെ പറഞ്ഞു യഹൂദരുടെ അല്ലെങ്കിൽ പഴയ നിയമവുമായിട്ടുള്ള ഈശോയുടെ ബന്ധത്തെ സ്ഥാപിക്കാനാണ് ഈ വംശാവലിയെ കുറിച്ച് നമ്മൾ തുടക്കം മുതലേ പറയുന്നത്. ഈ പഴയ നിയമവുമായിട്ട് ബന്ധിപ്പിക്കുന്ന എങ്ങനെയാണ്? അബ്രാഹത്തിന്റെയും ദാവീദിന്റെയും പുത്രനായ
ഇസ്രയേലിന്റെ ഏറ്റവും ശ്രേഷ്ഠരായ രണ്ടാളുകളായിരുന്നു എബ്രഹാമും ദാവീദും. അപ്പം ഇവരുടെ പുത്രനായിരുന്നു ക്രിസ്തു എന്ന് മത്തായിയുടെ സുവിശേഷം പറഞ്ഞു വെക്കുകയാണ്. ഈശോ ദൈവപുത്രനും കൂടിയാണ്. അതായത് അബ്രഹാമിന്റെ പിതാവ്, അബ്രഹാമിന്റെ പുത്രനായ ഈശോ എന്ന് നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ കാണുന്ന ഒരു ഭാഗമാണ് ദാവീദിന്റെ പുത്രനായ ഈശോയെ, പല സൗഖ്യങ്ങൾക്കും ഈശോയെ സൗഖ്യം ആവശ്യപ്പെടുന്നു വരുന്നവരെ ഈശോയെ വിളിക്കുന്ന, അഭിസംബോധന ചെയ്യുന്ന എങ്ങനെയാണ്? ദാവീദിന്റെ പുത്രനായ ഈശോയെ എന്നിൽ കനിയണമേ എന്ന് അവരൊക്കെ പറയാം. അപ്പോൾ ആ ഒരു രീതി നമ്മൾ കാണുന്നുണ്ട്. അതേ ദൈവം ഈശോ ദൈവപുത്രനും കൂടിയാണ് എന്ന് സമർത്ഥിക്കുകയാണ് നമ്മൾ ഇവിടെ മത്തായി ചെയ്യുന്നത്. ഇനി അതിന്റെ രണ്ടാമത്തെ ഭാഗം 18 മുതൽ 25, ഒന്നാമത്തെ അധ്യായത്തിൽ 18 മുതൽ 25 വരെ നമ്മൾ കാണുന്ന ജോസഫിനുണ്ടാവുന്ന അരുളപ്പാടാണ്. ഈ അരുളപ്പാടിലൂടെ നമ്മൾ ലൂക്കായുടെ സുവിശേഷത്തിന്റെ വ്യത്യാസം എന്ന് പറയുന്നത്, ലൂക്കായിൽ ഈ അരുളപ്പാടുണ്ടാവുന്നത് മാതാവിനാണ്, എന്നാൽ മത്തായിയുടെ സുവിശേഷത്തിൽ ഈ അരുളപ്പാടുണ്ടാവുന്നത് ജോസഫിനാണ്. അതിന്റെ ഒരു പ്രത്യേക കാരണം തന്നെ എന്ന് പറയുന്നത്, ജോസഫ് എന്ന് പറയുന്ന യഹൂദ വംശാവലിയുടെ തുടർച്ചയാണ് ഈശോയുടെ ജനനം എന്ന് കാണിക്കാൻ വേണ്ടിയാണ് മത്തായി ജോസഫിനെ തെരഞ്ഞെടുക്കുന്നത്. ദാവീദിന്റെ പുത്രനായി ജോസഫ് യേശു എന്ന പേര് നൽകുന്നു. ഇതിന്റെ അർത്ഥം യാഹോവെ രക്ഷിക്കുന്നു എന്നാണ്. അവിടുത്തെ ദൗത്യം തന്നെയായിരുന്നു ദൈവം നമ്മോടുകൂടെ എന്ന അർത്ഥം വരുന്ന എമ്മാനുവേൽ ആണ് അവിടുന്ന്. ഈ ആശയത്തിൽ തന്നെയാണ് മത്തായി തന്റെ സുവിശേഷം അവസാനിപ്പിക്കുന്നത്. ഈശോയുടെ മത്തായിയുടെ സുവിശേഷത്തിന്റെ തുടക്കവും അവസാനവും തന്നെ ഈ ഒരു കാര്യത്തെക്കുറിച്ച് സൂചിപ്പിക്കാനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, ജോസഫിനുണ്ടായ അരുളപ്പാട്. ഇനി ജ്യോതിഷരുടെ ആരാധനയെ കുറിച്ച് പറയുന്നു. ഈജിപ്തിലേക്കുള്ള പലായനം, നിരപരാധികളുടെ മരണം, ഈശോ ഒരു നസറത്തുകാരൻ എന്ന ഭാഗം. ഇത്രയും ഭാഗങ്ങളാണ് നമ്മൾ ആദ്യത്തെ ഈശോയുടെ ശൈശവ വിവരണത്തിൽ നമ്മൾ കാണുന്ന ഭാഗങ്ങൾ. ഇനി ഒന്നാം ഭാഗത്തിലെ ആഖ്യാന ഭാഗങ്ങൾ നമ്മൾ കാണാം. സംഭാഷണ ഭാഗങ്ങളുണ്ട്. ഇതാ ഞാൻ നേരത്തെ പറഞ്ഞത്, ഈ വിവരണത്തിന്റെ ഇടയിലാണ് ഈ ആഖ്യാനങ്ങളും സംഭാഷണങ്ങളും കടന്നു വരുന്നത്. ഇപ്പൊ 3, 1, 4, 25 നമ്മൾ കാണുന്നതാണ് ഈ ആഖ്യാന ഭാഗവും സംഭാഷണ ഭാഗവും നമ്മൾ കാണുന്നുണ്ട്. ഇനി രണ്ടാം ഭാഗം നമ്മൾ കാണുന്നത് ദൈവരാജ്യത്തിന്റെ വളർച്ചയാണ്. 8, 1, 11 മുതലുള്ള ആഖ്യാന ഭാഗങ്ങള്. സഞ്ചാര മത പ്രാസംഗികനായിട്ട് ക്രിസ്തുവിനെ നമ്മളിവിടെ ക്രിസ്തുവിന്റെ യാത്രയിൽ ഈശോ സംസാരിക്കുന്നതായിട്ടാണ്. പല ഈ യാത്രകൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെ അറിയാം, ഈശോയുടെ ഓരോ ആദ്യത്തെ 3 അത്ഭുതങ്ങൾ ഒന്നിച്ച് കാണിക്കുന്നു. കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തുന്നു, ശതാധിപന്റെ ഭൃത്യനെ സുഖപ്പെടുത്തുന്നു, പത്രോസിന്റെ അമ്മായിയമ്മയെ സുഖപ്പെടുത്തുന്നു. അതിനുശേഷം വീണ്ടുമുള്ള യാത്രയാണ്. അതിനുശേഷം ശിശുത്വത്തിന്റെ ക്ലേശങ്ങളെ കുറിച്ച് അവർക്ക് പറഞ്ഞു കൊടുക്കുന്ന ഈ യാത്രയിൽ രണ്ടാമത്തെ അത്ഭുത ത്രയങ്ങൾ നമ്മൾ കാണുന്നു. രണ്ടാമതും കാണുന്നതാണ് കൊടുങ്കാറ്റിനെ ശമിക്കും. മൂന്ന് അത്ഭുതങ്ങളാണ് കേട്ടോ അവിടെയും കാണുന്നത്. കൊടുങ്കാറ്റിനെ ശമിപ്പിക്കുന്നു, പിശാചു ബാധിതനെ സുഖപ്പെടുത്തുന്നു, തളർവാദ രോഗിയെ സുഖപ്പെടുത്തുന്നു, അവന്റെ പാപത്തെ ക്ഷമിക്കുന്നു. ഇനി യഹൂദ മതവും ക്രിസ്തു മതത്തെ കുറിച്ചുള്ള പഠനങ്ങൾ, പഠിപ്പിക്കല്, ഇങ്ങനെയാണ് ഇതിന്റെ മുന്നോട്ടുള്ള പോക്കുകൾ. ഇനി നമ്മൾ ഈ പ്രവർത്തിച്ച പല പട്ടണങ്ങളിലേക്ക് യോഹന്നാന്റെ ചോദ്യങ്ങളെ കുറിച്ച് നമ്മൾ വരുന്നു. ഈ യോഹന്നാൻ ചോദ്യം, ആരാണ് യോഹന്നാൻ, അവിശ്വാസികളുടെ നീതി, ഇങ്ങനെയുള്ള കുറേയേറെ കാര്യങ്ങളിലൂടെ സംഭാഷണ ഭാഗത്തിലൂടെ ഇങ്ങനെ കടന്നു പോകുന്നു. അത് നിങ്ങൾ ദയവ് ചെയ്ത് വായിക്കണമെന്ന് ഞാൻ ഓർപ്പിക്കുന്നു. അത് തീർത്തും സമയത്തിന്റെ കുറവുകൊണ്ട് ഞാൻ അത് മുഴുവനും വായിക്കുന്നില്ല. ഇങ്ങനെ ആണ് ഈ സുവിശേഷത്തിനെ നമ്മൾ ഇങ്ങനെ തരംതിരിച്ചിരിക്കുന്നത്. ഈശോ അതായത് ഈ സുവിശേഷത്തിന്റെ അവസാനത്തിലേക്ക് വരികയാണെങ്കിൽ, ഈ ഭാഗത്തിന്റെ അവസാന ഭാഗത്തേക്ക് നമ്മൾ വരികയാണെങ്കിൽ 41 പ്രാവശ്യം വിശുദ്ധ മത്തായി പഴയ നിയമം ഉദ്ധരിക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു. അത് പൂർത്തിയാകുന്നതിന് വേണ്ടിയാണെന്നാണ് മത്തായിയുടെ ഓരോ ഭാഗവും അവസാനിപ്പിക്കുമ്പോൾ ഈ കൊട്ടേഷന്റെ ഒക്കെ അവസാനത്തിൽ പറയുന്നത് അത് പഴയ നിയമത്തിന്റെ പൂർത്തീകരണത്തിന് വേണ്ടിയായിരുന്നു ഇത് നടന്നത് എന്ന ഓരോ പ്രാവശ്യം നമ്മൾ കാണുന്നുണ്ട്. അതായത് മത്തായിയുടെ സുവിശേഷം നമ്മൾ കൺക്ലൂഡ് ചെയ്ത് പറയുകയാണെങ്കിൽ ഇങ്ങനെ നമുക്ക് പറയാൻ പറ്റും, പഴയ നിയമത്തിന്റെ പൂർത്തീകരണത്തിനായി പ്രവാചകന്മാര് അന്ന് പ്രവചിച്ച കാര്യങ്ങളുടെ പൂർത്തീകരണമാണ് ഈശോയിലൂടെ സംഭവിച്ചത് എന്നാണ് മത്തായി നമുക്ക് മുന്നിൽ പറഞ്ഞു വെക്കുന്നത്. എന്നാൽ പിന്നെ വേറൊരു കോൺസെപ്റ്റും കൂടെ നമ്മൾ അതിനോട് മനസ്സിലാക്കുന്നത്, പഴയ ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു ജനതയാണെങ്കിൽ ഈ പുതിയ ഇസ്രായേൽ എന്ന് പറയുന്നത് ഈശോ തന്നെയാണ്. അവിടുന്ന് സഭാ സമൂഹവുമായി അനന്യമായി ബന്ധപ്പെട്ടിരിക്കുന്നു. കാരണം സഭയ്ക്ക് മാത്രമാണ് അവിടുന്നുള്ള വിശ്വാസമുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് വളരെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി നമ്മൾ ഈശോയുടെ ശൈശവത്തെ കുറിച്ച് ഒരു ചെറിയൊരു വിവരണത്തിലേക്കും കൂടെ കടക്കാം. മത്തായിയുടെയും ലൂക്കായുടെയും തമ്മിലുള്ള സുവിശേഷവുമായിട്ടുള്ള ഒരു ചെറിയൊരു താരതമ്യം കൂടെ നമ്മൾ ഇതിൽ നടക്കാം. യേശുവിന്റെ ശൈശവ, അപ്പസ്തോല സഭയുടെ സുവിശേഷ പ്രസംഗത്തിന്റെ ആദ്യകാലങ്ങളിൽ യേശുവിന്റെ കുരിശുമരണത്തെയും ഉത്ഥാനത്തെയും കേന്ദ്രമാക്കിയായിരുന്നു വിശുദ്ധ പൗലോസിന്റെ ലേഖനങ്ങൾ. കൊറിന്തോസുകാർക്കൊക്കെ നമ്മൾ വായിച്ചു നോക്കുകയാണെങ്കിൽ നമ്മൾ അങ്ങനെ കാണുന്നത്. എന്നാൽ അതിനുശേഷം ഇതിന് തെളിവായിട്ട് ക്രിസ്തു രക്ഷകരും ആദിമസഭ ആരാധിച്ചിരുന്ന യേശു കുരിശിൽ മരിച്ചു എന്നത് യഹൂദർക്കും വിജാതിയർക്കും ഒരുപോലെ ഇടർച്ചയ്ക്ക് കാരണമായിരുന്നു എന്നാണ് നമ്മൾ പറയുന്നത്.
എന്നാൽ ആ ഒരു സമയത്തിലാണ് അതിന് കാരണം ഓർക്കണം, നമ്മൾ പുതിയ നിയമം എന്ന് നമ്മൾ പറയുമ്പോൾ പുതിയ നിയമത്തിലെ ആദ്യത്തെ പുസ്തകം എന്ന് പറയുന്ന മാർക്കോസിന്റെ സുവിശേഷം ആയിരുന്നില്ല. അപ്പസ്തോലൻ പൗലോസ് അപ്പോസ്തലൻ തെസ്സലോണിയക്കാർക്ക് എഴുതിയ AD 51-52 കാലഘട്ടത്തിൽ എഴുതിയ തെസ്സലോണിയക്കാരുടെ ലേഖനമായിരിക്കാം പുതിയ നിയമത്തിൽ ആദ്യം എഴുതപ്പെട്ടത്. അപ്പോൾ ഇതിലുള്ള പല ദൈവശാസ്ത്ര നമ്മള് മത്തായിയുടെ സുവിശേഷത്തിലും കാണുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇനി ഈ പാരമ്പര്യങ്ങൾ ആദിമസഭയിൽ ജന്മം കൊണ്ട് സുവിശേഷകരായ മത്തായിയും ലൂക്കായും തങ്ങളുടെ സുവിശേഷങ്ങളുടെ ആമുഖമായി അവതരിപ്പിക്കുന്ന ഈ പാരമ്പര്യങ്ങളെയാണ്. അപ്പം പഴയ അന്നത്തെ കാലത്തുണ്ടായിരുന്ന ഈ പാരമ്പര്യങ്ങൾ, ക്രിസ്തുവിന്റെ ജനനത്തെക്കുറിച്ചുള്ള പാരമ്പര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വായ്മൊഴിയായി പലർന്നു വന്ന ഈ പാരമ്പര്യങ്ങളെ ആണ് അവർ രണ്ടുപേരും ഉപയോഗിക്കുന്നത്. മത്തായിയുടെയും ലൂക്കായുടെയും സുവിശേഷത്തിന്റെ ഒരു താരതമ്യം നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇവർ രണ്ടുപേരും വ്യത്യസ്തങ്ങൾ, ഇവർ വിവരിക്കുന്ന സംഭവങ്ങളും വിവരണ രീതികളും വ്യത്യസ്തങ്ങളാണ്. രണ്ടും രണ്ട് രീതിയിലാണ്. അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ലൂക്ക 1:2, മത്തായി 1:2 എടുത്ത് നോക്കുകയാണെങ്കിൽ 1:5-25 യോഹന്നാന്റെ മംഗളവാർത്തയാണ്, യോഹന്നാന്റെ ജനനത്തെക്കുറിച്ചുള്ള മംഗളവാർത്തയാണ് നമ്മൾ കേൾക്കുന്നത്. എന്നാല് മത്തായിയുടെ സുവിശേഷത്തിൽ 1-17 വരെ പറയുന്നത് വംശാവലിയെ കുറിച്ചാണ്. ദാവീദിന്റെ വംശാവലി, ആദ്യത്തെ 14 തലമുറ, പിന്നീടുള്ള 14 തല, ഡിപ്പോർട്ടേഷന് ശേഷമുള്ള 14 തലമുറ, അതിനുശേഷം ജോസഫിൽ അവസാനിക്കുന്ന ഈ 14 തലമുറ, ഇങ്ങനെയുള്ള തലമുറകളെ കുറിച്ചാണ് നമ്മൾ മത്തായിയുടെ സുവിശേഷത്തിൽ. എന്നാൽ യോഹന്നാന്റെ സുവിശേഷത്തില് ലൂക്കായുടെ സുവിശേഷത്തിൽ യോഹന്നാന്റെ മംഗളവാർത്ത, മത്തായിയുടെ സുവിശേഷം നമ്മൾ വിവരണം അല്ലെങ്കിൽ ശൈശവ കാലത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഈ ഒരു ചെറിയൊരു താരതമ്യമാണ് നമ്മൾ നടത്തുന്നത്. ഈ രണ്ട് സുവിശേഷങ്ങളിലും ഒരേ വിഷയത്തെക്കുറിച്ചാണ്, ജനനത്തെക്കുറിച്ചും ശൈശവത്തെക്കുറിച്ചും പ്രതിപാദിക്കുന്നുണ്ടെങ്കിലും അത് രണ്ട് രീതിയിൽ, രണ്ട് സംഭവ വികാസങ്ങളിലൂടെയാണ് രണ്ട് സുവിശേഷങ്ങളും പറയുന്നത്. അപ്പൊ നമ്മൾ ആദ്യത്തെ നമ്മൾ പറഞ്ഞു. രണ്ടാമതായിട്ട് നമ്മൾ പറയുന്ന 1:26-38 നോക്കുകയാണെങ്കിൽ നമ്മൾ യേശുവിന്റെ മംഗളവാർത്ത അറിയിക്കപ്പെടുന്നതാണ് നമ്മൾ കാണുന്നത്. ദൈവപുത്രൻ ദാവീദിന്റെ പുത്രൻ എന്ന് മത്തായി പറയുന്നു. മറിയം എലീശായെ സന്ദർശിക്കുന്ന ഭാഗമാണ് നമ്മൾ ഇതിനെ കാണുന്നത്. അതേസമയം വിജ്ഞാനികളുടെ ആരാധനയാണ് അവിടെ നമ്മൾ മത്തായിയിൽ കാണുന്നത്. 1:57-80 വരെ വരുമ്പോഴേക്കും യോഹന്നാൻ ജനനം പരിച്ഛേദനത്തെ കുറിച്ച് പറയുമ്പോൾ, അപ്പോഴത്തേക്കും ഇവിടെ നമ്മൾ മത്തായിയുടെ സുവിശേഷത്തിൽ നമ്മൾ പറയുന്നത് ഈജിപ്തിലേക്കുള്ള ഒളിച്ചോട്ടമാണ്. അതായത് യോഹന്നാനെ കുറിച്ചും അധികമായിട്ട് നമ്മൾ മത്തായിയുടെ സുവിശേഷത്തിൽ കാണുന്നില്ല കേട്ടോ. അതുപോലെ ലൂക്കായുടെ സുവിശേഷം കൂടുതൽ നമ്മൾ കാണുന്നത് യോഹന്നാന്റെ ജനനം പരിച്ഛേദനം. പിന്നെ അതിനുശേഷമാണ് ലൂക്ക എന്ന് പറയുന്ന രണ്ടാമത്തെ അധ്യായത്തിൽ 1:40 വരെയാണ് യേശുവിന്റെ ജനനം പരിച്ഛേദനം സമർപ്പണത്തെക്കുറിച്ച് പറയുന്നത്. ആ സമയമാകുമ്പോഴത്തേക്കും ശിശുവിന്റെ വധത്തെക്കുറിച്ചും അല്ലെങ്കിൽ ഹെറോദോസ് ജ്ഞാനികളുടെ സന്ദർശനത്തിന് ശേഷം അവർ തിരിച്ചു പോകുമ്പോൾ ഭയപ്പെട്ട യഹൂദരുടെ ഒരു രാജാവ് എവിടെയോ ജനിച്ചു എന്നറിഞ്ഞതുകൊണ്ട് ഈ കുഞ്ഞി പൈതങ്ങളെ കൊല്ലുന്ന ഹെറോദോസിനെ കുറിച്ചുമാണ് നമ്മൾ ഈ ഭാഗങ്ങളിൽ വായിക്കുന്നത്. ഇനി 2:41-52 എത്തുമ്പോഴത്തേക്കും നമ്മൾ ലൂക്കായുടെ സുവിശേഷത്തിൽ യേശു ദേവാലയത്തിൽ എത്തുന്നതാണ് നമ്മൾ കാണുന്നത്. എന്നാൽ 2:19-33 നസ്രത്ത് വാസസ്ഥലം ഈശോയെ കുറിച്ചാണ് നമ്മൾ കാണുന്നത്. അതായത് ചുരുക്കി പറയുകയാണെങ്കിൽ ഈശോയുടെ വംശാവലിയെ കുറിച്ചും ജനനത്തെക്കുറിച്ചും പറയുന്ന രണ്ട് സുവിശേഷങ്ങളാണ് നമ്മൾക്ക്. മാർക്കോസിനും യോഹന്നാനും ഇത് രണ്ടും ഇല്ല കേട്ടോ. മാർക്കോസിന്റെ സുവിശേഷം എടുക്കുകയാണെങ്കിൽ നമ്മൾ ഈ ജനനത്തെക്കുറിച്ച് ഒന്നും പറയുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. അതേപോലെ തന്നെ യോഹന്നാന്റെ സുവിശേഷം എടുക്കുകയാണെങ്കിൽ യോഹന്നാൻ വേറൊരു രീതിയിലാണ് എഴുതുന്നത്. ആദിയിൽ വചനമുണ്ടായി, വചനം ദൈവമായി, വചനം ദൈവത്തിങ്കലായിരുന്നു എന്ന് പറഞ്ഞ് ഇങ്ങനെ പോകുന്നതേ ഉള്ളൂ. അല്ലാതെ ഈ ജനനത്തിനെ കുറിച്ചുള്ള ഒരു വിവരണം വേറെ ഒരിടത്തും കാണുന്നില്ല. എന്നാൽ ഈ വിവരണം കാണുന്ന ശൈശവ വിവരണങ്ങളും ജനനത്തെക്കുറിച്ചും കാണുന്ന ഈ രണ്ട് സുവിശേഷങ്ങളും രണ്ടും വ്യത്യസ്തങ്ങളായ അനുഭവങ്ങളും വ്യത്യസ്തമായ സംഭവങ്ങളുമാണ് വിവരിക്കുന്നത് എന്ന് നമ്മൾ പറഞ്ഞത്. ഇപ്പൊ ലൂക്കായുടെ വിവരണങ്ങൾ 128 വാക്യങ്ങൾ, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ. മത്തായി വളരെ ചുരുക്കിയാണ് കാര്യങ്ങൾ പറയുന്നത്. എന്നാൽ ലൂക്കായും മാർക്കോസും പറയുന്ന ചില കാര്യങ്ങൾ വളരെ വിശാലമായി അവർ എഴുതി വെക്കുന്നുണ്ട്. ലൂക്കായുടെ സുവിശേഷത്തിൽ 128 വാക്യങ്ങളിലൂടെ ഈ ജനനത്തെ കുറിച്ച് വിവരിക്കുമ്പോൾ മത്തായി അത് 48 വാക്യങ്ങളായി ഒതുക്കുന്നു. എന്നാൽ ഏറ്റവും വലിയ സുവിശേഷം മത്തായിയുടേതാണെന്ന് കൂടി ഓർക്കണം കേട്ടോ. ലൂക്കായിൽ വിവരിക്കുന്ന ഒരു രംഗം പോലും മത്തായിൽ കാണുന്നില്ല. മത്തായി നൽകുന്ന വംശാവലി ലൂക്ക 3-ാം അധ്യായത്തിൽ നിന്ന് സാരമായി വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ലൂക്കായുടെ വിവരങ്ങൾ അനുസരിച്ച് വിവരങ്ങൾ മറിയത്തിനാണ് പ്രാധാന്യം. മത്തായിയുടേതാകട്ടെ ഔസേപ്പിനും. താരതമ്യമായി ആനന്ദകരമായ രംഗങ്ങളാണ് ലൂക്ക വിവരിക്കുന്നത്. ഭക്തനും കുലീനനുമായ വ്യക്തികളുടെ സാന്നിധ്യമാണ് നമ്മൾ ലൂക്കായിൽ കാണുന്നത്. ഹന്നയെ പോലെയുള്ള ആളുകൾ നമ്മൾ ഈ ലൂക്കായുടെ സുവിശേഷത്തിലാണ് നമ്മൾ കാണുന്നത്. സ്തുതിഗീതങ്ങള് അല്ലെങ്കിൽ മാതാവിന്റെ സ്തുതിഗീതം നമ്മൾ ലൂക്കായിൽ മാത്രം കാണുന്ന ഒരു പ്രത്യേകതയാണ്. ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ മത്തായിൽ മാത്രം ലൂക്കായിൽ മാത്രം കാണുന്നുണ്ട്. മത്തായി കുറച്ചുകൂടെ ക്രിസ്പ് ആയിട്ടാണ് കാര്യങ്ങൾ എഴുതുന്നത്. മത്തായിയുടെയും ലൂക്കായുടെയും വിവരണങ്ങൾ പരസ്പരം പൊരുത്തപ്പെടാനുള്ള ശ്രമം അപ്രസക്തമാണ്. ഇതിന് കാരണം അസാധ്യവുമാണ്. കാരണം സുവിശേഷകന്മാർ വ്യത്യസ്തങ്ങളായ പ്രദേശ സഭകൾക്ക് വേണ്ടി
തമ്മിൽ ബന്ധമില്ലാത്ത പാരമ്പര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ പരസ്പരാശ്രയം കൂടാതെയാണ് എഴുതിയത്. അതുകൊണ്ട് തന്നെ രണ്ടും ഏകദേശം കണ്ടംപററി ടൈം ആണെങ്കിലും ചെറിയൊരു 10 വർഷത്തിന്റെ വ്യത്യാസത്തിലാണ് ഇവർ രണ്ടുപേരും എഴുതുന്നത്. എന്നാൽ രണ്ടുപേരും എഴുതുന്നത് രണ്ട് തരത്തിലുള്ള ആളുകൾക്ക് വേണ്ടി ആയതുകൊണ്ട് അവരുപയോഗിച്ച സോഴ്സുകളും അവരുടെ പാരമ്പര്യങ്ങളും അവര് എഴുതിയത് സ്വീകരിക്കുന്ന ആളുകൾ വ്യത്യസ്തമായതുകൊണ്ടും ഇവയെ തമ്മിൽ കൂട്ടി യോജിപ്പിക്കൽ സാധ്യമല്ല. എന്നാൽ ഇവർ രണ്ടുപേരും പറയുന്ന ഭാഗങ്ങള് രണ്ടും രണ്ട് രീതിയിലാണെങ്കിലും എന്നാൽ ഒരു വലിയൊരു രക്ഷാകര ചരിത്രത്തിന്റെ ഭാഗമായിട്ട് തന്നെ നമുക്കിതിനെ കാണാൻ പറ്റും. ഇനി അടിസ്ഥാനപരമായ ചില ചരിത്ര സത്യങ്ങൾ ഇതിൽ രണ്ടിലും ഒത്തിരിയേറെ വിയോജിപ്പുകൾ ഉണ്ടെങ്കിലും എന്നാൽ അടിസ്ഥാനപരമായ ചില കാര്യങ്ങൾ ഇത് രണ്ടും യോജിച്ചിരിക്കുന്നു എന്ന് നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കണം കേട്ടോ. അതായത് നമ്മൾ പറഞ്ഞു പോകുമ്പോൾ നമ്മൾ പറയരുത് ലൂക്കായുടെയും മത്തായിയുടെയും സുവിശേഷം രണ്ട് കാര്യങ്ങളാണ് പറയുന്നത് എന്നല്ല. എന്നാൽ രണ്ട് സംഭവ വികാസങ്ങളിലൂടെ പറയുന്ന കാര്യങ്ങളിൽ പ്രത്യേകമായും ഒരുപോലെ ഇരിക്കുന്ന പല കാര്യങ്ങളും നമുക്ക് കാണാൻ പറ്റും. ഒന്ന്, യേശുവിന്റെ ജനനകാലം ഹെറോദോസ് രാജാവിന്റെ സമയത്തായിരുന്നു എന്ന് രണ്ട് സുവിശേഷകരും പറയുന്നു. മത്തായിയും പറയുന്നു, ലൂക്കായും പറയുന്നു. ജനന സ്ഥലം യൂദയായിലെ ബത്ലഹേമിലാണെന്ന് മത്തായിയും ലൂക്കായും പറയുന്നു. അമ്മയുടെ പേര് മറിയം എന്നാണെന്ന് മത്തായിയും പറയുന്നു, ലൂക്കായും പറയുന്നു. മറിയത്തിന്റെ ഭർത്താവും തിരുക്കുടുംബനാഥനും ഔസേപ്പ് എന്ന് മത്തായിയും പറയുന്നു, ലൂക്കായുടെ സുവിശേഷത്തിലും നമ്മൾ കാണുന്നു. യേശു എന്ന നാമം ദൈവനിശ്ചിതം മത്തായിലും നമ്മൾ കാണുന്നുണ്ട്, അതുപോലെ തന്നെ നമ്മൾ ലൂക്കായിലും കാണുന്നുണ്ട്. തിരുക്കുടുംബം നസ്രത്തിൽ സ്ഥിര താമസമാക്കുന്നത് നമ്മൾ രണ്ട് സുവിശേഷങ്ങളും കാണുന്നുണ്ട്. മത്തായി 2:22, 23, ലൂക്ക 2:23. അതായത് ഞാൻ പറഞ്ഞു വന്നതേ രണ്ട് രീതികളും എഴുതിയ രീതികളും ചരിത്ര സത്യങ്ങളും രണ്ട് രീതിയിൽ വിവരിക്കുന്നുണ്ടെങ്കിലും എന്നാൽ ഇവ തമ്മിൽ വളരെ പ്രധാനപ്പെട്ട അഭേദ്യമായ ബന്ധവും നമ്മൾ കാണുന്നുണ്ട്. അതായത് ചരിത്രത്തിന്റെ അല്ലെങ്കിൽ ഇവരെഴുതുന്ന സുവിശേഷങ്ങൾ ഒരു തരത്തിലുള്ള വിയോജിപ്പില്ല, ചരിത്ര സത്യങ്ങളുമായിട്ട് വളരെ ചേർന്ന് നിൽക്കുന്നതാണ് ഈ എഴുത്തുകളെല്ലാം. ഇനി മത്തായിയുടെ ഘടന നമ്മൾ നോക്കുകയാണെങ്കിൽ യേശുവിന്റെ രക്ഷാകര ചരിത്രത്തിന്റെ ഉത്ഭവത്തെ കുറിച്ച് പറയുന്നു. മാനുഷിക ദൈവിക ഉത്ഭവത്തെ കുറിച്ചാണ് നമ്മൾ യഥാർത്ഥത്തിൽ മത്തായി സുവിശേഷത്തിൽ നമ്മൾ കാണുക. ഇനി രണ്ടാം ഭാഗത്ത് നമ്മൾ വിവരിക്കുന്ന പ്രധാനപ്പെട്ട ഭാഗങ്ങൾ വിജ്ഞാനികളുടെയും അന്വേഷണത്തിന്റെയും അത് ഹെറോദോസ് രാജാവിലും മോസ്ലത്തും ഉളവാക്കിയ പ്രതികരണത്തിന്റെയും പ്രത്യാഘാതങ്ങൾ. നമുക്കറിയാം ഈ ഇൻഫന്റ് നറേറ്റീവിന് ശേഷം ഈശോയുടെ ജനനത്തിന് ശേഷം ആട്ടിടയന്മാർ വന്നുകൊണ്ടും അതിനുശേഷം ആ നക്ഷത്രങ്ങളാൽ മുന്നോട്ട് നയിക്കപ്പെട്ട 3 ജ്ഞാനികളാണ് വന്ന് കാണുന്നത്. അവർ ആദ്യം എത്തിപ്പെടുന്ന ഹെറോദോസിന്റെ കൊട്ടാരത്തിലാണ്. ഹെറോദോസ് ഇത് കണ്ടിട്ട് അവരോട് പറയുകയാണ്, എന്താ നിങ്ങൾ പോയിട്ട് കണ്ടതിന് ശേഷം എന്നോട് വന്ന് പറയണം. കാരണം ഹെറോദോസിന് ഒരു ഭയം ഉണ്ടായിരുന്നു, ഇവൻ രാജാവായി മാറിക്കഴിഞ്ഞാൽ എന്റെ രാജ്യത്വം നഷ്ടപ്പെടും എന്നുള്ള ഭയം കൊണ്ട് ആണ് ഇവരെ തിരിച്ചു വിളിക്കുന്നത്. ഇത് തിരിച്ചറിഞ്ഞ ജ്ഞാനികൾ വേറൊരു വഴിക്ക് തിരിച്ചു പോകുന്നതാണ് നമ്മൾ കാണുന്നത്. ഇവര് വേറൊരു വഴിക്ക് തിരിച്ചു പോകുമ്പോൾ അവരാൽ പറ്റിക്കപ്പെട്ടു എന്ന് തിരിച്ചറിഞ്ഞ ഹെറോദോസ് 2 വയസ്സിന് താഴെയുള്ള എല്ലാ കുഞ്ഞുങ്ങളെയും കൊല്ലാൻ ഒരു ഉത്തരവ് പുറപ്പെടുവിക്കുന്ന ഭാഗം. ഇതൊക്കെ നമ്മൾ മത്തായിൽ കാണുന്ന ഒരു പ്രത്യേകതകളാണ്. വിജാതീയർ യേശുവിനെയും സുവിശേഷത്തെയും സ്വീകരിക്കുമ്പോൾ യഹൂദ ജനം അദ്ദേഹത്തെ തിരസ്കരിക്കുകയും പീഡിപ്പിക്കുകയും നശിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നതാണ് നമ്മൾ ഇതിനകത്ത് കാണുന്നത്. വിജാതീയരായ ആളുകളാണ്. ആട്ടിടയന്മാർ വിജാതീയരായിരുന്നു. പിന്നെ പൗരസ്ത്യ ദേശത്ത് നിന്ന് വന്ന 3 ജ്ഞാനികളും വിജാതീയരായിരുന്നു. അപ്പൊ വിജാതീയരെ ഈശോയെ കണ്ട് മനസ്സിലാക്കി ഈശോയെ വന്ന് കണ്ട് ആരാധിക്കുന്നു, കുന്തിരിക്കവും മീറയും കാഴ്ചദ്രവ്യങ്ങൾ സമർപ്പിക്കുന്നു. എന്നാൽ യഹൂദർക്ക് വേണ്ടി വന്ന, യഹൂദരുടെ ഇടയിലേക്ക് വന്ന, യഹൂദരുടെ രക്ഷയ്ക്കായി വന്ന ഈശോയെ യഹൂദര് തിരിച്ചറിയുന്നില്ല എന്ന ഒരു വിധി വൈപരീത്യവും നമ്മൾ മത്തായിയുടെ സുവിശേഷത്തിൽ മാത്രം കാണുന്ന ഒരു പ്രത്യേകതയാണ്. ഇനി ഇതുപോലെ യൂദയ, ഓർസ്ലേം, ബെത്ലഹേം, ഈജിപ്ത്, റോമ, ഇസ്രായേൽ ദേശം, ഗലീലി, നസ്രത്ത്, യൂദയയിലെ ബെത്ലഹേത്ത് പിറന്ന യേശു ഇങ്ങനെ നസ്രയനായി അറിയപ്പെടുന്നു എന്ന ചോദ്യത്തിന് ഉത്തരം നൽകുന്നതിനുള്ള ശ്രമമാണ് നമ്മൾ ഈശോയുടെ ഈ ഒരു കുറിച്ച് വിശകലനെ കുറിച്ച് പറയുമ്പോൾ കാണുന്നത്. ഇനി യേശുവിന്റെ രക്ഷാകര ചരിത്രത്തിന്റെ അതിന്റെ ഉത്ഭവം വംശാവലിയെ കുറിച്ച് നമ്മൾ പറയുന്നുണ്ട്. ഈ വംശാവലിയുടെ ഘടന അതിനുശേഷം പൂർവിതായ എബ്രഹാം മുതൽ രാജാവായ ദാവീദ് വരെ 14 തലമുറകൾ, ദാവീദ് മുതൽ വിപ്രവാസം വരെ 14 തലമുറകൾ, വിപ്രവാസം മുതൽ യേശു മിശിഹ വരെ 14 തലമുറകൾ. അങ്ങനെയാണ് ഈ വംശാവലിയുടെ ഘടനയെ നമ്മൾ കാണുന്ന മത്തായിയുടെ സുവിശേഷത്തിൽ കാണുന്നത്. ഈ ആമുഖ പ്രസ്താവനയായ 1-ാം വാക്യം വംശാവലിയുടെ ഉദ്ദേശത്തെ സ്പഷ്ടമാക്കുന്നു. യേശു മിശിഹ എബ്രഹാത്തിന്റെ പുത്രനാണ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ യഹൂദ വംശ പാരമ്പര്യത്തിന്റെ പഴയ നിയമത്തിന്റെ പൂർത്തീകരണമാണ് പുതിയ നിയമത്തിലൂടെ നടക്കുന്നത് എന്ന് കാണിക്കാനും പഴയ നിയമത്തിൽ പറഞ്ഞു വെച്ച കാര്യങ്ങളുടെ പൂർത്തീകരണമാണ് ഈശോയുടെ വരവിലൂടെയും അവരുടെ ഉത്ഥാനത്തിലൂടെയും വെളിപ്പെടുത്തി കിട്ടിയത് എന്നും പറയുവാനാണ് മത്തായി ഈ ഭാഗങ്ങളെ ഉപയോഗിക്കുന്നത്. 14 തലമുറകൾ വേഴമുള്ള 3 ഖണ്ഡികകളാണ് ഈ വംശാവലിയെ വിഭജിച്ചിരിക്കുന്നത്. നമ്മൾ പലപ്പോഴും വായിക്കാതെ പോകുന്ന ഒരു ഭാവമാണ് കേട്ടോ. ഈ പ്രാവശ്യം
സമയം എടുത്തിട്ട് അതൊന്ന് വായിച്ചു നോക്കുന്നത് നല്ലതാണ്. അതിനകത്ത് ആണുങ്ങളും ഉണ്ട്, പെണ്ണുങ്ങളും ഉണ്ട്. എന്നാൽ അതിനകത്ത് മോശപ്പെട്ട ആളുകളുണ്ട്, നല്ല ആളുകളുണ്ട്, വിവാദികളായ ആളുകളുണ്ട്, അഡൽട്രസ് ആയ പാപിനിയായ സ്ത്രീ വരെ അതിനകത്ത് പെടുന്നുണ്ട്. അതായത് മത്തായി നമ്മളോട് പറഞ്ഞു വരുന്നത് ഒരാൾ പോലും തിരസ്കരിക്കപ്പെടുന്നില്ല ഈ രക്ഷാകര ദൗത്യത്തിൽ നിന്ന് കാണിക്കാൻ വേണ്ടി നമുക്ക് പലതരത്തിലുള്ള ആളുകളെ ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. ദൈവത്തിന്റെ പദ്ധതി അനുസരിച്ച് രക്ഷാചരിത്രം വിവിധ ഘട്ടങ്ങൾ കടന്നു വളർന്നു പൂർത്തീകരണമായ യേശുവിൽ എത്തിച്ചേരുന്ന ചരിത്രമാണ് സുവിശേഷൻ വരച്ചു കാണിക്കുന്നത്. ഒരു സംശയം ചോദിച്ചോട്ടെ? പറഞ്ഞു. ഈ രണ്ട് വംശാവലിയിലും യോസഫിന്റെ മകനായിട്ടാണ് ക്രിസ്തുവിനെ അവതരിപ്പിക്കുന്നത്. അതെ. അപ്പോ പക്ഷേ യോസഫിന്റെ ജനറ്റിക്കൽ സൺ അല്ലല്ലോ ക്രിസ്തു. അല്ല. അപ്പൊ പിന്നെ ഈ വംശാവലിക്ക് യോസഫിന്റെ മകനായിട്ട് അവതരിപ്പിക്കുന്നതിന്റെ സാങ്കത്യം എന്താണ്? കാരണം ഇത്രേ ഉള്ളൂ. അതായത് യഹൂദ വംശപരമ്പരയിൽ നിന്ന് പ്രവാചകന്മാരുടെ പ്രവചനങ്ങളുടെ പൂർത്തീകരണത്തിലൂടെയാണ് ഈശോ അപ്പം കന്യകയിൽ നിന്ന് ഗർഭം ധരിച്ച ഒരു പുത്രനെ പ്രസവിക്കുമെന്ന് അതിന്റെ പൂർണ്ണത വരുന്നത് ഭർത്താവായ ഔസേപ്പിലൂടെയാണ്. അപ്പം അതേ അതിലുള്ള അതായത് സ്ത്രീയുടെ മകൻ തകർക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും അത്രേ ഉള്ളൂ. ജോസഫിന്റെ മകനാണ് എന്ന് സുവിശേഷത്തിൽ പറയുന്നില്ല. പക്ഷെ ഈ വംശാവലിയില് രണ്ടിടത്തും യോസഫിന്റെ മകനായിട്ടാണ്. അതിന്റെ ഉദ്ദേശമാണ് ഞാൻ ഇത്ര നേരം പറഞ്ഞു വന്നത്. അത് യഹൂദരുടെ പഴയ കാലത്തെ ആചാരങ്ങളുടെ തുടർച്ചയായിട്ടാണ് പുതിയ നിയമവും ഈശോയുടെ വരവും എന്ന് കാണിക്കാൻ വേണ്ടി ആണ് ആ വംശാവലിയെ മുഴുവനും മത്തായി സുവിശേഷകൻ കൊണ്ടുവരുന്നത്. ഇപ്പൊ നമ്മൾ അതിനകത്ത് നോക്കുകയാണെങ്കിൽ ഇതിൽ തന്നെ അത് പറയുന്നുണ്ട്. ഈ വംശാവലിയെ സങ്കീർണമായ യഹൂദ ചരിത്രം മുഴുവൻ പ്രതിഫലിക്കുന്നു. ദൈവത്തിന്റെ പദ്ധതി അനുസരിച്ച് രക്ഷാചരിത്രം വിവിധ ഘട്ടങ്ങൾ കടന്ന് പൂർത്തീകരണമായ യേശുവിൽ എത്തിച്ചേരുന്ന ചരിത്രമാണ് സുവിശേഷൻ വരച്ചു കാട്ടുന്നത്. എങ്ങനെ ഇത് മനുഷ്യനിൽ എത്തിച്ചേർന്നു എന്നാണ് യേശുവിൽ എത്തിച്ചേരുന്നു സുവിശേഷം കാണിക്കുന്നത്. മാനുഷികമായ വീഴ്ചകളുടെയും ദുരന്തങ്ങളുടെയും മധ്യത്തിലും ദൈവത്തിന്റെ പരിപാലന രക്ഷാചരിത്രത്തിൽ അതിന്റെ ലക്ഷ്യത്തിലേക്ക് നയിക്കുന്നു എന്നതാണ് ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം. ലൂക്കായുടെ ലിസ്റ്റിലെ പ്രസക്ത ഭാഗം വ്യത്യാസമുണ്ട്, അതിന് സാരമായ സാമ്യമുണ്ട്. പൂർവ്വപിതാവായ അബ്രഹാത്തിൽ നിന്ന് ആരംഭിച്ച് ദാവീദ് രാജാവിന്റെയും യഹൂദ ജനത്തിന്റെയും സുവർണകാലത്തെയും അനുസ്മരിച്ചുകൊണ്ട് അവസാനിക്കുന്ന ഈ ഖണ്ഡിക ഈജിപ്തിലെ അടിമത്തം, പുറപ്പാട്, മരുഭൂമിയിലെ ഉഴൽച്ച, പലസ്തീനിയ പ്രവേശനം, രാജഭരണ സ്ഥാപനം തുടങ്ങിയ ചരിത്ര പ്രധാനമായ സംഭവങ്ങളുടെ കാലമാണ്. അതായത് ഓരോരുത്തരെയും കാണിക്കുന്നത് ഓരോ സംഭവങ്ങൾ നമ്മുടെ മുന്നിൽ കൊണ്ടുവരാനും ഇതെല്ലാം ഒരു രക്ഷാകര ചരിത്രത്തിന്റെ ഭാഗമായിരുന്നു. അല്ലെങ്കിൽ രക്ഷാകര ചരിത്രം ഈശോയുടെ ജനനത്തോടു കൂടി അല്ല തുടങ്ങുന്നത്, എന്നാൽ ഇത് പണ്ട് തുടങ്ങിയതാണെന്നും അതിന് പൂർത്തീകരണമാണ് മിശിഹായിലൂടെ സംഭവിക്കുന്നതും എന്നാണ് നമ്മൾ അർത്ഥമാക്കുന്നത് ഇതിലൂടെ. ഇനി ഇതിന്റെ തന്നെ തുടർച്ചയായിട്ട് നമ്മൾ പോവുകയാണെങ്കിൽ ബാബിലോണിയയിലെ പ്രവാസത്തിന് ശേഷം മൂന്നാം ഘട്ടത്തിൽ ഓരോ ഘട്ടങ്ങൾ നമ്മൾ ഇപ്പൊ ബാബിലോണിയയിലെ ഓരോ വളർച്ചയിലെ ഒരു ഘട്ടം ഉണ്ടല്ലോ. ഈ ഘട്ടം തന്നെ പഴയ ചരിത്രത്തെ സൂചിപ്പിക്കാൻ വേണ്ടി അതിനൊരു ഉദാഹരണം ഞാൻ പറയാം. ഇപ്പൊ ബാബിലോണിയയിലെ പ്രവാസത്തിന് ശേഷമുള്ള മൂന്നാം ഘട്ടം ആരംഭിക്കുന്നു. അധപതനത്തിൽ നിന്ന് മഹത്വത്തിലേക്ക്, അതിന്റെ അത്യുന്നതയിലേക്ക് ഒരു കുതിപ്പ് നമ്മൾ കാണുന്നുണ്ട്. ലൂക്കായുടേതാണിത്. തികച്ചും വിഭിന്നമായ ലിസ്റ്റിൽ ആദ്യത്തെ 2 പേരുകളെ ഒഴിച്ച് ബാക്കിയെല്ലാം അജ്ഞാതങ്ങളായ പേരുകളാണ് ലൂക്കായില്. യഹൂദ ചരിത്രത്തിന്റെ 600ഓളം വർഷങ്ങളിലെ ഗതിയെ പ്രതിദാനം ചെയ്യുന്ന ഒരു അജ്ഞാത വ്യക്തികൾ അടിമത്തത്തിന്റെയും വിദേശാധിപത്യത്തിന്റെയും കൊടിതികളുടെയും ദൈവിക വാഗ്ദാനങ്ങളെയും സംഭവിക്കുന്നത്. അതായത് 600 വർഷം എന്ന് പറയുന്നത് ഒരു 14 തലമുറ ആയിരിക്കരുതല്ലോ. എന്നാൽ അതിന്റെ പ്രധാനപ്പെട്ട ഘട്ടങ്ങളിൽ ഉണ്ടായിരുന്ന ചില ആളുകൾ ആ ഘട്ടങ്ങളും ആ കാലഘട്ടം എന്ത് സൂചിപ്പിക്കുന്നു എന്ന് കാണിക്കാനും വേണ്ടിയാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്, യാക്കോബ് മറിയത്തിന്റെ ഭർത്താവായ യോസഫിന്റെ പിതാവായിരുന്നു, അവളിൽ നിന്ന് ക്രിസ്തു എന്ന മിശിഹ ജനിച്ചു എന്നാണ് ലൂക്കായുടെ സുവിശേഷം നമ്മെ ഓർമ്മിപ്പിക്കുക. ദിനവൃത്താന്തത്തിൽ 3:17 നമ്മൾ അതിനെക്കുറിച്ചുള്ള ഒരു ഇത് കാണുന്നുണ്ട്, റെഫറൻസ് കാണുന്നുണ്ട്. ഔസേപ്പിന് ലഭിച്ച മംഗളവാർത്ത മത്തായിയുടെ സുവിശേഷം 1:18-25 നമ്മൾ കാണുന്നുണ്ട്. യേശു അബ്രഹാത്തിന്റെ പുത്രനാണ്, ദാവീദിന്റെ പുത്രനാണ് എന്ന് 1:1 സ്ഥാപിക്കാൻ ഉദ്ധരിക്കുന്ന വംശാവലി സമാപിക്കുന്നത് ഒടുവിലത്തെ കണ്ണിയായ ഔസേപ്പിന്റെ പുത്രനല്ല യേശു എന്ന സൂചനയോടുകൂടിയാണ്. അതായത് സുവിശേഷത്തില് യേശു എന്ന് പറയുന്നത് ഔസേപ്പിന്റെ പുത്രനല്ല എന്ന് വാക്യം 16-ാമത്തെ വാക്യം 1:16 വായിച്ചു കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാവും കേട്ടോ. നേരത്തെ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരവായിട്ട് നമുക്ക് അതിനെ എടുക്കാം. ഈ വൈരുദ്ധ്യം രക്തബന്ധം വഴി ദാവീദിന്റെ പുത്രൻ അല്ലെങ്കിലും പ്രകാരം ദാവീദിന്റെ പുത്രൻ റാൻസി SKD. ഓക്കെ, ശ്രദ്ധിക്കുക കേട്ടോ. അൺമ്യൂട്ട് ചെയ്യുന്നവര് ശ്രദ്ധിക്കുക. നമ്മൾ നിന്ന് പോയി കഴിഞ്ഞാൽ നമ്മൾ ഒരിടത്തും എത്തില്ല.
ഇനി ഞാൻ പറഞ്ഞു വന്ന ഇതോളൂ. അതായത് ചേട്ടൻ നേരത്തെ ചോദിച്ച ആ ചോദ്യത്തിന്റെ അതേ ഉത്തരം തന്നെ ഞാൻ പറയുന്നത്. രക്തബന്ധം വഴി ദാവീദിന്റെ പുത്രൻ അല്ലെങ്കിലും യേശു എപ്രകാരം ദാവീദിന്റെ പുത്രനാകുന്നു എന്ന പ്രശ്നം വിശദീകരിക്കുന്നു. അതേപോലെ തന്നെ ദാവീദിന്റെ പുത്രൻ എന്ന് നമ്മൾ പറയുമ്പോഴും ഈശോ ഒരിക്കലും രക്തബന്ധം കൊണ്ട് ദാവീദിന്റെ പുത്രനല്ല. അതേപോലെ തന്നെ ഔസേപ്പിന്റെ പുത്രൻ എന്ന് പറയുമ്പോഴും രക്തബന്ധം കൊണ്ട് ഔസേപ്പിന്റെ പുത്രനല്ല, മറിച്ച് മറിയത്തിന്റെ മാത്രം പുത്രനായിട്ടാണ് ഈശോ അവതരിപ്പിക്കുന്നത്. കലാവൈദഗ്ധ്യത്തോടു കൂടി രചിച്ചിരിക്കുന്ന ഈ ഖണ്ഡികയിൽ സുവിശേഷകൻ വിവിധ സാഹിത്യ സങ്കേതങ്ങൾ നമുക്കായി ഇണക്കി ചേർത്തിരിക്കുന്നു. അപ്പൊ ഇതിനകത്ത് പരമ്പരാഗതമായ മംഗളവാർത്ത എന്ന സാഹിത്യ രൂപത്തിലാണ് നമ്മൾ ഇതിനെ കാണുന്നത്. അതായത് എ ബി സി ആയിട്ട് നമ്മൾ തിരിക്കുകയാണെങ്കിൽ ശിശുവിന്റെ ഗർഭധാരണത്തെയും ജനനത്തെയും പറ്റിയുള്ള മുന്നറിയിപ്പ്, ശിശുവിന്റെ നാമത്തെക്കുറിച്ചുള്ള അറിയിപ്പ്, ശിശുവിന്റെ ഭാവി ദൗത്യത്തെക്കുറിച്ചുള്ള അറിയിപ്പ്, ഇങ്ങനെ അറിയിപ്പുകളായിട്ടാണ് നമ്മൾ ഇതിനെ കാണുന്നത്. എന്നാൽ നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം, ഇത് പഴയ നിയമത്തില് കാണുന്ന അതേ വചനം തന്നെയാണ് കേട്ടോ. ഇതാ നീ ഗർഭവതിയായിരിക്കുന്നു, നീ ഒരു പുത്രനെ പ്രസവിക്കുമെന്ന് ഹാഗാറിനോട് ഇസ്മായിലിന്റെ ജനത്തെക്കുറിച്ച് മരുഭൂമിയിൽ വെച്ച് ദൈവദൂതൻ പറയുന്നതാണ്. അതേ വചനം തന്നെയാണ് നമ്മൾ പുതിയ നിയമത്തില് മത്തായിയുടെ സുവിശേഷത്തില് ഔസേ പിതാവിനോട് പറയുന്നത്. ഇതേപോലെ തന്നെ നമുക്ക് കാണുന്നുണ്ട് ഹാഗാറിനോട് ദൈവദൂതൻ പറയുന്നതും, അതുപോലെ തന്നെ സാറായോട് അബ്രഹാമിനോട് സാറായിൽ ഒരു പുത്രൻ ജനിച്ച് അവൻ ഇസ്മായിൽ എന്ന് പേരിടാമെന്നും എന്ന ഭാഗവും കൂടെ നമ്മൾ കാണുന്നത്. ഇതെല്ലാം ഇതിന്റെ പൂർത്തീകരണമാണെന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഉൽപ്പത്തിയില് 16, 11, 12 നമ്മൾ അത് കാണുക കേട്ടോ. ഇവിടെ പ്രയോഗിച്ചിരിക്കുന്ന മറ്റൊരു സാഹിത്യ രൂപം ദൈവകൽപ്പന, കൽപ്പന, നിർവഹണം. ഇത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ. മത്തായിയുടെ സുവിശേഷം നമ്മൾ കാണുന്നതാണ്. ദൈവത്തിന്റെ ഒരു കൽപ്പനയുണ്ട്, ആ കൽപ്പനയുടെ നിർവഹണം. ഈ ഒരു രീതിയാണ് നമ്മൾ മത്തായിയുടെ സുവിശേഷത്തിന്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത്. ഇപ്പം ഒന്ന് നമ്മൾ ഉദാഹരണം പറയുകയാണെങ്കിൽ 1:20 വാക്യത്തിൽ ഇങ്ങനെ പറയാ, ദൈവദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട ഔസേപ്പിനോട് പറഞ്ഞു. എന്താ പറഞ്ഞത്? ഔസേപ്പിനോട് പറഞ്ഞു, നീ മറിയത്തിനെ ഭാര്യയായി സ്വീകരിക്കണം, അവൾ ഒരു പുത്രനെ പ്രസവിക്കുമെന്ന്. അപ്പം അത് ഔസേപ്പ് എന്താ ചെയ്യുന്നത്? അവൻ നിദ്രയിൽ നിന്ന് ഉണർന്ന് ദൈവദൂതൻ ആജ്ഞാപിക്കുന്നത് പോലെ പ്രവർത്തിച്ചു. അതായത് ഒന്ന് ദൈവത്തിന്റെ കൽപ്പന, പിന്നെ ഒന്ന് ദൈവത്തിന്റെ കൽപ്പന നിർവഹണം. ഇത് രണ്ടും നമ്മൾ ഈ സുവിശേഷങ്ങളുടെ പ്രത്യേകത കാണും. അതേപോലെ തന്നെ 20 വാക്യത്തിൽ നമ്മൾ കേൾക്കുന്നതാണ്, നിന്റെ ഭാര്യ മറിയത്തെ സ്വീകരിക്കാൻ നീ ശങ്കിക്കണ്ട എന്ന് പറയുമ്പോൾ തന്റെ ഭാര്യയായി മറിയത്തെ അദ്ദേഹം സ്വീകരിച്ചു എന്ന 24 വാക്യം. ശിശുവിന് യേശു എന്ന് പേരിടണം എന്ന 21 വചനത്തിന്റെ ബാക്കിയായിട്ട് 24 വചനത്തിൽ നമ്മൾ കാണുന്ന ശിശുവിന് അദ്ദേഹം യേശു എന്ന് പേരിട്ടു. ഒന്ന് കൽപ്പന, രണ്ട് കൽപ്പന നിർവഹണം. ഇത് മത്തായിയുടെ സുവിശേഷത്തിന്റെ ഒരു പ്രത്യേകതയാണ്. കൽപ്പന പറയുന്നു, ആ കൽപ്പനയുടെ പൂർത്തീകരണം വീണ്ടും പറയുന്നു. ഇത് നമ്മൾ പലയിടത്തും കാണാം. നമുക്ക് ഇതുപോലെ കന്യകാ ഗർഭധാരണം, യോസേപ്പിന്റെ തീരുമാനം, ഇതൊക്കെ നമ്മൾ അതിൽ കാണുന്ന ചില ഭാഗങ്ങളാണ് കേട്ടോ. ഇനി വിജ്ഞാനികളുടെ ആരാധനാക്രമത്തെക്കുറിച്ച് നമ്മൾ ഇതിനകത്ത് കുറിച്ച് പറയാം. ദൈവിക സംരക്ഷണത്തെക്കുറിച്ച്, ഈജിപ്തിലേക്കുള്ള ഒളിച്ചോട്ടം, മത്തായിയുടെ സുവിശേഷത്തിലും പുറപ്പാടില് നമ്മളത് ഒരു ചെറിയൊരു ഉദാഹരണം ദൈവിക സംരക്ഷണത്തെ കുറിച്ച് 2:13-23 പറയുന്ന, ചുരുക്കി പറയുകയാണെങ്കിൽ, ഈ ശിശുവിനെ നശിപ്പിക്കുന്നതിന് വേണ്ടി ഹെറോദോസ് അതിനെ അന്വേഷിക്കും. ഇത് തന്നെ ഇതിന്റെ ഒരു പാരലൽ ഞാൻ നേരത്തെ പറഞ്ഞു, പഴയ നിയമത്തിലും പുതിയ നിയമവും ഇതിന്റെ ഒരു പാരലൽ നമുക്ക് കാണാം. മത്തായി എത്ര കൃത്യമായിട്ടാണ് പുറപ്പാടിൽ നിന്ന് എടുക്കുന്നത്. 2:15 പുറപ്പാട് 2:15 വായിക്കുകയാണെങ്കിൽ, മോശയെ കൊല്ലുന്നതിന് ഫറവോ അന്വേഷിച്ചു. പുതിയ നിയമത്തിൽ 2:13 ഈശോയെ കൊല്ലുന്നതിനായി ഹെറോദോസ് അന്വേഷിച്ചു. 2:14 നമ്മൾ വീണ്ടും കാണും, ഔസേപ്പ് മറിയത്തെയും യേശുവിനെയും കൊണ്ട് ഹെറോദോസിന് നിന്ന് ഒളിച്ചോടുന്നു. മോശ ഫറവോയിൽ നിന്ന് ഒളിച്ചോടുന്നു 2:15 പുറപ്പാടില്. പിന്നെ 2:16 മത്തായിയിൽ നമ്മൾ കാണുന്നുണ്ട്, എല്ലാ ആൺകുട്ടികളെയും വധിച്ചു എന്ന് കാണും. എന്നാൽ 1:16 നമ്മൾ കണ്ട്, കുട്ടി ആണാണെങ്കിൽ അതിനെ കൊന്നുകളയണം, എബ്രായക്കാർക്ക് ലഭിക്കുന്ന എല്ലാ ആൺകുട്ടികളെയും നദിയിൽ എറിഞ്ഞു കളയണം എന്ന് ഫറവോ ഒരു കൽപ്പന പുറപ്പെടുവിക്കുകയാണ്. അപ്പൊ ആലോചിച്ച് ഇതിന്റെ വളരെ ഭംഗിയായിട്ട് ഈ പാരലൽ നമുക്ക് വരച്ച് കാണിക്കുകയാണ്. ഇനി 2:13-18 നോക്കുകയാണെങ്കിൽ, മത്തായിയുടെ സുവിശേഷത്തിലെ ഹെറോദോസിന്റെ വധോദ്യമത്തിൽ യേശു രക്ഷപ്പെടുന്നു. ഇതേപോലെ തന്നെ ഫറവോയുടെ വധോദ്യമത്തിൽ നിന്ന് മോശ രക്ഷപ്പെടുന്നത് പുറപ്പാടിന്റെ പുസ്തകത്തിൽ 2:1-10 നമ്മൾ കാണുന്നുണ്ട്. 2:19 ഹെറോദോസിന്റെ മരണത്തിന് ശേഷം ഈജിപ്തിൽ വെച്ച ദൈവദൂതൻ ഔസേപ്പിനോട് പറഞ്ഞു. ഇതേപോലെ 4:19 ഈജിപ്തിലെ രാജാവ് മരിച്ചു, മെതിയായിൽ ദൈവം മോശയോട് പറഞ്ഞു. ഇനി അതേപോലെ തന്നെ 2:20 മത്തായി എടുക്കുകയാണെങ്കിൽ, ഇസ്രായേൽ ദേശത്തേക്കുള്ള മടങ്ങുക, ശിശുവിന്റെ ജീവഹാനി വരുത്താൻ ഉദ്ദേശിച്ചവരെല്ലാം മരിച്ചു പോയിരിക്കുന്നു എന്ന് പറയുമ്പോൾ, അതേപോലെ പുറപ്പാടിന്റെ പുസ്തകത്തിൽ 4:19 പറയാണ്, ഈജിപ്തിലേക്ക് മടങ്ങുക, നിനക്ക് ജീവഹാനി വരുത്താൻ ഉദ്ദേശിച്ചിരുന്നവരെല്ലാവരും മരിച്ചുപോയി. അപ്പൊ നമ്മൾ ഈ ഒരു പാരലല് നമ്മൾ കാണുന്നുണ്ട് കേട്ടോ. അതായത് പഴയ നിയമവും പുതിയ നിയമവുമായിട്ട്
ദൈവിക സംരക്ഷണത്തെ എങ്ങനെ കൃത്യമായിട്ട് പഴയ നിയമവും പുതിയതുമായിട്ട് കൂട്ടിച്ചേർത്ത് മത്തായി നമ്മളോട് പറഞ്ഞു തരുന്നു എന്ന്. ഈജിപ്തിലേക്കുള്ള ഒളിച്ചോട്ടത്തെ കുറിച്ച് നമ്മൾ പറയുന്നുണ്ട്. ഇതും വളരെ കൃത്യമായിട്ട് നമ്മൾ കാണുന്നുണ്ട്. 2:13 ഇങ്ങനെ പറയും, എഴുന്നേറ്റ് ശിശുവിനെയും മാതാവിനെയും കൂട്ടിക്കൊണ്ട് വേഗം ഈജിപ്തിലേക്ക് പോവുക, ഞാൻ വീണ്ടും അറിയിക്കുന്നത് വരെ അവിടെ പാർക്കണം എന്നാ പറയുന്നത്. ഔസേപ്പ് എണീറ്റ് ശിശുവിനെ, അതായത് ഒന്ന് കൽപ്പന കൊടുക്കുന്നു, ആ കൽപ്പനയുടെ പൂർത്തീകരണം രണ്ടാമതായി നമ്മൾ കാണുക. കർത്താവ് അരുളി ചെയ്തതിന്റെ പൂർത്തീകരണത്തിന് വേണ്ടിയാണെന്ന് ഓരോ പ്രാവശ്യവും ഈ സുവിശേഷം നമ്മളോട് പറഞ്ഞു വെക്കുകയാണ്. കൽപ്പന നിർവഹണം, കൽപ്പന നിർവഹണം. അങ്ങനെയാണ് ഈജിപ്തിൽ നിന്ന് നസ്രത്തിലേക്കുള്ള പോക്കലും, അതുപോലെ തന്നെ 19-23 വചനങ്ങള്, സ്വപ്നത്തിലുള്ള കൽപ്പനകള്, പിന്നെ അതിന് നിർവഹണം, ഇസ്രായേൽ നാട്ടിലേക്ക് പോകുന്നു, സ്വപ്നത്തിലുള്ള നിർദ്ദേശം, അതിനുശേഷം ഗലീലയിൽ നിന്ന് നസ്രത്തിലേക്ക് പോകുന്നു, വിശുദ്ധ ലിഖിതത്തിന്റെ പൂർത്തീകരണത്തിനായുള്ള ഈ യാത്ര. ഇതാണ് നമ്മൾ ഇതിനകത്ത് പ്രധാനപ്പെട്ടമായും കാണുന്നത്. ഇനി കുറച്ച് കോൺസെപ്റ്റുകൾ കൂടെ പെട്ടെന്ന് നമുക്കൊന്ന് കടന്നു പോവാം. ഇനി ഇത് നമ്മൾ ഒരു ഇൻട്രൊഡക്ഷൻ എന്ന നിലയിൽ മത്തായിയുടെ സുവിശേഷത്തിന്റെ ലക്ഷ്യം എന്താണ് നമ്മൾ പറഞ്ഞു. അതും പഴയ നിയമം അല്ലെങ്കിൽ യഹൂദ പാരമ്പര്യവും തമ്മിലുള്ള ബന്ധത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇത് എഴുതിയത് ആരാണ്, എപ്പോഴാണ് എഴുതിയത്, ആർക്ക് വേണ്ടിയാണ് എഴുതിയത്, ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ പറഞ്ഞു. അതിന്റെ പ്രത്യേകതകൾ നമ്മൾ പറഞ്ഞു. ഇതിനെ എങ്ങനെയാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ പെട്ടെന്ന് കുറച്ച് ഭാഗങ്ങൾ, ഇനിയുള്ള ഭാഗങ്ങൾ അത്ര പ്രധാനപ്പെട്ടത് അല്ല എന്ന് ഞാൻ പറയുമ്പോൾ അത് കുറേയേറെ തീമുകളാണ്. നമ്മൾ ഈ സുവിശേഷം കാണുന്ന കുറെ തീമുകളാണ്. അത് നമുക്ക് കുറച്ച് പെട്ടെന്ന് തന്നെ ഓടിച്ചു പോകാം. ദൈവരാജ്യം ഈശോയുടെ ഉപമകളിലൂടെ നമ്മൾ കാണുന്നതാണ്. മത്തായിയുടെ സുവിശേഷത്തിൽ ഏറ്റവും കൂടുതൽ ദൈവരാജ്യ ഉപമകളെ കുറിച്ചാണ് നമ്മൾ വരുന്നത്. കൂടുതൽ ഉപമകൾ നമ്മൾ കാണുന്നത് തന്റെ സന്ദേശം സ്വീകരിക്കുന്ന വൈമുഖ്യം കാണിക്കുന്ന മത നേതാക്കന്മാരുടെ നേരെ തിരിഞ്ഞ് അവർക്ക് വരാനിരിക്കുന്ന വലിയ വിപത്തിനെ കുറിച്ച്, താക്കീതിന്റെ ഉപമകളെ കുറിച്ച് ഈശോ പറയുന്നുണ്ട്. നമുക്കറിയാം, ചന്തസ്ഥലത്തിരിക്കുന്ന കുട്ടികളെ പോലെയാണ് ഇവരെന്ന് പറയുന്നത്. അവര് പാട്ട് പാടുന്നു, എന്നാൽ ആരും അത് ശ്രദ്ധിക്കുന്നു, അവർ ഡാൻസ് കളിക്കുന്നു, അവരാരും കാണുന്നില്ല എന്ന് പറയുന്ന ഒരു ഭാഗം. വാട്ട് ഷാൽ ഐ കമ്പയർ ദിസ് ജനറേഷൻ, ഞാൻ ഈ ജനതയെ, ഈ തലമുറയെ എന്തുമായി ഉപമിക്കണം എന്ന് ചോദിക്കുന്ന ഭാഗങ്ങളിലൂടെ ഈശോ കടന്നുപോയി ഈശോ നമുക്ക് മുന്നിൽ തരുന്ന ചില ഭാഗങ്ങളാണ് ഇത് കേട്ടോ. മത്തായിയുടെ സുവിശേഷത്തിൽ 13-ാം അധ്യായത്തിലെ 6 ഉപമകളിൽ 3 പ്രോത്സാഹന ഉപമകള് എന്ന വിധത്തിൽ നമുക്കറിയാം. ശിഷ്യരെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി അവൻ കൊടുക്കുന്ന 13-ാം അധ്യായം മനസ്സിരുത്തുന്നു വായിക്കുന്ന നല്ലതാണ് കേട്ടോ. അതിനകത്ത് ഒത്തിരിയേറെ ഉപമകൾ നമ്മൾ കാണുന്നത് ദൈവ രാജ്യത്തെ കുറിച്ചുള്ള ഉപമകളാണ്. ഇതിൽ ഏറ്റവും കൂടുതലായി നമ്മൾ കാണുന്നത് സഹിഷ്ണുതയുടെ ഉപമകള്, പ്രോത്സാഹനത്തിന്റെ ഉപമകള്. ഈ ഉപമകളുടെ പരിപൂർണമായ അല്ലെങ്കിൽ സ്വയം ശൂന്യവൽക്കരണത്തിൻ്റെതായ പ്രവർത്തനമാണ് ദൈവരാജ്യത്തിന് ആവശ്യമായിരിക്കുന്നതെന്ന്. കൃഷിക്കാരന്റെ നിധി നമ്മൾ കാണുന്നത് 13-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും ആദ്യത്തെ ഏറ്റവും ചെറിയ സ്വർഗരാജ്യത്തിനെ ഉപമിക്കുന്നത് നിധി കണ്ടെത്തുന്ന ഒരാളെ പോലെ, ഒരു യാത്രക്കാരൻ നിധി കണ്ടെത്തുന്നതിനെ പോലെ, അല്ലെങ്കിൽ വേറൊരാള്, ഒരു മർച്ചന്റ്, അയാൾ ഒരു നിധി അന്വേഷിച്ച് നടക്കുന്ന നിധിയെ കണ്ടെത്തുന്ന പോലെയൊക്കെയാണ്, കടുകുമണി പോലെയാണെന്നൊക്കെയാണ് ചെറിയ ചെറിയ ഉപമകളിലൂടെ ദൈവരാജ്യത്തെ കുറിച്ച് പറഞ്ഞു തരുന്ന ഭാഗങ്ങളാണ്. ഇപ്പൊ 13-ാം അധ്യായം സമയം കിട്ടുമ്പോൾ ഒന്ന് വായിക്കണമെന്ന് പ്രത്യേകം ഞാൻ ഓർമ്മിപ്പിക്കുന്നു. ഇനി മത്തായിയുടെ സുവിശേഷത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വേറൊരു ഭാഗമാണ് അതിനകത്തുള്ള ധർമ്മബോധവും അതിന്റെ സാമൂഹ്യ മാനങ്ങൾ, അല്ലെങ്കിൽ ധർമ്മബോധത്തെ കുറിച്ച്. മത്തായിയുടെ സുവിശേഷത്തില് നമ്മൾ കാണുന്ന അതിന് നമ്മൾ ഉപയോഗിക്കുന്ന ഗ്രീക്കിൽ ഉപയോഗിക്കുന്ന ഒരു വാക്യമാണ് ദിക്കായോസുനെ എന്ന് പറയുന്ന ഒരു വാക്കാണ് നമ്മൾ ഉപയോഗിക്കുക. അതായത് റൈറ്റ്യസ്നെസ്സും ജസ്റ്റിസിനെയും കാണിക്കാൻ വേണ്ടി ധർമ്മബോധം, മത്തായിയുടെ സുവിശേഷത്തിൽ കാണുന്ന ധർമ്മബോധം, ധാർമ്മികത കുറിച്ച് പ്രതിപാദിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഭാഗമാണ് കേട്ടോ ഇത്. നമ്മൾ 7 പ്രാവശ്യം നമ്മൾ ഇത് കാണുന്നുണ്ട്. 3, 15, 5, 6, 10, 20, 6, 1, 33, 2, 1, 21, 32 ഇവിടങ്ങളിലൊക്കെ നമ്മൾ കാണുന്ന ഒരു പ്രത്യേക ഒരു വചനമാണിത്, ഒരു വാക്കാണ് ഡക്കായിയോസുനെ. ഡക്കായിയോസുനെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ധാർമ്മിക ബോധത്തെ കുറിച്ച്, ധർമ്മബോധം വളർത്താൻ വേണ്ടി മത്തായി ഉപയോഗിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പദമാണിത്. ഇനി ഈ പദത്തിനെ കുറിച്ചുള്ള കുറച്ച് ഭാഗങ്ങൾ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അത് സമയം കിട്ടുമ്പോൾ ഒന്ന് വായിക്കാൻ ഞാനത് പെട്ടെന്ന് പോവുകയാണ്. 5, 6, മത്തായി 6:33 ഈ പദപ്രയോഗങ്ങൾ 2 തരത്തിൽ നമ്മൾ കാണിക്കുന്നുണ്ട്. മത്തായി 5:10, മത്തായി 3:15 ഇങ്ങനെയുള്ള കുറെ ഭാഗങ്ങളിൽ പാവങ്ങളോടുള്ള മനോഭാവം, അതോർത്ത് മത്തായി എങ്ങനെയാണ് പാവങ്ങളെ കാണുന്നത്. ലൂക്കായുടെയും മത്തായിയുടെയും സുവിശേഷത്തില് ലൂക്ക കുറച്ചുകൂടെ സ്ത്രീകളോട് കുറച്ചുകൂടെ പ്രാമുഖ്യവും അല്ലെങ്കിൽ കുറച്ചുകൂടെ കരുണ കാണിക്കുമ്പോൾ മത്തായിയുടെ സുവിശേഷങ്ങൾ ഏറ്റവും കൂടുതൽ പാപങ്ങളുടെ അല്ലെങ്കിൽ തന്റെ ജനത്തെയും അവരുടെ പാപത്തിൽ നിന്ന് രക്ഷിക്കുന്ന ഒരു ദൈവത്തിനെയാണ് മത്തായി നമുക്ക് മുന്നിൽ വരച്ചു വെക്കുന്നത് കേട്ടോ.
ഇനി മതരാഷ്ട്രീയ നേതാക്കന്മാരുള്ള യേശുവിനോടുള്ള മനോഭാവം. യേശു നമുക്കറിയാം, ഞാൻ നേരത്തെ പറഞ്ഞു വന്നപ്പോൾ ഞാൻ പറഞ്ഞു വന്നിരുന്നു, ഈ സുവിശേഷത്തിന്റെ ഒരു പ്രത്യേകതയാണ് പാരലലായിട്ട് രണ്ട് കാര്യങ്ങളാണ്. പാപികളും ചുങ്കക്കാരുകളും ഈശോയെ കാണാനും അവരിൽ നിന്ന് സൗഖ്യം നേടാനും വരുമ്പോൾ മറ്റൊരു ഭാഗത്ത് യഹൂദ പ്രമാണിമാരും ഫരിസേയരും ചുങ്കക്കാരുമെല്ലാം അവനെതിരായി പതുക്കെ പതുക്കെ മാറുന്ന അവൻ അവരോട് പറയുന്ന രീതികൾക്കനുസരിച്ച് അവനോടുണ്ടാവുന്ന അവരുടെ മനോഭാവത്തിന് വരുന്ന മാറ്റവും പിന്നീട് അത് അവരെ കൊല്ലുന്നതിന് പ്രേരിപ്പിക്കുന്ന ഘടകങ്ങളായി മാറുന്ന ഭാഗങ്ങളാണ് നമ്മൾ ഇതിനകത്ത് കാണുന്നത്. ഡിക്കായിയോസുന, അത് ആ ഒരു 7 ഭാഗങ്ങള് സമയം കിട്ടുമ്പോൾ വായിക്കണമെന്ന് ഞാൻ പ്രത്യേകം ഓർപ്പിക്കുകയാണ്. ഇനി ഈശോ വേറൊരു കോൺസെപ്റ്റാണ് മത്തായിയുടെ സുവിശേഷത്തിൽ കാണുന്ന വേറൊരു കോൺസെപ്റ്റാണ് യുഗാന്ത്യത്തിന്റെ ദർശനം. ഈ ലോകാവസാനത്തെ കുറിച്ച് മത്തായിയുടെ സുവിശേഷം പറയുന്നത് എങ്ങനെയാണ്, എന്താണ് എന്ന്. യുഗാന്ത്യ ദർശനം വളരെ അല്ലെങ്കിൽ സുവിശേഷങ്ങളിലും അതുപോലെ തന്നെ പൗലോസിന്റെ എഴുത്തുകളിലും കുറച്ച് സങ്കീർണമായ ഒരു വിഷയമാണ്. എപ്പോഴാണ് ലോകത്തിന്റെ അവസാനം എന്നൊരു ചോദ്യം എപ്പോഴായിരിക്കും? ഇത് പലരും സുവിശേഷങ്ങളിൽ തന്നെ അല്ലെങ്കിൽ പല പണ്ഡിതന്മാർ തന്നെ ഒത്തിരിയേറെ സംശയങ്ങളിലൂടെ കണ്ട കാര്യവും അപ്പോസ്തലന്മാർക്ക് പോലും ഒരുപക്ഷെ മനസ്സിലാവാതിരുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെയാണ് പൗലോസ് അപ്പോസ്തലൻ എഴുതിയ പല ലേഖനങ്ങളിലും വീണ്ടും ആവർത്തിച്ച് അവൻ അവരോട് പറയുന്നുണ്ട്, ഇതെപ്പോൾ വരും എന്നതല്ലാതെ വരുമ്പോൾ മനുഷ്യപുത്രൻ വരുമ്പോൾ നിങ്ങൾ എങ്ങനെ ആയിരിക്കും എന്നതിലാണ് കാര്യം, അല്ലെങ്കിൽ അത് എപ്പോ വരുന്നു എവിടെ വരുന്നു എന്നതിലല്ല കാര്യം എന്ന് പൗലോസ് അപ്പോസ്തലൻ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ക്രിസ്തുവിന്റെ സാന്നിധ്യത്താൽ ഭൂമിയിൽ സമാഗതമായ സ്വർഗരാജ്യത്തിന്റെ അന്ത്യഘട്ടത്തെക്കുറിച്ചും പറുസിയ എന്നൊരു വാക്ക് നമ്മൾ ഉപയോഗിക്കുക. യുഗാന്ത്യത്തെക്കുറിച്ചും മനുഷ്യപുത്രൻ ആഗതമാകുന്നതിനെ കുറിച്ചും മനുഷ്യന്റെ പ്രപഞ്ചത്തിന് സംഭവിക്കുന്ന മാറ്റങ്ങളുമാണ് മത്തായിയുടെ സുവിശേഷത്തിന്റെ സവിസ്തരം നമ്മൾ കാണുന്നത്. മനുഷ്യപുത്രന്റെ ആഗമനവും പുതിയ യുഗത്തിന്റെ സ്വഭാവവും വളരെയേറെ പ്രശ്നങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. മനുഷ്യപുത്രന്റെ ആഗമനം എപ്പോൾ സംഭവിക്കും? ഇതാണ് ഇതിലെ മത്തായിയുടെ സുവിശേഷം നമ്മൾ കാണുന്ന പ്രധാനപ്പെട്ട ഒരു ചോദ്യം. എപ്പോഴാണ് മനുഷ്യപുത്രന്റെ ആഗമനം? രണ്ടാം വരവാട്ടോ നമ്മൾ പറയുന്നത്. മനുഷ്യപുത്രന്റെ ആദ്യത്തെ ആഗമനത്തെ കുറിച്ച് നമ്മൾ പഠിച്ചു. ഈ ആഗമനം എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ ശൈശവ ജനന വിവരണത്തെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്. പിന്നെ അവന്റെ മരണവും ഉത്ഥാനത്തിന് മുൻപ് അവൻ ശിഷ്യന്മാരോട് പറയുന്നുണ്ട്, ഞാൻ വീണ്ടും തിരിച്ചു വരും. എന്തിനു വേണ്ടിയിട്ടാണ് തിരിച്ചു വരുന്നത്? ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാനായി ഞാൻ വീണ്ടും വരുമെന്ന് ഈശോയുടെ രണ്ടാം വരവ്. ഈ രണ്ടാം വരവ് എപ്പോൾ നടക്കും എന്ന കാര്യത്തില് ആദിമ സഭയിൽ തന്നെ വലിയ സംശയങ്ങൾ ഉണ്ടായിരുന്നു. മനുഷ്യപുത്രന്റെ ആഗമന സമയത്തെ സൂചിപ്പിക്കുന്ന വചനങ്ങളെ നമുക്ക് അതുകൊണ്ട് തന്നെ 2 തരത്തില് വിഭജിക്കാൻ പറ്റും. ഒന്ന്, മനുഷ്യപുത്രന്റെ ആഗമനം ആസനം, പെട്ടെന്ന് തന്നെ ഇപ്പൊ തന്നെ നടക്കും എന്ന രീതിയിൽ മത്തായിയുടെ സുവിശേഷത്തിൽ നമ്മൾ ചില ഭാഗങ്ങൾ കാണുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ കാണുന്നുണ്ട് എന്നാൽ എപ്പം നടക്കുമെന്ന് അറിഞ്ഞുകൂടാ എന്ന ഒരു ഭാഗവും നമ്മൾ കാണുന്നുണ്ട്. ഇനി ആഗമനം പെട്ടെന്ന് തന്നെ, അല്ലെങ്കിൽ മനുഷ്യപുത്രൻ എത്രയും പെട്ടെന്ന് തന്നെ അവൻ മരിച്ച ഉത്ഥാനത്തിന് മുമ്പ് അവൻ ശിഷ്യന്മാർക്ക് കൊടുക്കുന്ന വാഗ്ദാനമാണ്. അപ്പം എപ്പോഴാണ് അവൻ തിരിച്ചു വരിക? കാരണം പൗലോസ് അപ്പോസ്തലന്റെ ചില ലേഖനങ്ങളൊക്കെ എടുത്തു നോക്കിയാൽ നമുക്കറിയാം, ഈ പെട്ടെന്ന് തന്നെ ഈശോയുടെ വരവിനെ പ്രതീക്ഷിച്ചിരുന്ന ഒരു ജനതയായിരുന്നു ആ നടപടി പുസ്തകം അല്ലെങ്കിൽ അപ്പസ്തോല പ്രവർത്തനങ്ങൾ നമ്മൾ കാണുന്നത്. എന്നാൽ ഈ ജനത ഈശോ പെട്ടെന്ന് തന്നെ തിരിച്ചു വരുമെന്ന് പ്രതീക്ഷിച്ചു. കാരണം അവൻ തന്നെ പറയുന്നുണ്ട് സുവിശേഷങ്ങൾ, നിങ്ങളിൽ ഒരുവൻ ജീവിച്ചിരിക്കും, ഞാൻ തിരിച്ചു വരുമ്പോൾ എന്ന് പറഞ്ഞപ്പോൾ അവർ വിശ്വസിച്ചു. യോഹന്നാൻ മരിക്കുന്നതിന് മുമ്പ്, അതായത് AD 100 മുമ്പെങ്കിലും ക്രിസ്തു ഭൂമിയിലേക്ക് വരും എന്ന് വിശ്വസിച്ചു. നമുക്കറിയാം 2000 ക്രിസ്തു വർഷം 2000 ആളുകൾ ലോകാവസാനം ഉണ്ടാവും, രണ്ടാമത് ക്രിസ്തു വീണ്ടും വരുമെന്ന് പറഞ്ഞ് കുറെ കൾട്ടിക് ഗ്രൂപ്പുകൾ നമ്മുടെ ഇടയിൽ ഉണ്ടായിരുന്ന ഒരു കാലത്ത്. ഇനി അതുകൊണ്ട് തന്നെ ഈ ഒരു സംശയം ഉണ്ടായിരുന്നു. അവൻ പറഞ്ഞതിന്റെ ഒരു കൃത്യത അല്ലെങ്കിൽ അത് മനസ്സിലാക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് ആസന്നമായി വരുമെന്ന് കരുതിയപ്പോൾ അതുകൊണ്ട് തന്നെ കുറെ ആളുകൾ കാത്തിരുന്നു. അവർക്കുണ്ടായിരുന്ന സ്വത്തുകളെല്ലാം അവർ വിറ്റു. അപ്പസ്തോല പ്രവർത്തനങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം ഒന്നിച്ചിട്ടു. എന്നിട്ട് എല്ലാവരുമായിട്ട് ഒന്നിച്ചു ജീവിച്ചു, ഒരേ ആത്മാവ് ഒരേ മനസ്സുമായി ജീവിച്ചു. എന്നാൽ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ഈ വരവ് പെട്ടെന്ന് പ്രതീക്ഷിച്ച പോലെ ക്രിസ്തുനാഥൻ വീണ്ടും തിരിച്ചു വരാതിരുന്നപ്പോൾ ഇവരൊക്കെ ഒരു തരത്തിലുള്ള ഒരു അലസതയിലേക്ക് തിരിഞ്ഞു. അത് നമ്മൾ വെളിപാടിന്റെ പുസ്തകത്തിലെ 2-ാം അധ്യായം നമ്മൾ വായിക്കുകയാണെങ്കിൽ അതിനകത്ത് യോഹന്നാൻ എഴുതിയ 7 കത്തുകളാണ്, 7 സഭകൾക്കായി എഴുതുന്ന 7 കത്തുകളാണ് ഈ 2-ാം അധ്യായത്തിൽ 3-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. ഈ ഭാഗങ്ങൾ നമ്മൾ പ്രത്യേകം വായിച്ചു നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ഭാഗമാണിത്. ഇവരോട് നിങ്ങൾ എങ്ങനെ മന്ദോഷ്മത ഉള്ളവരായി മാറി, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും എന്ന് പറയുന്ന ഒരു ഭാഗം. കാരണം അവരൊക്കെ പ്രതീക്ഷിച്ച് അവരുടെ പ്രത്യാശ നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ. അപ്പൊ നമ്മൾ ഈ 2 ഭാഗങ്ങൾ പ്രത്യേകിച്ച് പെട്ടെന്നൊന്ന് നോക്കാം കേട്ടോ. മനുഷ്യപുത്രന്റെ ആഗമനം പെട്ടെന്ന് വരും, അല്ലെങ്കിൽ ഈശോയുടെ മരണത്തിനും ഉത്ഥാനത്തിന് ശേഷം പെട്ടെന്ന് തന്നെ ആയിരിക്കും എന്ന് കാണിക്കുന്ന ചില വചനങ്ങൾ നമ്മൾ സുവിശേഷത്തിൽ. ഇതുകൊണ്ടാണ് ഈ കൺഫ്യൂഷൻ വന്നത് തന്നെ. മത്തായിയുടെ സുവിശേഷത്തിൽ 10:23 അവൻ പറയാണ്, മനുഷ്യപുത്രന്റെ ആഗമനത്തിന് മുമ്പ് നിങ്ങൾ ഇസ്രായേൽ ഗോത്രത്തിലെ നഗരങ്ങളിലെല്ലാം സഞ്ചരിച്ച് തീരുകയില്ലെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. അതായത് നിങ്ങൾ ഇസ്രായേൽ മുഴുവൻ ചുറ്റി സഞ്ചരിക്കുന്നതിന് മുമ്പ് മനുഷ്യപുത്രൻ വരും എന്നൊരർത്ഥത്തിലേക്ക് അവരതിനെ വ്യാഖ്യാനിച്ചു.
2:16-28 നമ്മൾ വീണ്ടും കേൾക്കുന്നുണ്ട്. മനുഷ്യപുത്രൻ തന്റെ രാജകീയ പ്രഭാവത്തോടെ വരുന്നത് കാണുന്നത് വരെ മരിക്കയില്ലാത്ത ചിലർ ഇവിടെ നിൽക്കുന്നുണ്ടെന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു. അതായത് അവന്റെ രണ്ടാം വരവിലും മരിക്കാതെ നിൽക്കുന്ന ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ചില ആളുകൾ ഉണ്ടാവുമെന്ന് ഞാൻ പറയുന്നു എന്ന വചനം. മൂന്നാമത് നമ്മൾ കാണുന്ന 24-34 പറയാണ്, ഇവയെല്ലാം സംഭവിക്കും, ഈ തലമുറ കടന്നു പോവുകയില്ലെന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു. അച്ഛൻ അത് ആ രണ്ടാമത്തെ പറഞ്ഞ പോയിന്റ്, അതായത് ഇവിടെ ജീവിച്ചിരിക്കുന്നത് പറഞ്ഞ പോയിന്റ് എങ്ങനെയാണ് നമുക്കത് കൃത്യമായിട്ട് മനസ്സിലാക്കാം? അതായത് അന്ന് ക്രിസ്തു എന്താ ഉദ്ദേശിച്ചതുകൊണ്ട്, അതായത് ഞാൻ പറയാം, ഞാൻ അതിലേക്ക് കടക്കുവാണ്. ഞാനിപ്പോ പറഞ്ഞു വരുന്നത്, ഞാൻ അതിലേക്ക് കടക്കും തീർച്ചയായിട്ടും. ഓക്കെ, ഇപ്പൊ നമ്മൾ പറയുന്നത് ഈ 3 കാര്യങ്ങൾ കൊണ്ടാണ് ക്രിസ്തു പെട്ടെന്ന് തന്നെ വരും എന്ന് ഇവർ വിശ്വസിച്ചിരുന്ന 3 വചനങ്ങളാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. ഇനി ഇതിനെ നമ്മൾ എങ്ങനെ വേറെ രീതിയിൽ കാണാമെന്ന് ഞാൻ ഇതിന് ശേഷം, ഇതിന്റെ രണ്ടാമത്തെ ഭാഗത്തിന് ശേഷം പറയാം കേട്ടോ. യേശുവിന്റെ സമകാലികരുടെ ഇടയിലുള്ള നിലവിലുള്ള യുഗാന്ത്യം ആസന്നമാണെന്ന ചിന്താഗതി ആദിമ ക്രൈസ്തവരുടെ ഇടയിൽ കടന്നുകൂടുന്നതിന് ഈ വാക്യങ്ങൾ കാരണമായിട്ടുണ്ട്. യേശുവിന്റെ കാലത്ത് തന്നെ യുഗാന്ത്യവും മനുഷ്യപുത്രന്റെ ആഗമനവും ഉണ്ടാകുമെന്നും യേശു തന്നെ വിശ്വസിച്ചിരുന്നു എന്ന നിഗമനത്തിൽ പല പണ്ഡിതന്മാരും എത്തിച്ചേർന്നിരുന്നു ഒരു സമയത്ത്. എന്നാൽ ഈ വാക്യങ്ങളുടെ അർത്ഥം അവ യേശു ഉദ്ധരിച്ച സാഹചര്യങ്ങളുടെ പശ്ചാത്തലത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. അതായത് ആ വാക്യാർത്ഥമല്ല, അതിന്റെ സാഹചര്യങ്ങളെ അനുസരിച്ച് വേണം ഇതിന്റെ അർത്ഥങ്ങളെ മനസ്സിലാക്കാൻ. ഇനി നമ്മൾ രണ്ടാമത്തെ ഭാഗത്തേക്ക് വന്നിട്ട് നമ്മൾ ആദ്യത്തെ ആ ചോദ്യത്തിന് ഉത്തരത്തിലേക്ക് വരാം. മനുഷ്യപുത്രന്റെ ആഗമന സമയം അജ്ഞാതമാണെന്ന് സൂചിപ്പിക്കുന്ന വചനങ്ങളും ഉണ്ട്. അപ്പം പെട്ടെന്ന് വരും എന്ന് പറയുന്നത് പോലെ തന്നെ, എന്നാൽ നമുക്ക് ആർക്കും അറിയില്ല എന്നും തന്നെ ക്രിസ്തുവിന്റെ മത്തായിയുടെ സുവിശേഷം നമ്മൾ കാണുന്നുണ്ട്. 24-36 ഇങ്ങനെ പറയാ, പിതാവിനല്ലാതെ മറ്റാർക്കും ലോകത്തിലെ ദൂതന്മാർക്കോ പുത്രനോ പോലും ആ ദിവസവും സമയം അറിഞ്ഞുകൂടാ. അതായത് പുത്രന് പോലും ഈ സമയം അറിഞ്ഞുകൂടാ എന്ന് സുവിശേഷകൻ പറഞ്ഞു വെക്കുന്നുണ്ട്. ഇനി 24-43 കള്ളൻ ഏത് സമയത്താണ് വരുന്നത് എന്ന് ഗ്രഹനാഥൻ അറിയാമെങ്കിൽ അയാൾ തീർച്ചയായും ഉണർന്നിരിക്കും, ഭവനഭേദനം ചെയ്യാൻ അവനെ അനുവദിക്കുകയുമില്ല, ഇത് നിങ്ങൾക്കറിയാമല്ലോ എന്ന് വീണ്ടും അവൻ ഓർമ്മിക്കുകയാണ്. അതായത് ഈ ആസന്നമായ ക്രിസ്തുവിന്റെ രണ്ടാം വരവ് എപ്പോഴാണെന്ന് അറിയില്ല എന്ന് പറയുന്നു. 24-44 വീണ്ടും ഇങ്ങനെ പറയുന്നു, അതുപോലെ നിങ്ങളും തയ്യാറായിരിക്കണം, എന്തെന്നാൽ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത സമയത്തായിരിക്കും മനുഷ്യപുത്രൻ വരുന്നത് എന്ന് പറയുന്നു. ആകയാൽ ജാഗരൂകരായിരിക്കുവിൻ, എന്തെന്നാൽ ആ ദിവസം നിങ്ങൾക്ക് ആ ദിവസമോ സമയമോ മണിക്കൂറേതെന്നോ നിങ്ങൾക്ക് ആർക്കും നിശ്ചയമില്ല. ഇനി ഇതിന്റെ എങ്ങനെ ഈ വ്യത്യാസങ്ങളിലേക്ക് വന്നു എന്ന് നമുക്ക് മനസ്സിലാകാം. അതിനോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ സുവിശേഷങ്ങൾ എഴുതിയ കാലഘട്ടങ്ങള് മാർക്കോസിന്റെ സുവിശേഷം 70-ലും മത്തായിയുടെ സുവിശേഷം 70 മുതൽ 85 വരെയുള്ള ഒരു കാലഘട്ടത്തിലും ലൂക്ക 80 മുതൽ 90 വരെയുള്ള ഒരു കാലഘട്ടത്തിലും ആയിരിക്കും. യോഹന്നാന്റെ സുവിശേഷം 90 മുതൽ 110 ഇടയിലുള്ള ഒരു കാലഘട്ടത്തിലായിരിക്കാം എഴുതിയിരിക്കുന്നത് എന്നാണ് നമ്മൾ പറയുന്നത്. ഇനി ഈ സമന്തര സുവിശേഷങ്ങളിലെ യുഗാന്ത്യ പ്രഭാഷണങ്ങളിലാണ് ഈ ആഗമനത്തെ കുറിച്ചുള്ള യേശുവിന്റെ പ്രബോധനം കൂടുതലായി കാണുന്നത്. യുഗാന്ത്യ പ്രഭാഷണത്തിൽ യേശുവിന്റെ പ്രബോധനങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണെങ്കിലും ഇന്ന് സുവിശേഷത്തിൽ കാണുന്ന രൂപത്തിൽ യേശുവിൽ നിന്ന് ഉത്ഭവിച്ചിട്ടുള്ളതല്ല. അതായത് ഈ വചനങ്ങൾ സുവിശേഷങ്ങൾ കാണുന്നത് പോലെ യേശുവിൽ നിന്നും ഉത്ഭവിച്ചിട്ടുള്ളതല്ല. മാർക്കോസിന്റെ സുവിശേഷം 13:3-37, മത്തായി 24:3 ഇതുപോലുള്ള യേശുവിന്റെ കാലത്തിന് ശേഷം യുഗാന്ത്യത്തെ കുറിച്ചുണ്ടായ രൂക്ഷമായ പ്രശ്നങ്ങൾക്ക് യേശുവിന്റെ പ്രബോധനങ്ങളെ അടിസ്ഥാനമാക്കി അന്ന് നിലവിലിരുന്ന അപ്പോക്കലിപ്റ്റിക് സാഹിത്യ രൂപം ഉപയോഗിച്ച് സുവിശേഷകർ നൽകുന്ന ഉത്തരമാണ് ഇവയിൽ കാണുന്നത്. അതായത് ക്രിസ്തു പറഞ്ഞ വാക്കുകൾ അതുപോലെയല്ല റെക്കോർഡ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. എന്നാൽ ക്രിസ്തുവിന്റെ മരണത്തിന് ശേഷം, ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, ക്രിസ്തു 33-ൽ മരിച്ചെങ്കിലും അതിനുശേഷം ഒരു 35-40 വർഷങ്ങൾക്ക് ശേഷമാണ് ആദ്യത്തെ സുവിശേഷം എഴുതുന്നത് തന്നെ. അപ്പോൾ തീർച്ചയായും ഇത് വാമൊഴിയിലൂടെ വന്നതാണ്. അപ്പൊ വാമൊഴിയിലൂടെ വന്നപ്പോൾ നമ്മൾ ആ സാഹചര്യങ്ങളെ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഈ വാക്യാർത്ഥത്തിലല്ല എടുക്കേണ്ടത്, അതിന്റെ സാഹചര്യങ്ങളെ നമ്മൾ മനസ്സിലാക്കണം. എന്തായിരുന്നു അന്നത്തെ സാഹചര്യം? യേശുവിന്റെ കാലത്തിന് ശേഷം യുഗാന്ത്യത്തെ കുറിച്ചുള്ള രൂക്ഷമായ പ്രശ്നങ്ങൾക്ക് യേശുവിന്റെ പ്രബോധനങ്ങളെ അടിസ്ഥാനമാക്കി അന്ന് നിലവിലിരുന്ന അപ്പോക്കലിപ്റ്റിക് എന്ന് പറയുമ്പോൾ റെവലേഷൻ അല്ലെങ്കിൽ വെളിപ്പാടിന്റെ വെളിപാട്. അത് സാധാരണ അപ്പോക്കലിപ്റ്റിക് എന്ന് പറയുന്നത് അന്ന് എഴുതിക്കൊണ്ടിരുന്ന ഒരു രീതിയായിരുന്നു. വിഷൻ, റെവലേഷൻ അല്ലെങ്കിൽ സിംബോളിക് ലാംഗ്വേജ് ഇതൊക്കെ ഉപയോഗിച്ചായിരുന്നു അന്നത്തെ കാലത്ത് അപ്പോക്കലിപ്റ്റിക് റൈറ്റിംഗ്. വെളിപാടിന്റെ പുസ്തകം, ദാനിയേലിന്റെ ചില പ്രവചനങ്ങൾ, ഇതൊക്കെ നമുക്കറിയാം അപ്പോക്കലിപ്റ്റിക് റൈറ്റിംഗ് ആണ്. അപ്പൊ ഇതിന്റെ ഈ രീതിയിലായിരുന്നു അന്ന് അതിന്റെ ഒരു ഉത്തരം എഴുതിയിരുന്നത്. അതുകൊണ്ട് ഈ അപ്പോക്കലിപ്റ്റിക് സാഹിത്യരൂപം ഉപയോഗിച്ച് സുവിശേഷകർ നൽകുന്ന ഉത്തരത്തിനെ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്തുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഇങ്ങനെ ഒരു വിവക്ഷ വന്നത്. ക്രിസ്തുവിന്റെ വരവ് പെട്ടെന്ന് തന്നെ ആയിരിക്കും എന്ന
ഈ യുഗാന്ത്യ പ്രഭാഷണത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന പ്രശ്നങ്ങൾ കാണുന്നത്. ഇനി യുഗാന്ത്യത്തെക്കുറിച്ച് എളുപ്പം തെറ്റിദ്ധരിക്കപ്പെടാവുന്ന വചനങ്ങളാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. യേശു അരുൾ ചെയ്യുകയായിരുന്നു, ഇവ യേശു അരുൾ ചെയ്യുകയായിരുന്നതല്ല, മറിച്ച് ദേവാലയ നാശത്തിന്റെയും കാലത്തിന്റെയും തദനന്തരവുമാണ് ഈ പ്രശ്നങ്ങൾ രൂക്ഷമായത്. സമാന സുവിശേഷങ്ങളിൽ ആദ്യത്തെ യുഗാന്ത്യ പ്രഭാഷണം മാർക്കോസിന്റെ സുവിശേഷങ്ങൾ 13-ാം അധ്യായത്തിലാണ് നാം കാണുന്നത്. ജെറുസലേമിന്റെ നാശത്തിന് ശേഷം AD 70-ൽ നടത്താണ് ഇത് രചിക്കപ്പെട്ടത്. എന്നാൽ പണ്ഡിതാഭിപ്രായം AD 70-ന് മുമ്പ് രചിക്കപ്പെട്ട മാർക്കോസിന്റെ സുവിശേഷത്തിലേക്ക് ഈ യുഗാന്ത്യ പ്രഭാഷണം പിൻകാലത്ത് ചേർക്കുകയാണ് ഉണ്ടായത്. അപ്പോഴാണ് ഈ ദേവാലയത്തിന്റെ നശീകരണത്തെ കുറിച്ച് പറഞ്ഞതിന് ശേഷമാണ് ഈ ഒരു വചനഭാവങ്ങൾ വരുന്നത്. അപ്പോൾ ഇതിനെ നമ്മൾ ഈ സാഹചര്യവുമായിട്ട് എടുക്കുകയാണെങ്കിൽ ഇതൊരു അപ്പോക്കലിപ്റ്റിക് റൈറ്റിങ്ങിനെ അതിൻ്റെതായ അർത്ഥത്തില് വാക്യത്തില് നമ്മൾ അർത്ഥം നോക്കി കാണുമ്പോഴാണ് ക്രിസ്തുവിന്റെ വരവ് പെട്ടെന്നാണ് എന്ന് പറയുന്നത്. എന്നാൽ ക്രിസ്തുവിന്റെ വരവ് എപ്പോഴാണെന്ന് പുത്രന് പോലും അറിയില്ല എന്ന് ക്രിസ്തു തന്നെ നിസ്സംശയം നമ്മളോട് പറഞ്ഞു വെച്ചിട്ടുമുണ്ട്. അപ്പം അത് നമ്മൾ സൂക്ഷിച്ച് അറിയേണ്ട ഒരു കാര്യമാണ്. ഇതെല്ലാം സംഭവിക്കുകയല്ല, ഇതെല്ലാം സംഭവിക്കേണ്ടതാണ് എപ്പോഴും, എന്നാൽ അതിന്റെ അവസാനമായിട്ടില്ല എന്ന് മാർക്കോസിന്റെ സുവിശേഷം 13:7 നമ്മൾ വായിക്കുന്നുണ്ട്. ഇപ്പൊ 13-ാം അധ്യായം മാർക്കോസിന്റെ സുവിശേഷം കൂടി ഇതിനോട് ചേർത്ത് വായിച്ച് നോക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. ഇനി കാര്യം ഈ ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞില്ലേ, അതായത് ഈ പിതാവിന് മാത്രം അറിയുള്ളൂ എന്ന് പറഞ്ഞില്ലേ? തീർച്ചയായിട്ടും. അപ്പൊ അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പരിശുദ്ധ ത്രിത്വത്തില് പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് അവര് 3 പേരും ദൈവങ്ങളാണ്. അതെ. അപ്പൊ അങ്ങനെ വരുമ്പോ അത് അവിടെ ഒരു കോൺട്രഡിക്ഷൻ ഇല്ലേ? അതായത് പുത്രൻ അറിയണ്ടേ? ശരി പറഞ്ഞ പുത്രൻ പിതാവായ ദൈവത്തിന്റെ മകനാണ്, ദൈവവുമാണ്. അവർ 3 പേർക്കും ദൈവപ്രകൃതിയാണ്, അതിന് ഒരു കുറവുമില്ല. അങ്ങനെ പറയാണ്. 3 പേര് സത്തയില് സെയിം ആണ്, സത്തയില് ഒരു വ്യത്യാസമില്ല. അപ്പൊ അങ്ങനെ വരുമ്പോ അറിവ്, ആ പിതാവിന്റെ അറിവ് പുത്രന് ഉണ്ടാവണ്ടേ? തീർച്ചയായിട്ടും. അതായത് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഒരു അപ്പോക്കലിപ്റ്റിക് റൈറ്റിംഗ് ആണ്. മത്തായിയുടെ സുവിശേഷം നമ്മൾ വീണ്ടും എടുത്ത് വേറൊരു ഭാഗത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ അവൻ പറയുന്നുണ്ട്, പുത്രൻ അറിയാതെ ഒന്നും പിതാവിലില്ല, പിതാവ് അറിയാത്തതൊന്നും പുത്രനില്ല എന്ന് പറയുന്നുണ്ട്. അറിയപ്പെടേണ്ടതെല്ലാം പിതാവ് പുത്രന് വെളിപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇതൊരു സാഹചര്യത്തിന്റെ വിവർത്തനം ചെയ്ത രീതിയിൽ, അതായത് 35 വർഷങ്ങൾക്ക് ശേഷം ഇത് വിവർത്തനം ചെയ്തപ്പോഴുണ്ടായ, അല്ലെങ്കിൽ അന്നത്തെ പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടി എഴുതപ്പെട്ടപ്പോൾ എഴുതിയ ഭാഗമായിരിക്കാം ഇത് എന്നാണ് സുവിശേഷ പണ്ഡിതന്മാർ ഇതിനെക്കുറിച്ച് പറയുക. അതായത് പറഞ്ഞ ഭാഗം ശരിയാണ്. ഈ 3 ഭാഗം ഒരുപോലെയാണ്. സാറ് പറഞ്ഞതുപോലെ തന്നെ പുത്രനും ഒരേ സത്തയിലുള്ള പിതാവും പുത്രനും പരിശുദ്ധാത്മാവും അറിയാത്ത കാര്യമല്ല. എന്നാൽ നമ്മൾ പറയുന്നത് ഈ പുത്രൻ തന്നെ നമ്മളോട് പറയുന്നുണ്ട്, ഇത് പുത്രൻ അറിയാതെ ഒന്നും പിതാവില്ല, പിതാവ് അറിയാത്തതൊന്നും പുത്രനിലില്ല, പിതാവിനെ അറിയുന്നവൻ പുത്രനെ അറിയുന്നു, പുത്രനെ അറിയുന്നവൻ പിതാവിനെയും എന്ന് തന്നെ നമ്മളോട് പറയുന്നുണ്ട് കൃത്യമായിട്ട്. അപ്പൊ പിതാവും പുത്രനും അറിയാത്ത കാര്യങ്ങളെന്നല്ല, മറിച്ച് ഒരു അപ്പോക്കലിപ്റ്റിക് റൈറ്റിംഗ് ആണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. അതായത് ആ സാഹചര്യത്തിൽ എഴുതിയ, ഈ സാഹചര്യത്തിലെ വിഷയത്തിനെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടി എഴുതിയതാണ് എന്നാണ് ഈ വചനം നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ. ഒരു സംശയം എനിക്കുള്ളത്, യുഗാന്ത്യത്തെ കുറിച്ചല്ല ഈ പറഞ്ഞിട്ടുണ്ടെങ്കിലും സർവവും ശൂന്യമാക്കുന്ന മ്ലേച്ഛത വിശുദ്ധ സ്ഥലത്ത് നിൽക്കുമ്പോൾ നിങ്ങൾ ഓർത്തുകൊള്ളുവീൻ എന്ന് പറഞ്ഞിരിക്കുന്നത് 70-ലെ യെരുശലേം ദേവാലയത്തിന്റെ നാശവുമായിട്ട് ബന്ധപ്പെടുത്ത. യെരുശലേം ദേവാലയം അവിടെ റോമൻ ചക്രവർത്തിയുടെ പ്രതിമ സ്ഥാപിക്കുകയുണ്ടായി. അതുപോലെ തന്നെ അന്ന് ഇസ്രായേൽ രാജ്യം പൂർണ്ണമായിട്ട് ഇസ്രായേലുകാരെ എല്ലാം അവിടുന്ന് പലായനം ചെയ്തിട്ട് 1948 വീണ്ടും ഇസ്രായേൽ ഫോം ചെയ്യുമ്പോൾ വെളിപാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന പുതിയ ഇസ്രായേലും പുതിയ യെരുശലേമും അല്ലേ അവിടെ സ്ഥാപിതമായിരിക്കുന്നത്. അപ്പോ 2ാം ലോക മഹായുദ്ധവും അതുമായിട്ടുള്ള കാര്യങ്ങളാണോ വെളിപാട് പുസ്തകത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത് എന്നൊരു സംശയം ഉണ്ടാകുന്നു. ഇന്ന് നമ്മൾ കാണുന്ന യെരുശലേം എന്ന് പറയുന്ന പുതിയ യെരുശലേം അല്ലേ? തീർച്ചയായിട്ടും. അതാണ് മത്തായി നമ്മളോട് പറഞ്ഞു വരുന്നത്. ഇസ്രായേൽ എന്ന് പറയുന്നത് പഴയ ഇസ്രായേൽ, പുതിയ ഇസ്രായേൽ എന്ന് പറയുന്നത് ക്രിസ്തുവാണെന്നും ഒരു പുതിയ, നമ്മൾ ഇതിന്റെ അവസാന ഭാഗത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ പ്രതിപാദിക്കുന്നുണ്ട്. ഈ ഒരു പുതിയ ജെറുസലേമിനെ കുറിച്ച് പറയുന്ന ഭാഗത്ത് മത്തായി കൃത്യമായിട്ട് പറഞ്ഞു വെക്കുന്നുണ്ട്. ഇനി ഈ നമ്മൾ ഇതിനെ 2 രീതിയിലും കാണണം. ഒന്നൊരു അപ്പോക്കലിപ്റ്റിക് റൈറ്റിംഗ് ആണെന്ന് പറയുമ്പോൾ തന്നെ, നേരത്തെ സാർ പറഞ്ഞതുപോലെ 24-36 കൃത്യമായിട്ടും മത്തായിയുടെ സുവിശേഷത്തിൽ പറയുകയാണ്, പിതാവിനല്ലാത്ത മറ്റാർക്കും സ്വർഗത്തിലെ ദൂതന്മാർക്കോ പുത്രനോ പോലും ഒരു ദിവസമോ മണിക്കൂറോ അറിഞ്ഞുകൂടാ എന്ന് പറയുന്നുണ്ട്.
ഒരു പക്ഷേ ബൈബിൾ പണ്ഡിതന്മാർ ഇതിനെക്കുറിച്ച് പറയുന്ന ഒരു ഭാഗത്തിൽ പറയുന്ന ഇതാണ്, 1-ാം നൂറ്റാണ്ടിൽ ഒരു ക്രൈസ്തവനും അത്തരം ഒരു അജ്ഞത പുത്രനിൽ ആരോപിക്കാൻ മുതിരുകയില്ല. അതുകൊണ്ട് ഒരുപക്ഷെ പുത്രൻ പറഞ്ഞതായിരിക്കാം എന്ന് വരെ പറയുന്ന ഒരു പണ്ഡിതന്മാരുണ്ട്, ബൈബിൾ പണ്ഡിതന്മാരുണ്ട്. അപ്പോൾ യേശുവിന്റെ ഈ അജ്ഞത സമകാലിക തലമുറയുടെ കാലഘട്ടത്തിനിടയ്ക്ക് സമയത്തെക്കുറിച്ചുള്ളതാണെന്ന് സമർത്ഥിക്കാറുണ്ട്. അതായത് ഈ സമയത്തെക്കുറിച്ചുള്ള അജ്ഞതയെക്കുറിച്ചാണ് ഇത് പറയുന്നത് എന്ന്. ഈ വാക്യത്തെ യുഗാന്ത്യ പ്രഭാഷണത്തിലെ മുഴുവൻ പശ്ചാത്തലത്തിൽ വേണം വ്യാഖ്യാനിക്കാൻ. അതായത് ഈ ഒരു സംഭവം മാത്രമാക്കി എടുക്കരുത്, യുഗാന്ത്യത്തിലുള്ള എല്ലാ സംഭവങ്ങളെ കുറിച്ചും ഉള്ള പറയിച്ചിലിൽ ആയിരിക്കണം ഇതിനെ ഉപയോഗിക്കേണ്ടതെന്നാണ് സഭാ പണ്ഡിതന്മാര് നമ്മെ പഠിപ്പിക്കുക. പിന്നെ അതിൽ വേറൊരു കാര്യം അച്ഛൻ എനിക്ക് തോന്നുന്നു, അതായത് ഈ ക്രിസ്തു ദൈവവും പൂർണ്ണ മനുഷ്യനുമാണെന്നുള്ള സത്യം വെളിപ്പെടുന്നത് 325-ലാണ് ശരിക്കും. തീർച്ചയായിട്ടും. അപ്പൊ അന്നത്തെ അണ്ടർസ്റ്റാൻഡിങ്, എഴുതിയ അണ്ടർസ്റ്റാൻഡിംഗിൽ ശരിക്കും പൂർണ്ണ ദൈവമാണെന്നുള്ള അണ്ടർസ്റ്റാൻഡിംഗ് അന്ന് ഉണ്ടാവണമെന്നില്ലല്ലോ. തീർച്ചയായിട്ടും അതാ ഞാൻ പറഞ്ഞത്. അതായത് ഇതിനെ നമ്മള് ഒരു ചെറിയൊരു സെന്റൻസിനെ മാത്രം, ഇപ്പൊ പ്രൊട്ടസ്റ്റന്റ് ചെയ്യുന്നത് പോലെ ആ സെന്റൻസിനെ മാത്രം എടുത്ത് നമ്മൾ വ്യാഖ്യാനിക്കരുത്. അതുകൊണ്ട് ഞാൻ തുടക്കത്തിലെ മത്തായിയുടെ സുവിശേഷത്തിനെ നമ്മൾ വ്യാഖ്യാനിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകേണ്ട ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് അത് വിഷയാടിസ്ഥാനമായിരിക്കണം, സമയാടിസ്ഥാനമായിട്ടാവരുത്. അപ്പം ആ ഒരു സാഹചര്യത്തിൽ വെച്ചിട്ടാണ് ഇതിനെ ഇന്റർപ്രറ്റ് ചെയ്യേണ്ടത്. ദൈവരാജ്യത്തെ സംബന്ധിച്ചപ്പോൾ മത്തായിയുടെ സുവിശേഷത്തിൽ 24:14 ദൈവരാജ്യത്തെ സംബന്ധിച്ചുള്ള ഈ സുവിശേഷം എല്ലാ ജനതകൾക്കും സാക്ഷ്യത്തിനായി ലോകമെങ്ങും പ്രസംഗിക്കപ്പെടും, അതിനുശേഷമേ അവസാനം ഉണ്ടാവുകയുള്ളൂ എന്ന് പറയുന്നുണ്ട്. മുന്തിരിത്തോട്ടത്തിലെ കൃഷിക്കാരുടെ ഉപമയിൽ പുതിയ കൃഷിക്കാർക്ക് മുന്തിരിത്തോട്ടത്തിൽ നിന്ന് ഫലം പുറപ്പെടുവിക്കുവാൻ ആവശ്യമായ സമയം കൊടുക്കുന്നു. അതായത് ആ ഒരു സമയത്തിനെ കുറിച്ചും പ്രതിപാദിക്കുന്നുണ്ട്. ഇനി അപ്പോക്കലിപ്റ്റിക് സ്വഭാവമുള്ള മനുഷ്യ പുത്രവചനങ്ങളും നമ്മൾ ഇതിനകത്ത് കൃത്യമായിട്ടും കാണുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 13:41 നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഈ ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് തന്നെ നമുക്ക് പറഞ്ഞു വരാൻ പറ്റുന്ന ഭാഗങ്ങളാണ് കേട്ടോ. അന്ന് മനുഷ്യപുത്രൻ തന്റെ ദൂതന്മാരെ അയക്കും, അവർ അവിടുത്തെ രാജ്യത്തിന്റെ ഇടർച്ചയ്ക്ക് കാരണമാകുന്നത് വരെയും അധാർമികളെയും എല്ലാം ശേഖരിച്ച് അഗ്നികുണ്ഡത്തിലിരിക്കും. ഇതിനെക്കുറിച്ച് പറയുന്നതാണ്. ഇനി 16:27 പറയാണ്, മനുഷ്യപുത്രൻ തന്റെ പിതാവിന്റെ പ്രാഭവത്തോടുകൂടി തന്റെ ദൂതന്മാരോടുകൂടെ വരുവാനിരിക്കുന്നു. അപ്പോൾ ഓരോരുത്തർക്കും താങ്കളുടെ പ്രവൃത്തികൾക്ക് അനുസൃതമായ പ്രതിഫലം ലഭിക്കും. ഇത് കൃത്യമായിട്ടും ഈ അപ്പോക്കലിപ്റ്റിക് സ്വഭാവമുള്ള കുറേയേറെ വചനങ്ങളാണ്. 24:30 ഉണ്ട്, 25:31 ഉണ്ട്. അതായത് ഈശോയുടെ വരവിനെ കുറിച്ച് പറയുന്നുണ്ട്. ആ വരവിന്റെ സമയത്തെക്കുറിച്ചല്ല, മനുഷ്യപുത്രന്റെ ആഗമനത്തിന് മുൻപായി നിങ്ങൾ ഇസ്രയേലിലെ പട്ടണങ്ങളിലൂടെ ഓടിത്തീർക്കുകയില്ല എന്ന് പറയുമ്പോൾ അത് ശരിയായിരുന്നു. അതായത് ഇതുവരെ അവർ എത്തിച്ചേർന്നിരുന്നില്ല, അവർക്ക് എത്തിച്ചേരാൻ പറ്റിയുമില്ല. അപ്പൊ അതിന് നമ്മൾ ആ രീതിയിൽ വേണം അതിനെ കാണാൻ വേണ്ടി. ഇനി സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മത്തായിയുടെ സുവിശേഷം 16:28-23 എന്നാണ് കേട്ടോ ടെക്സ്റ്റ് കൊടുത്തിരിക്കുന്നത്. 28 ആണത്. മനുഷ്യപുത്രൻ തന്റെ രാജ്യത്തിൽ വരുന്നത് വരെ ദർശിക്കുന്നതിന് മുൻപേ ഇവിടെ നിൽക്കുന്നവർ ചില മരിക്കുകയില്ല. ഇങ്ങനെയുള്ള ചില ഭാഗങ്ങൾ അതിന്റെ അർത്ഥങ്ങളും ഇതിനകത്ത് തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. സമയം കിട്ടുമ്പോൾ കുറച്ചുപേർ വായിക്കുക. ഞാനിത് കുറച്ച് പെട്ടെന്ന് വിട്ടുപോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളില്ലെങ്കിൽ തീരില്ല. ഇനി ഉദ്ധാനത്തിന്റെ ഭാഗങ്ങളിലൂടെ കടന്നു പോവാം. ഇനി കുറച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2-3 തീമുകള്, വിനയം, കരുണ, വിശ്വാസം, മത്തായിയുടെ സുവിശേഷം നമ്മൾ കാണുന്ന പ്രധാനപ്പെട്ട 1-2 ഭാഗങ്ങളാണ് കേട്ടോ അത്. അതിന് നമ്മൾ പ്രത്യേകം സമയം കിട്ടുമ്പോൾ വായിക്കുക. ശതാധിപൻ, അതിന് 2-3 ഉദാഹരണങ്ങൾ നമ്മൾ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ശതാധിപന്റെ വിശ്വാസം, മത്തായിയുടെ സുവിശേഷത്തില് പ്രത്യേകമായിട്ട് നമ്മൾ കാണുന്ന ചില വിശ്വാസികളാണ്. ഏകദാന്തോർക്കെസ് എന്ന ഗ്രീക്ക് വാക്കിൽ നിന്നാണ് ശതാധിപൻ, 100 പേരുടെ അധിപൻ എന്ന വാക്ക് വരുന്നത്. ഈ ശതാധിപന്റെ വിശ്വാസത്തെ കുറിച്ച് ഒന്ന് വായിക്കുന്ന നല്ലതാണ്. ഈ വിശ്വാസത്തെ കുറിച്ച് പറയുമ്പോഴും മത്തായിയുടെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നതാണ്. ഇതാണ് യഥാർത്ഥത്തിൽ ഒരു വിശ്വാസിയിൽ ഉണ്ടാവേണ്ട വളർച്ചയും എന്ന് പറയുന്നത്. ശതാധിപൻ പുതിയ നിയമത്തിലെ ഏറ്റവും ഇഷ്ട കഥാപാത്രങ്ങളിൽ ഒരാളായി മാറുന്നതും. കുരിശുമരണ വേളയിൽ യേശുവിന്റെ വിശ്വാസം ഏറ്റുപറയുന്ന ശതാധിപനെ കുറിച്ച് സുവിശേഷം പറയുന്നുണ്ട്. മാർക്കോസ് നമ്മൾ കാണുന്നത് ജെറുസലേമിൽ വെച്ച് പൗലോസിനെ ചപ്പട്ടിയടിയിൽ നിന്ന് രക്ഷിച്ചതൊരു ശതാധിപനാണ്. ഇങ്ങനെ ഈ ശതാധിപന്മാരുടെ വിശ്വാസത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ശതാധിപന്റെ വിശ്വാസത്തെ പോലത്തെ സംഭവം മത്തായി സുവിശേഷത്തിൽ ഇതര ഭാഗങ്ങളിൽ നിന്ന് വ്യക്തമാണ്. ഇസ്രയേലിലെ നഷ്ടപ്പെട്ട ആടുകളുടെ ഇടയിലേക്ക് മാത്രം വന്ന ക്രിസ്തു മക്കളുടെ, പിന്നെ രണ്ടാമത് വേറൊരു കാനാകാരിയായ ഒരു സ്ത്രീയുടെ ഈ 2 ഉപമകളാണ് നമുക്ക്, 2 സംഭവങ്ങളാണ് ഈശോ ഈ വിശ്വാസത്തിലെ എന്തുമാത്രം വിനയത്തിനും അതേപോലെ തന്നെ കാരുണ്യത്തിനും, വിനയവും കാരുണ്യവും, അല്ലെങ്കിൽ ഈശോ തന്റെ
പഠനങ്ങളിൽ മുഴുവൻ ഏറ്റവും കൂടുതൽ നമ്മൾ പഠിപ്പിച്ചൊരു കാര്യമാണ്. ഇതിന് ഏറ്റവും വലിയ ഉദാഹരണം യോഹന്നാന്റെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അന്ത്യത്താഴ വേളയിൽ ഈശോ ആകെ പഠിപ്പിച്ചത്, ശിഷ്യന്മാരെ പഠിപ്പിച്ചത്, ഞാൻ നിങ്ങളുടെ ഗുരുവും ടീച്ചറുമായ ഞാൻ ഇതാണ് ചെയ്യുന്നെങ്കിൽ നിങ്ങൾ ഇത് ചെയ്യുവൻ എന്ന് പറഞ്ഞിട്ട് അവരുടെ മുട്ടെ കുത്തിന്ന് അവരുടെ കാല് കഴിയുന്ന ഈശോയുടെ വിനയവും ഇതേ വിനയമാണ് ശതാധിപനിൽ നമ്മൾ കാണുന്നത്. അങ്ങനെ വീട്ടിൽ കടന്നു വരുവാനുള്ള യോഗ്യത എനിക്കില്ല, എന്നാൽ അങ്ങ് ഒരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എന്റെ ആത്മാവ് സുഖം പ്രാപിക്കും എന്ന് പറയുന്ന ഭാഗം. അവിടെ ഭയങ്കരമായ ഒരു വിശ്വാസമുണ്ട്, എന്നാൽ വലിയൊരു എളിമയുണ്ട്. അതിന് വേണ്ട യോഗ്യത എനിക്കില്ല. അതായത് യഥാർത്ഥത്തിൽ വിശ്വാസം എന്ന് പറയുന്നത് ഈ വിനയവും കരുണയും കൂടിച്ചേരുമ്പോഴാണ് വിശ്വാസം എന്ന മത്തായിയുടെ സുവിശേഷകൻ നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് കേട്ടോ. അത്ഭുത വിവരണത്തിന് സുവിശേഷകൻ ശേഷം പ്രാധാന്യം കൊടുക്കുന്നില്ല. അത്ഭുതങ്ങൾക്കല്ല പ്രാധാന്യം കൊടുക്കുന്നത്, മറിച്ച് ക്രിസ്തുവിന്റെ സാന്നിധ്യം ശതാധിപനിൽ ഉണ്ടാക്കുന്ന മാറ്റവും വിശ്വാസത്തിനുമാണ്. അതുപോലെ തന്നെയാണ് കാനാകാരിയായ സ്ത്രീ. ഈ സ്ത്രീയുടെ വിശ്വാസവും സ്ത്രീയെ ശരിക്കും ഒരു തരത്തിൽ അപമാനിക്കുന്നത് പോലെയാണ് നമ്മൾ കാണുന്നത്. പട്ടിയുടെ ഭക്ഷണം അല്ലെങ്കിൽ ഇസ്രയേലിന് വേണ്ടി വന്ന ക്രിസ്തു ഇസ്രയേലിന് വേണ്ടി മാത്രം വന്നവനാണ്. അതുകൊണ്ട് തന്നെ വിജാതിയായ ഈ സ്ത്രീയുടെ പ്രാർത്ഥന ആദ്യം ഈശോ കേൾക്കാൻ തയ്യാറാകുന്നില്ല. അതിനുശേഷം അവളുടെ വിനയവും ആണ് ഈശോയെ ഈ കരുണയിലൂടെ ഈ അത്ഭുതത്തിലേക്ക് വളർത്തുന്നത്. ഇനി ശാപങ്ങളെ ഒരു തരത്തിൽ അനുഗ്രഹമാക്കി യേശുവിനെ കുറിച്ച് നമ്മൾ കാണുന്നുണ്ട്. വളരെ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ കാനാകാരിയായ സ്ത്രീയുടെ കഥ. ഇനി മാറുന്ന ഈശോ മലമുകളിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ അവൻ സമതലങ്ങളിൽ കൊടുക്കുന്ന പ്രസംഗങ്ങളും അതോടൊപ്പം തന്നെ ശിഷ്യന്മാർക്ക് രൂപാന്തരീകരണത്തിന് ശേഷം കടന്നു വരുന്ന ഈശോയെക്കുറിച്ചും 3-4 കാര്യങ്ങളാണ് ഇതിനകത്ത് പറയുന്നത് കേട്ടോ. ആത്മീയ ജീവിതത്തിന്റെ ഉയർച്ച താഴ്ചകളുടെ അനുഭവമായി വിവരങ്ങളെ നമ്മൾ മനസ്സിലാക്കണം. അതായത് ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഉയർച്ചയും താഴ്ചയും. രൂപാന്തരീകരണം വളരെ മനോഹരമായ ഒരു അനുഭവമായിരുന്നു. പത്രോസും യാക്കോബും യോഹന്നാനും കൂടെ ഈശോയുടെ കൂടെ മലമുകളിൽ നിന്ന് ഈശോ രൂപാന്തരം പ്രാപിക്കുന്നത് കണ്ടതിന് ശേഷം താഴേക്ക് ഇറങ്ങി വരുമ്പോൾ കാണുന്ന അതേ ഭാഗം നമ്മൾ പുറപ്പാടിന്റെ പുസ്തകത്തിലും കാണുന്നുണ്ട്. മോശ സീനായി മലമുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വന്ന മോശ കാണുന്നത് ഒരു വിഘടിച്ചു നിൽക്കുന്ന ഒരു ജനതയായിരിക്കും മോശയും കാണുന്നത്. അപ്പം ഇതേ രീതി കാളക്കുട്ടിയെ അല്ലെങ്കിൽ ആരാധിക്കുന്ന ഒരു ജനതയെ അവിടെ കാണുന്നത് പോലെ തന്നെ ഈശോ മലയിറങ്ങി വരുമ്പോൾ ഈ അവിശ്വാസികളായ ജനക്കൂട്ടത്തെയും അവരുടെ സമ്മർദ്ദത്തിൽ പതറിപ്പോയ ശിഷ്യന്മാരെയാണ് നമ്മൾ കാണുന്നത്. ഇതേപോലെ തന്നെ കാണുന്ന വേറെ ഭാഗമാണ് ശിഷ്യന്മാർക്ക് ഗുരു പിശാചിനെ ബന്ധിക്കാനുള്ള അധികാരം നൽകിയിരുന്നതാണ്. എന്നാൽ തങ്ങൾ കിട്ടിയ ദാനത്തെ യാന്ത്രികമായ ഒരു അധികാരമായി അവർ തെറ്റിദ്ധരിച്ചു. പ്രാർത്ഥനയും ഉപവാസവും ഉപേക്ഷിച്ച് അവർ ലൗകികരായി ജീവിച്ചു. മത്തായി നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ്. വിശ്വാസത്തിലൂടെ വളരുക എന്ന് പറയുന്നത് ഓരോരുത്തരുടെയും കർത്തവ്യമാണ്. എന്നാൽ എനിക്ക് കിട്ടിയ കൃപ ഒരുപക്ഷെ എന്നിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകാം. പഴയ നിയമത്തിലെ സാംസൺ അതിന് വലിയൊരു ഉദാഹരണമാണ്. ദൈവം കൊടുത്ത കൃപകളിൽ നിന്നും ഒരാൾക്ക് കൃപകൾ അയാൾക്ക് നഷ്ടപ്പെടാം. ഇന്ന് നമുക്ക് ലോകത്തിന് ചുറ്റും ഒത്തിരിയേറെ ആളുകളുണ്ട് കിട്ടിയ കൃപകൾ നഷ്ടപ്പെടുന്നത്. മൂന്നാമതായിട്ട് നമ്മൾ കാണുന്ന മലയടിവാരത്തിലെ ജനക്കൂട്ടവും ശിഷ്യരും പിശാച് ബാധിതനായ ബാലനും വലിയ ആധ്യാത്മിക യാഥാർത്ഥ്യത്തെ പ്രതിനിധാനം ചെയ്യുകയാണ് അവർ ചെയ്യുന്നത്. ജനക്കൂട്ടവും ശിഷ്യരും തമ്മിൽ തർക്കിച്ചും വാദപ്രതിവാദത്തിൽ ഏർപ്പെട്ട സമയം കളഞ്ഞു. അവർ പരസ്പരം പഴിചാരുകയും പ്രതിരോധിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. എന്നാൽ ആ സമയം അത്രയും പിശാച് ഈ പിഞ്ചുബാലനെ പീഡിപ്പിക്കുകയായിരുന്നു. സഭാ നേതൃത്വവും വിശ്വാസികളും തമ്മിലുള്ള കാര്യമുള്ളതോ ഇല്ലാത്തതോ ആയ വിഷയങ്ങളിൽ തർക്കിച്ചും കലഹിച്ചും പ്രതിരോധിച്ച് സമയം പാഴാക്കുമ്പോൾ സാത്താൻ സഭയെ എങ്ങനെ നശിപ്പിക്കുന്നു, പീഡിപ്പിച്ചു കൊണ്ടിരിക്കുന്നു എന്നൊരു സത്യം നമ്മൾ മനസ്സിലാക്കണമെന്ന് ഈ ഒരു ഭാഗത്തിൽ നമുക്ക് മനസ്സിലാക്കാം. പിന്നെ പിശാച് ബാധിതനായ തന്റെ മകന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഈ പിതാവ് ഈ കാലഘട്ടത്തിലെ സകല മാതാപിതാക്കളുടെയും ഒരു ഉദാഹരണമാണെന്ന് ഇത് പമ്പ്ലാനി പിതാവ് എഴുതിയ ഒരു ലേഖനവും കൂടിയാണ് കേട്ടോ ഇതിന്റെ കൂട്ടത്തില് ഉള്ളതാണ്. ഇതിനകത്തുള്ള ഇനിയുള്ള 3-4 ലേഖനങ്ങൾ യഥാർത്ഥത്തിൽ പമ്പ്ലാനി പിതാവ് എഴുതിയ ചില ഭാഗങ്ങളെ മാത്രം എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ചില ഭാഗങ്ങളാണത്. അത് നിങ്ങൾക്ക് ഒന്ന് വായിച്ചു പോകാവുന്നതേ ഉള്ളൂ. സ്വർഗരാജ്യത്തിലെ ശിശു ആരാണ്, അല്ലെങ്കിൽ ശിശുത്വം എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? മത്തായി 18:1-9 വരെയുള്ള വാക്യങ്ങളാണ്. എളിമപ്പെടുത്തി, അതായത് ശിശുത്വം എന്നുപയോഗിക്കുന്നത് ഒരു അവസ്ഥയല്ല, മറിച്ച് എത്രത്തോളം എളിമപ്പെടുത്താൻ പറ്റുമോ, എത്രത്തോളം സമ്പൂർണമായി ദൈവത്തിൽ അവന് മാത്രമേ യഥാർത്ഥ ക്രിസ്തുവിന്റെ ശിഷ്യനാവാൻ പറ്റൂ എന്ന് മത്തായിയുടെ സുവിശേഷത്തിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അവൻ ഈ പഠിപ്പിക്കുന്നതെല്ലാം തന്റെ ശിഷ്യന്മാരെ കൂടിയാണ് പഠിപ്പിക്കുന്നത്. അവരെ എങ്ങനെ ഈ എളിമയിലേക്ക് വളരണം എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈശോ തന്റെ ശിഷ്യന്മാരോട് ഈ ഭാഗങ്ങൾ പ്രത്യേകമായും പറഞ്ഞു കൊടുക്കുന്നത്. പിന്നെ ഈ ഇടർച്ചയുടെ ഒരു കാലത്തെ കുറിച്ച് നമ്മൾ പറയുന്നു. ഈ 10ാമത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ രക്ഷാകരമായി ഞാൻ ആദ്യം പറഞ്ഞു, ഈ രക്ഷ യഹൂദരുടെ ഇടയിലാണ് പ്രസംഗിച്ചു തുടങ്ങിയെങ്കിലും എന്നാൽ സാർവദേശീയമായ ഒരു രക്ഷ
യൂണിവേഴ്സൽ സാൽവേഷൻ ആയിരുന്നു ഈശോ മത്തായിയുടെ സുവിശേഷത്തിന്റെ അവസാന ഘട്ടത്തിൽ എത്തുമ്പോഴേക്കും നമ്മൾ ഈശോയിൽ കാണുന്നത്. 11 കാരണം അതിന് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഉദാഹരണമാണ് 11-ാം മണിക്കൂറിലെത്തുന്ന യജമാനന്റെ കഥ. മത്തായി 20:1 മുതൽ 16 വരെയുള്ള ഭാഗങ്ങൾ. ഉപമയിലെ ജോലിക്കാർ അവകാശങ്ങൾക്ക് വേണ്ടി അനാവശ്യ സമരം ചെയ്യുന്നവരാണ്. അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടം മാത്രമായി ജീവിതത്തെ വിലയിരുത്തുന്നത് ഒരു തരത്തിലുള്ള വിപ്രദോഷമാണെന്ന് ഈ ലേഖനം പറഞ്ഞു വെക്കുന്ന ഒരു ഭാഗമാണത്. ഇനി ഉപമയുടെ ഉദ്ഭവത്തിലെ നിദാനമായ ആദിമസഭയിലെ ചില ചരിത്ര പശ്ചാത്തലങ്ങളും കൂടെ പറയുന്നുണ്ട്. ഈ മത്തായി എങ്ങനെയാണ് ഈ ഉപമയെ കൃത്യമായിട്ടും ഈ സ്ഥലത്ത് കൊണ്ട് പ്രതിഷ്ഠിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു. വിഷയത്തിന്റെ അടിസ്ഥാനത്തിലാണ് മത്തായിയുടെ സുവിശേഷങ്ങളെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. പ്രത്യേകമായിട്ടും ഇത് 16-ാം 20-ാം അധ്യായത്തിൽ അതായത് എത്തി നിൽക്കുമ്പോൾ കൃത്യമായും ഇത് കൊണ്ടുവന്ന് കാണിക്കുന്നതിന് കാരണം മത്തായിയുടെ സമൂഹത്തിൽ നിലവിലുണ്ടായിരുന്ന പ്രതിസന്ധികൾ ഉത്തരം കൂടിയാണ് ഉപമ. അന്നത്തെ കാലത്തെ പ്രതിസന്ധിയാണ്, നമ്മൾ നേരത്തെ പറഞ്ഞൊരു പ്രതിസന്ധിയാണ്. യഹൂദ ക്രിസ്ത്യാനികൾക്ക് ഭൂരിപക്ഷം ഉണ്ടായിരുന്ന മത്തായിയുടെ സമൂഹത്തിൽ വൈകി വിശ്വാസം സ്വീകരിച്ചെത്തിയ വിജാതിയരോട് പുച്ഛ മനോഭാവം പുലർത്തിയിരുന്ന ഒരു സമൂഹം ഉണ്ടായിരുന്നു. അതായത് ഇനി നമ്മൾ അപ്പസ്തോല പ്രവർത്തനങ്ങളിലേക്ക് നമ്മൾ കടക്കുമ്പോൾ അവിടെ വലിയൊരു ഡിമാൻഡ് തന്നെ ഉണ്ടായിരുന്നു. യഹൂദരായവര്, അതായത് വിജാതീയര് ക്രിസ്ത്യാനികളാവണമെങ്കിൽ ആദ്യം അവർ യഹൂദരാവണം, അതിനുശേഷം മാത്രമേ ക്രിസ്ത്യാനികളാവാൻ പറ്റുള്ളൂ. അല്ലാതെ നേരിട്ട് വിജാതീയന് ക്രിസ്ത്യാനി ആവാൻ പറ്റില്ല എന്നുവരെ അന്നത്തെ കാലത്ത് ആളുകൾ പറഞ്ഞിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. അപ്പം ആദിമ സഭയുടെ തുടക്കത്തില് ഈ ഒരു അവസ്ഥയുണ്ടായിരുന്നു. എന്നാൽ അതിനെ മാറ്റാൻ വേണ്ടിയാണ് ഈ ഒരു ഉപമ ഈശോ ശിഷ്യന്മാർക്ക് മത്തായി പറഞ്ഞു കൊടുക്കുന്നത്. രണ്ടാമതായിട്ട്, ക്രിസ്തുവിന്റെ കാലത്ത് വിശ്വാസം സ്വീകരിച്ചവരും പിൽക്കാലത്ത് വിശ്വാസം സ്വീകരിച്ചവരും തമ്മിലുള്ള യഹൂദ ക്രൈസ്തവരുടെ ഇടയിൽ ഒരു സീനിയോറിറ്റി കോംപ്ലക്സ് ഉണ്ടായിരുന്നു. ക്രിസ്തുവിന്റെ സമയത്ത് തന്നെ ക്രിസ്ത്യാനി ആയവൻ, അതിനുശേഷം ആയവര് തമ്മിലുണ്ടാവുന്ന, നമ്മൾ ഇന്നത്തെ കാലത്തും ഇന്ന് നമ്മൾ സഭയിൽ കാണുന്ന ചില തരത്തിലുള്ള തിരിച്ചു വ്യത്യാസങ്ങളുടെ ഭാഗമാണത്. അപ്പൊ നമ്മൾ ദളിത് ക്രിസ്ത്യൻസ് എന്നൊക്കെ വിളിച്ച് ഒരു കാലത്ത് അല്ലെങ്കിൽ ഒരു സഭയുടെ പല ഭാഗങ്ങളിലും, ഇന്ത്യയിൽ തന്നെ പല ഭാഗങ്ങളും മാറ്റി നിർത്തപ്പെടുന്ന, പാർശ്വവൽക്കരിക്കപ്പെടുന്ന ഒരുതരം ക്രിസ്തീയ സമൂഹം നമ്മുടെ ഇടയിലുണ്ട്. അപ്പം ഇവർക്കൊക്കെ വേണ്ടിയുള്ള ഒരു ഉദാഹരണമായിട്ട് വേണമെങ്കിൽ നമുക്ക് ഈ ഉപമയെ കാണാൻ പറ്റും. ഈ ഉപമയുടെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരുവന്റെ ആയുസ്സും നിത്യജീവനും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചും തർക്കവും ഉപമയുടെ പിന്നാമ്പുറത്തേക്ക് വായിച്ചെടുക്കാനാമെന്ന് കരുതാം. ഇതുപോലെ തന്നെയാണ് ഈ ഉപമയുടെ ആദിമസഭയിലെ വ്യാഖ്യാനം വളരെയേറെ വിശ്വാസ പ്രതിസന്ധിക്ക് കാരണമായിട്ടുണ്ട്. അങ്ങനെ 1-ാം മണിക്കൂർ ഈ സമയഗണനയെക്കുറിച്ച് ഇത് പറയുന്നുണ്ട്. അതൊന്ന് ശ്രദ്ധിക്കണം. പിന്നെ കഴുതപ്പുറത്തുള്ള ഒരു കുഞ്ഞാടിനെ കുറിച്ചുള്ള ഒരു വായനയുണ്ട്. അതേപോലെ തന്നെ അവസാനമായിട്ട് ഒരു ചെറിയ ഭാഗം ഞാൻ നിങ്ങൾക്ക് വിട്ടുതരികയാണ്. ഈശോയുടെ ഉത്ഥാനത്തെ കുറിച്ചുള്ള ഒരു ഭാഗം. സമയം അതിക്രമിച്ചിരിക്കുന്നു, ഞാൻ പെട്ടെന്ന് നിർത്തുകയാണ്. ഈശോയുടെ കല്ലറ ശൂന്യമായ ഭാഗം, ഉദ്ധിതനും തിരുസഭയും തമ്മിലുള്ള 2 പ്രത്യേകതകൾ. ഇത് ഒരു ലേഖനമാണ്. അപ്പൊ നമ്മൾ യഥാർത്ഥത്തിൽ മത്തായിയുടെ സുവിശേഷം എന്താണെന്നും അതിന്റെ പ്രത്യേകതകൾ എന്താണെന്നും നമ്മൾ പറഞ്ഞു നിർത്തി. പിന്നെ ഇതിനകത്തുള്ള ഒരു 3-4 ലേഖനങ്ങളായിരുന്നു അത്. ഈ ലേഖനങ്ങൾ സമയം കിട്ടുമ്പോൾ വായിക്കുക. അത് നമുക്ക് കുറച്ചുകൂടി ഒരു പൂർണ്ണമായ ഒരു അർത്ഥം നമുക്ക് മനസ്സിലാക്കി തരാൻ ഉപകരിക്കും. അപ്പൊ ബാക്കിയുള്ള ഭാഗങ്ങൾ ദയവ് ചെയ്ത് ഒരു 3 ലേഖനങ്ങളുണ്ട്, അത് നിങ്ങൾ വായിക്കണമെന്ന് ഞാൻ ഓർപ്പിക്കുന്നു. നമ്മുടെ സമയം അതിക്രമിച്ചുകൊണ്ട് ഞാൻ ഇവിടെ നിർത്തുന്നു.